آمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما نافعا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين آمين برحمتك لا تصحبن من كان أهل بطانة وتساهل في الدين ذاك هو البلاء والعزلة الأولى إذا فسد الزمن أو خاف من فتن بدين مبتلى وكذا إذا خاف الوقوع بشبهة أو في حرام أو لذاك مماثلا والاختلاط بناسنا في جمعهم وجماعة أو نحو ذلك فضلا هذا لمن بالعرف يقدر يأمر وعن المناكر قد نهى متحملا صبرا على كل الأذى لا يغلب في ظنه عصيانه بمحافلا لكن يقول البعض من متأخر الفضلاء عزلة ذي الزمان تفضلا إذ نادر حقا خلو محافل عن هوبة فانظر لنفسك عاقلا كل المعاصي كالربا وكغيبة أو نحو ذلك باختلاطك حصلا وصرف إلى الطاعات وقتك كله لا تتركا وقتا سدى متساهلا وتصير أوقات المباح بنية مصروفة في الخير فاصحب الاغتلاء وزع بعون الله وقتك وسقطك وصرفا كلا بما لا يكن متبتلا فإذا بدا فجر فصل تخشعا متتبرا لقراءة مكملا وجهد لتحضر في صلاتك قلبك جهدا بليغا كي لا تنال فضائلا لا تنسى أن الله ناظر قلبك وحضوره وشهوده لك فأوجلا لا تتركن جماعة قد فضلت بالسبع والعشرين من فضل على ولما التعلم إن تكن تتساهل في مثل هذا الربح يخسر أجهلا ثم اشتغل بالورد لا تتكلم مستقبلا ومراقبا ومهللا بطريقة معهودة لمشايخ لترى به نورا حاصلا فيضيء وجه القلب بالنور الجلي وتصير معموم الطباع زائلا فتصير لأهلا للمشاهدة التي هي نعمة عظمى فصر متأخلا വലിയ വർത്താനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ വലിയ വർത്താനമാണ് ഈ പറയുന്നത് മുഴുവൻ ഇല്ലാത്ത സഹബൻ ഒരിക്കലും നീ സഹവസിക്കരുത് മൻ ഒരാളോട് കാന അവനാണ് അഹില ബിത്വാനത്തിന്റെ അഹിലുകാരനാണ്. ബിത്വാനത്ത് എന്ന് പറഞ്ഞാൽ ദീനീ കാര്യങ്ങളെ നിസ്സാരമായി പരിഗണിക്കുക. അതിന്റെ ആളോട് ഒരിക്കലും ഇടപെടാൻ പാടില്ല. ലാ തുജാലിസുൽ മൗത നിങ്ങൾ മരിച്ചവരുടെ കൂട്ടത്തിൽ ഇരിക്കരുത് എന്ന് സയ്യിദുന ഈസ. അപ്പോൾ തിൽമീദന്മാര് ചോദിച്ചു മനിൽ മൗത യാ സയ്യിദന ഈസ യാ റൂഹൽ അമീൻ, ആരാണ് റൂഹുൽ അമീന്, ആരാണ് ഈ പറയുന്ന മരിച്ചോര്? അപ്പോൾ പറഞ്ഞു അൽ മുഹിബ്ബൂന ലിദ്ദുനിയ വറാഗിബൂന ലഹാ വത്വാലിബൂന ലഹാ. ദുനിയാവിന് വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണ്. ദുനിയാണ് അവരുടെ ലക്ഷ്യം, വേറെ ലക്ഷ്യം അവർക്കില്ല. അവരാരാണെങ്കിലും അവരെയും പിന്നെ ചെറിയൊരു വലിയൊരു നീളം ഉള്ളൊരു കുഞ്ഞോര് എന്നൊന്നല്ല. അവരുടെ ലക്ഷ്യം എന്തിലും എന്തായിരിക്കും? ദുനിയാവായിരിക്കും.
ഇപ്പൊ കച്ചവടക്കാരന്റെ ലക്ഷ്യം ചിലപ്പോൾ ആഖിറയായിരിക്കും, മൂല്യയുടെ ലക്ഷ്യം ചിലപ്പോൾ ദുനിയാവായിരിക്കും. അത് അവർ ഇടപെടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവൻ എന്തിന്റെ ആളാണ്, ദുനിയാവിന്റെ ആളാണ്. അവരോട് താമസിക്കാൻ പാടില്ല. കാരണം അറിയാതെ അവരുടെ ചീത്ത സ്വഭാവം നമ്മളിൽ വന്നുകൂടും. പിന്നെ അഹ്ലു ബിത്താനത്ത് എന്ന വേറൊരു കൂട്ടരുണ്ട്, വെറുതെ ഓവാലത്തമ്മ ഇരിക്കുക, ബസ് സ്റ്റാൻഡിൽ ഇരിക്കുക. അങ്ങനത്തെ ഒരു കൂട്ടർ മൊത്തത്തിൽ പരിശോധിക്കാതെ തന്നെ അഹ്ലു ബിത്താനത്താണ്. മനസ്സിലായില്ല? വെറുതെ ഓവാലത്തമ്മൽ ഇരിക്കുക, അതേപോലെ തന്നെ എന്ത് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുക, പീടിയ കൊലമൻ എങ്ങനെ വെറും വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ. ആ കൂട്ടർ എന്തായാലും എന്തെന്നെ തസാഹുലിന്റെ ആളുകളാണ്. അവർ ദീൻ നിസ്സാരവൽക്കരിച്ചവരാണ്. അവർക്കൊരു ഖൈറുണ്ടാക്കണം, ഖൈറിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു ലക്ഷ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല, അല്ലേ? അങ്ങനത്തെ ഒരു കൂട്ടരില്ലേ? നേരം വെളുത്താൻ വർത്താനം പറഞ്ഞുകൊണ്ട് എവിടെ ഇരിക്കും? പറയും ഉമ്മൻചാണ്ടി അങ്ങനെ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറഞ്ഞു, അല്ല അങ്ങനെ അല്ല പറഞ്ഞാ മറ്റോ ഹജ്ജ് പറഞ്ഞത് മനസ്സിലാക്കായിട്ടാണ് ഇന്നലെ മറ്റോ, ഇന്നലെ അങ്ങനെയല്ലല്ലോ നമ്മളെ ലീഗിന്റെ യോഗത്തിൽ നിന്ന് കേട്ടതെന്ന് ഇവൻ, മറ്റോൻ അങ്ങനെ, ഇവൻ ഇങ്ങനെ. ഒരു കൂട്ടരില്ലേ അങ്ങനെ പറയാം, ഇല്ലേ? വർത്താൻ തന്നെ വർത്താൻ. ഇപ്പൊ പറഞ്ഞ നമ്മളൊക്കെ ലീഗർ തന്നെയാണ്. പക്ഷെ രാവുമ്പാലും അയിമ തന്നെ തല്ലുണ്ടാക്കി പീടിയമ്മ കൂടാ. എന്താ ചന്ദ്രികയിൽ ഇങ്ങനെയല്ലേ എഴുതി, മറ്റേ അങ്ങനെയല്ലേ എഴുതി എന്ന് പറഞ്ഞാൽ അയിമ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ട് കൂടുക. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പാർട്ടി, മനസ്സിലായില്ലേ? ക്ലബിന്റെ ആളുകള് ഓവലത്ത് മരിക്കണവര്, പെണ്ണുങ്ങൾ ബസ് കയറാനും വരുന്നവനും പോണവനും നോക്കിയിട്ട് ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും വന്ന് കുത്തിരുന്ന് സമയം കളയണ കൂട്ടര്. ഇവരൊക്കെ പരിശോധിക്കാതെ തന്നെ എന്തിന്റെ കൂട്ടരാണ്? അഹ്ലു ബിത്താൻ തന്നെ. അവരോട് സാഹസിക്കാൻ പാടില്ല, അവരോട് ഇടപെടാൻ തന്നെ പാടില്ല, അവരോട് ചങ്ങായിത്തം കെട്ടാൻ പാടില്ല, പ്രത്യേകിച്ച് നാശവും. മനസ്സിലായില്ലേ പറഞ്ഞ മനസ്സിലായില്ലേ? അഹ്ലു ബിത്താനാന്ന് പറഞ്ഞാൽ ദീനിനെ നിസ്സാരമായി കാണുന്ന ആളുകൾ, സമയം നഷ്ടപ്പെടുന്നതിൽ ഒരു ബേജാറുമില്ലാത്ത ജനങ്ങൾ, അവരാണ് അഹ്ലു ബിത്താൻ. അവരോട് ഒരിക്കലും സാഹസിക്കാൻ പാടില്ല എന്ന്. പിന്നെ വേറൊരു കൂട്ടരുണ്ട് ദീന്റെ അഹ്ലുകാര്, പ്രത്യക്ഷത്തിൽ നല്ലവരാണെന്ന് തോന്നുന്നവര്. അവരും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒഴിവാക്കേണ്ടി വരും. കാരണം ചെല്ലുമ്പോൾ കുറെ ആണ്ട് അവരെ കൂടെ പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും വരും എന്തിന്റെ ആളുകളാണ്, ദുനിയാവിന്റെ. ഓരോ ഒഴിവാക്കേണ്ടി വരും. മറ്റു ഒന്നാം ദിവസം തന്നെ ഒഴിവാക്കണം. ആരെ പീഡിക കൊലയമ ഇരുന്ന് രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കണോര്, പീഡിക കൊലയമ ഇരുന്ന് രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കണോര്, പിന്നെ ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ഇരുന്ന് സമയം കളയുന്നവര്, പിന്നെ ക്ലബിന്റെയും മറ്റത്തിന്റെയും ഒക്കെ ആളുകള്, ഇവരൊക്കെ മൊത്തത്തിൽ ഒന്നാം ദിവസം തന്നെ ഒഴിവാക്കണം. എന്നാലും നീ നല്ല ടീമിലേക്ക് കയറുള്ളൂ. എനിക്കിവിടെ കുറഞ്ഞ നേരല്ലേ ഉള്ളൂ, ആ നേരം നാശാക്കാൻ പാടില്ലല്ലോ. മനസ്സിലായോ പറഞ്ഞത്? ഇതാണ് ഇതായത് തന്നെ. ഒരു വാക്കുണ്ട്, ലാ തസഹബൻ, നീ സഹവസിക്കാൻ പാടില്ല. മൻ ലാ യൻഹലുക ഹാലുഹു വലാ 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 യുദക്കിറുക മഖാലുഹു. അവന്റെ അവസ്ഥ കൊണ്ട് നീ ഉണരുകയുമില്ല, അവന്റെ വാക്കുകൊണ്ട് നീ ഓർമ്മപ്പെടുകയുമില്ല. അങ്ങനത്തെ ഒരാളോട് സഹവസിക്കാൻ പാടില്ല. അപ്പൊ ചില ആളുകളോട് ഇടപെടുമ്പോൾ തന്നെ നമ്മൾ മോശമാണല്ലോ എന്ന് മനസ്സിലാവും. ചില ആളുകളോട് ഇടപെടുമ്പോൾ നമ്മളാണ് നല്ലവരെന്ന് മനസ്സിലാവും. ആ കൂട്ടരോട് നമുക്ക് ഇടപെടാൻ പാടില്ല. എപ്പോഴും നമ്മൾ മോശമാണെന്ന് മനസ്സിലാവുന്നവരോട് നമ്മൾ ഇടപെടാൻ പാടുള്ളൂ. തിരിഞ്ഞിട്ടില്ല. ചില ആളുകളോട് ഇടപെടുമ്പോ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ മോശമാണ്, അവരോട് ഇടപെടണം. കാരണം അവരുടെ ഹാല് കൊണ്ട് നമ്മളെ ഹാലിന്റെ മോശത്തിന് മനസ്സിലായി, അവരെ വാക്കുകൊണ്ട് നമ്മളെ പെരുമാറ്റത്തിന്റെ മോശം മനസ്സിലായി. ഒന്നിരിക്കൽ അവന്റെ ഹാല് കൊണ്ട് നീ ഉണരണം, അല്ലെങ്കിൽ അവന്റെ വാക്കുകൊണ്ട് നീ ഓർമ്മപ്പെടണം. അത് രണ്ടിനുമല്ലാത്ത ആളുകളോട് സഹവസിക്കാൻ പാടില്ല. ഇതിപ്പോ ഈ പറഞ്ഞ കൂട്ടരാണ്. ഏത് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുക, ക്ലബിന്റെ മറ്റിന്റെ കാര്യം നോക്കി നടക്കുക, ആവശ്യമില്ലാതെ UDF LDF പറഞ്ഞിട്ട് തർക്കിക്കുക. അതിനൊന്നും നിനക്കൊരു കാര്യമില്ല. നിനക്ക് ഇത്തിരി ആവശ്യമുള്ള എന്ത് 5 കൊല്ലം 4 കൊല്ലം കൂടുമ്പോ അവര് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ, ജനങ്ങളെ കാര്യത്തിലൊക്കെ പങ്കെടുക്കുക. ബസ് അത്ര തന്നെ അത് നിനക്ക് ആവശ്യം തന്നെ. ഇവിടെ രാജ്യമൊക്കെ നിലനിൽക്കണല്ലോ. ഈ പിടിയൊക്കെ കൂടുതലും പറഞ്ഞ തർക്കിച്ചിട്ട് എന്ത് കാര്യം? ആ പറഞ്ഞ അവർക്കും കാര്യമല്ല, നിനക്കും കാര്യമല്ല. ജോലി നേരങ്ങളിൽ മനസ്സിലായ പറഞ്ഞത്? അതാണ് പറഞ്ഞത്. ആ വിഭാഗത്തോട് ഒന്നാം ദിവസം തന്നെ ഒഴിവാകണം. അവരോട് വർത്താനം പറയാൻ പാടില്ല. പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. വെറുതെ വർത്താനം പേരിപ്പിക്കണം പെണ്ണുങ്ങളോട്. പെണ്ണുങ്ങൾ വെറുതെ 2-4 പെണ്ണുങ്ങൾ കൂടിയിരിക്കുക, ഒരാളെ തലയിൽ നോക്കുക, ഗീബത്ത് പറയാം. എന്താ ഇല്ലേ പറയും മനുഷ്യന്മാര് അങ്ങനെ. അത് പറയാൻ പാടില്ല. അതിന് കൂടി കൊടുക്കാൻ പാടില്ല. അടുത്തടുത്ത് വീടാകുമ്പോ ഒരാളെ സെറ്റ് ഔട്ടിന് ഒരാളെ നിൽക്കുക, മറ്റൊരാൾ അവിടെ നിൽക്കാൻ, അങ്ങനെ വർത്താനം പറയാം.
അല്ലെങ്കിൽ വേലിപ്പറ്റിൽ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ മതിൽക്കെട്ടിന്റെ അവിടെ നിൽക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാം. വെറുതെ എന്താ കാര്യം? ഒരു കാര്യമല്ല. ഒരു കച്ചവടത്തിന് പോയി കുട്ടികൾ സ്കൂളിൽ പോയാൽ പിന്നെ ഒഴിവാണ്, പിന്നെ ഗീബത്ത് അങ്ങനെ പറയാം. ഒന്നുമില്ല, വെറുതെ. അതിൽ നമുക്ക് കാര്യമല്ല. ഓളോട് സാവസിച്ചാൽ എന്റെ എല്ലാ അമലും ബാത്തിലാക്കിയുള്ളൂ. ഓളോട് സാവസിക്കണ്ട, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ലാ തസ്ഹബൻ, ഒരിക്കലും നീ സഹവസിക്കാൻ പാടില്ല. ആദ്യം നോക്കേണ്ടത് നമ്മളെ കൂട്ടം നന്നാക്കണം. നമ്മളെ കൂട്ടം നന്നാകാതെ നന്നാവൂല. അങ്ങനെ തന്നെ കള്ളന്മാരെ കൂട്ടത്തിൽ ചേർത്തോൻ സ്വാലിയാവൂല. ഓൻ എന്തേ ആകൂ? ഓൻ കളവല്ലേ പഠിക്കുള്ളൂ. കള്ളന്മാരെ കൂട്ടത്തിൽ ചേർന്നോന് മുത്തക്കയാകാൻ പഠിക്കോ? പറയടാ, മുത്തക്കയാൻ പഠിക്കോ? ഓ എന്തല്ലേ പഠിക്കുള്ളൂ? കളവല്ലേ. പോക്കറ്റടിക്കാരെ കൂട്ടത്തിൽ പോയാൽ പോക്കറ്റടിയല്ലേ പഠിക്കുള്ളൂ. അപ്പൊ അതന്നെ കൂട്ടം നന്നാക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, സത്യവാന്മാരെ കൂടെ നിൽക്കണം എപ്പോഴും എന്ന്. ലാ തസ്ഹബൻ, ഒരിക്കലും നീ സാവസിക്കാൻ പാടില്ല. പിന്നെ മന്നൊരാളോട് കാനാവനായിരിക്കുന്നു ആഹില ബിത്വാലത്തിൻ, ബിത്വാല ബിത്വാല ബിത്വാന എന്നുണ്ട് ബിത്വാല എന്നുണ്ട്, രണ്ട് ഒറ്റ അർത്ഥത്തിൽ തന്നെയാണ്. ബിത്വാന ബിത്വാന തന്നെ. അതായത് അഹ്ലുൻ തഅത്തല അമലുഹു, അവന്റെ അമലൊക്കെ ഖൈറായ അമലൊക്കെ ഓൽക്ക് മുടക്കാണ്. അവര് നേരത്തെ നിസ്കരിക്കൂല, നേരത്തെ കാര്യങ്ങൾ അമൽ ചെയ്യൂല. അവരാണ് ആര്? അഹ്ലു ബിത്വാന. അഹ്ലു ബിത്വാന ബത്നിൽ നിന്നായിരിക്കാം ബിത്വാലത്ത് ഉണ്ടായത്. ബിത്വാനത്ത് അതായത് അവർക്ക് എന്ത് മാത്രമേ നോട്ടുള്ളൂ? ഓന്റെ പള്ള കഴിഞ്ഞു പോണം. ഒരാൾ വന്നിരുന്ന്, രണ്ടാൾ ഇരിക്കാണ്, ബസ് സ്റ്റോപ്പിൽ ഇരിക്കാണ്. മൂന്നാമത്തെ ഒരാൾ വന്ന് ഷെപ്പടെ വന്ന് ചായക്കോറെ, അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടില്ലേ? മനസ്സിലായില്ല. ചെന്നടാ കേൾപ്പുന്നാന്ന് ഞാൻ മിന്നാന്ന് ചായക്കോറെന്നാല് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ എന്താണ്? ചായക്കോറെ ഇല്ലേ? എന്റെ ഇതില്ലേ പറയുമ്പാപ്പുട്ടി അങ്ങനത്തെ കൂട്ടരില്ലേ? അവരോട് ഇടപെടാൻ പാടില്ല. ചായ പൈസ പോകുന്ന രീതിയല്ല. എന്ത് ഓന്റെ ലക്ഷ്യം എന്തേ ഉള്ളൂ? എന്ത് ഇതിക്ക് ഇങ്ങനെ പിടിച്ചുവിടാന്നല്ലാത്തൊരു ലക്ഷ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ നേരെ മറിച്ച് ഓരെന്നോട് പറഞ്ഞേ, ആവട്ടെ നിങ്ങൾ എളുപ്പം വന്നതാണ്, നമുക്ക് ചായ ആക്കി തരണേ. ആയിക്കോട്ടെ, എത്ര ചായ വേണ്ടത്? ആയിക്കോട്ടെ, എന്നാ 10 ചായയും കടിയും കൊടുത്താൽ മമ്മക്കാ നിങ്ങളെ പെണ്ണിന്ന് 10 ചായയും കടിയും കൊടുക്കിയവർക്ക് പൈസ ഞാൻ വൈകുന്നേരം തരാം, അല്ലെങ്കിൽ ഇതാ പൈസ കുടിച്ചത് എത്ര, അതൊക്കെ ചെയ്യാം. ഇവൻ എന്തല്ല അവരോട് സാവസിച്ച് കൂട്ടുകാരനായില്ല. പക്ഷെ ഓരെന്ത് പറഞ്ഞേ? ഒരു 10 ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്നെ വന്നേ നമുക്കൊരു ചായക്കറി എന്ന് പറഞ്ഞാൽ ഒരു ചായയും കടിയും കുടിച്ചോ, അത് കൊടുക്കാം. എന്തില്ല ഓന്റെ സാവസിക്കണ്ടല്ല. ഒരിക്കൽ നീ അവരോട് സാവസിക്കരുത്, ഓരോന്നും കൊടുക്കരുത്, വാങ്ങരുത് എന്നല്ല. അവരോട് ഓലജി എന്താക്കരുത്, ചങ്ങാതിയാക്കരുത്. അവരെ കൂടെ പോയി നേരം കളയരുത്. അവരെ കൂടെ പോയി നീ ഇരിക്കരുത്. മനസ്സിലായില്ലേ? അവരെ കൂടെ പോയി നീ ഇരിക്കരുത്. നീ അവരെ കൂടത്ത് കൂടരുത്. അതന്നെ ലാ തസ്ഹബൻ. നോക്ക് കിതാബിലേക്ക് നോക്ക്. ലാ തസ്ഹബൻ, ഒരിക്കലും നീ സഹവസിക്കരുത്. അങ്ങനത്തെ ഒരു കൂട്ടം ഉണ്ടാവും. അതും ചിലപ്പോ നാട്ടിലുണ്ടാവും. അതിലും അള്ളാഹുക്ക് ഹിക്മത്തുണ്ടാവും. ഏത് നാട്ടിലും ഇങ്ങനത്തെ 3-4 ഉണ്ടാവും. എന്തെങ്കിലും അവരെ കൊണ്ട് എന്താ ഫായിദ? അങ്ങനെ ഉണ്ടാവും ഒരു കൂട്ടര്. പരിസരത്ത് എവിടെയെങ്കിലും ഒക്കെ പെരയിൽ പാമ്പ് കയറിയ തല്ലാൻ വരാണ് ആദ്യം ചെല്ലുക. വേറുള്ളവരൊക്കെ ഓഫീസിൽ പോയിട്ടുണ്ടാവും, കച്ചവടത്തിന് പണിക്കൊക്കെ പോയിട്ടുണ്ടാവും. ഏത് കവലിലും എന്തുണ്ടാവും? ഒരു പണിക്കും പറ്റാതെ 2-3 ആളുകൾ ഉണ്ടാവും. എവിടെയും വല്ല കോഴിക്കോട്ടിൽ ചേര കയറിയാലോ പാമ്പ് കയറിയാലോ എവിടെയെങ്കിലും തീ പിടിച്ചാലോ ആദ്യം ചെല്ലൽ ആരാണ്? ഇങ്ങനെയൊക്കെ ചെല്ലം കാണാൻ നിങ്ങൾ എന്തുണ്ട് താനും. അപ്പൊ ഇങ്ങനെയൊക്കെ ചില ചില്ലറ ഗുണങ്ങളൊക്കെ അവരെ കൊണ്ട് ഉണ്ടാവും ചെയ്യും. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മോശം കാണുകയാണെങ്കിൽ അവർ പിന്നാലെ കൂടും. പിന്നെ രാത്രി ആയാലും പിന്നെ അവർ ചിലപ്പോൾ കവലയിലുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും അവിടെ ഇവിടെ കയറിയോ വരിയോ പോയോ എന്നൊക്കെ എന്തെങ്കിൽ പിന്നാലെ കൂടാനും പാച്ചനും ഇതൊക്കെ എന്തുണ്ടാവും അല്ലേ? ഇവരുണ്ടാവും. ഇവര് സ്വയം നേരത്തെ കടന്നുറങ്ങുള്ളൂ. പിന്നെ അവർ ഉച്ചവരെ ഉറങ്ങും. അവരൊപ്പം കൂടാൻ പാടില്ല, അവരോട് താമസിക്കാൻ പാടില്ല. അവരെ കൊണ്ടൊക്കെ ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടായേക്കാം. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, ഒന്നും പഠിച്ചോ വെറുതെ പഠിച്ചിട്ടില്ല. പല കൊണ്ടുവന്നൊരു കാര്യമുണ്ടോ, പക്ഷെ ആ കൂട്ടത്തിൽ കൂടണ്ട, നല്ലവരല്ല. പിന്നെ ദീൻ കാര്യത്തെ നിസാരവൽക്കരിക്കുന്ന കൂട്ടത്തിലും കൂടരുത്.
ഒന്നും ചെയ്യാത്തവർ, രണ്ട് അത് നിസ്സാരമായി പരിഗണിക്കും. അഹ്ലു ബിത്താന എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാത്തവര്. പിന്നെ തസാഹുലും ബിദ്ദീൻ, അതിന്റെ രണ്ടാമത്തെ ഭാഗം തസാഹുലും ബിദ്ദീൻ, ദീന്റെ കാര്യത്തെ നിസ്സാരവൽക്കരിക്കുക, അവരെ കൂട്ടത്തിൽ കൂടരുത്. ദാക്കഹുൽ ബല, അതാണ് മുസീബത്ത്. മുസീബത്തിലെ ഏറ്റവും വലിയ മുസീബത്ത് എന്താണ്? ദീനിനെ നിസ്സാരവൽക്കരിക്കലാണ്. ആ കൂട്ടത്തിൽ കൂടാൻ പാടില്ല എന്ന്. അർത്ഥം പറയും. ഒരിക്കലും നീ സഹവസിക്കരുത് മൻ ഒരാളോട്, കാന അവൻ ആയിരിക്കുന്നു, എന്തിലായിരിക്കുന്നു? അഹില ബിത്വാനത്തിൻ, ബിത്വാനത്തിന്റെ അഹിലായിരിക്കുന്നു. ബിത്വാനത്തിന്റെ അഹിൽ പറഞ്ഞാൽ ഖൈറായ അമലിൽ നിന്നൊക്കെ മുടങ്ങി നിൽക്കുന്നവര്. അവർക്ക് എന്തേ നോട്ടുള്ളൂ? ഓലെ പള്ള കഴിയണം. തസാഹുലിൻ ഫിദ്ദീനി, ദീനിനെ നിസ്സാരവൽക്കരിക്കുന്ന കൂട്ടത്തിനും അവർ പെട്ടിരിക്കുന്നു. മുസീബത്തിലെ ഏറ്റവും വലിയ മുസീബത്ത് ദീനിനെ നിസ്സാരവൽക്കരിക്കലാണ്. അവരെ കൂട്ടത്തിൽ കൂടെ തന്നെ ചെയ്യരുത്. കൂടിയാൽ നിന്റെ എല്ലാ അമലാണ് ബാത്തിലാവും, നിന്റെ സമയം മുടക്കാവും, നിനക്ക് അന്ന് ചെയ്യുന്ന പണി ചെയ്യാൻ കഴിയൂല. അല്ലാതെ ഒരു കാര്യം അവരെ കൂട്ടത്തിൽ കൂടെ നിനക്ക് ഉണ്ടാവില്ല, നഷ്ടപ്പെടുള്ളൂ. അള്ളാഹു തആല കാക്കട്ടെ. പിന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ല. തുജാലിസുൽ മൗതാങ്ങൾ, മരിച്ചോരെ കൂട്ടത്തിൽ ഇരിക്കരുതെന്ന് സയ്യിദുനാ ഈസ. അപ്പോൾ ചോദിച്ചു മനിൽ മൗത, മരിച്ചോരി എന്നാൽ ആരാണ്? അപ്പോൾ പറഞ്ഞു മരിച്ചോരി എന്ന് പറഞ്ഞാല് ആരാണ്? അർറാഗിബൂന ഫിദ്ദുനിയാ, അർറാഗിബൂന ഫിദ്ദുനിയാ അൽ മുഹിബ്ബൂന ഫിദ്ദുനിയാ വറാഗിബൂന ലഹാ. ദുനിയാവിനെ പ്രിയം വെക്കുന്നവർ, അതിനു വേണ്ടി പണിയെടുക്കുന്നവർ. ഒരു ലക്ഷ്യം എന്ത് മാത്രം? ദുനിയാവ് 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 തന്നെ. അത് കുറച്ചും കൂടി വിശാലമായ അർത്ഥത്തിലേക്ക് പോകും. അതായത് ചിലപ്പോ ആ ഖൈറിന്റെ അഹ്ലുകാരായി കാണുന്നവരും ഉള്ളിന്റെ ഉള്ളിൽ എന്തിന്റെ അഹ്ലുകാരാവും? ദുനിയാവിന്. ഒരപ്പം കൂടാൻ പാടില്ല, ഒരപ്പം കൂടാൻ പാടില്ല. പിന്നെ അതായത് അതൊക്കെ നിങ്ങൾ ഒഴിവാക്കി പോയി തന്നെ വേണം. അങ്ങനെ പോകണം, അങ്ങനെ പോകണം. ഉദാഹരണം, ഒന്നാം ദിവസം തന്നെ നമ്മൾ കണ്ടത്തുനിന്ന് എടുത്തിട്ട് കളത്തിൽ ഇടുമ്പോൾ തന്നെ എന്ത് പോകുന്നറിയോ? പതിര് ചേറ്റിക്കളയും, പതിര് കളയും. എന്നിട്ട് എന്തെടുക്കും? നിലത്തുനിന്ന് കറ്റ കൊയ്ത് കൊണ്ടുവന്ന് കളത്തിലിടും. കളത്തിലിട്ടതിന്റെ അതിന് ശേഷം അത് മെതിച്ച് ക്ലിയർ ആക്കിയിട്ട് വൈക്കോൽ സൈഡിലേക്ക് ഇട്ടിട്ട് പിന്നെ എന്ത് ചെയ്യും? ഒന്നിരിക്കൽ ഫാൻ ഇടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടും. എന്ത് ചെയ്യും? അത് പാറ്റുമ്പോ ഒന്നാം ദിവസം തന്നെ എന്ത് കളയും? പതിര് കളയും. എന്നിട്ട് ബാക്കിയുള്ളത് അകത്തേക്ക് ഇടും. അതായത് അതില് സത്യത്തില് ചെറിയ കനുണ്ടാവും, ചെറിയ കനുണ്ടാവും, എന്നാലോ അതിൽ ഒന്നോട്ട് ഉണ്ടാവില്ല. അതായത് കുത്തിയാലൊന്നും കിട്ടൂല. എന്നാ അതിന്റെ ഉള്ളിൽ ചെറിയൊരു വറ്റിയ ഒരു സാധനം, അങ്ങനെ അരിമണി അല്ലാത്തൊരു സാധനം ഇങ്ങനെ വറ്റിക്കിടക്കും. അപ്പൊ എന്താവും? പതിരിനേക്കാളും ഇതിനെന്തുണ്ടാവും? കനുണ്ടാവും. ഒന്നാം ദിവസം ഇത് ഉള്ളിൽ കയറും. ആര്? ഈ പതിരല്ലാത്ത എന്താ അതിന്റെ പേര് പറയാ? മുൾപ്പതിര്. ഇത് ഒന്നാം ദിവസം ഉള്ളിൽ കയറും. ആരെ കൂടെ കയറും? നെല്ലിന്റെ കൂട്ടത്തിൽ ഇത് കയറും. പക്ഷെ പിന്നെ എന്ത് ചെയ്യുന്നറിയോ? കുത്താനും മറ്റോ എടുക്കുമ്പോ, ഇത് നെല്ല് കുത്തി അരിമണിയാക്കാൻ എടുക്കുമ്പോ അതിനുള്ള ശുദ്ധീകരണത്തിൽ ആര് പോവും? ഈ മുൾപ്പതിനും പോവും. ആര് മാത്രമേ പിന്നെ കയറുള്ളൂ? അരിമണിയുള്ളൂ മാത്രം. മനസ്സിലായ പറഞ്ഞത്? നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലിരിക്കല്, ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നവര്, രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കുന്നവര്, ഇവര് ഒന്നാം ദിവസം നമ്മൾ പുറത്താക്കണം. പിന്നെ വേറെ കൂട്ടരുണ്ട്, ഓലെ കോലും തലീക്കെട്ടും ചെയ്യലും കോങ്ങിയും പിന്നെ ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് തോന്നും? ഓരൊക്കെ എന്താന്ന് തോന്നും? ദീനിന്റെ അഖിലുകാരാന്ന് തോന്നും. പക്ഷെ അത് മുൾപ്പതിനാണ്. എന്തില്ല? സത്യത്തിൽ അതിന്റെ ഉള്ളിൽ എന്തില്ല? മണിയൊന്നുമില്ല. ഒരു ദുനിയാവിന്റെ കൂട്ടരാണ്. അതെ, അങ്ങനെ തന്നെ. കയ്പ് രസ. അത് പിന്നെ എന്താവുന്ന രണ്ടാമത്തെ പാറ്റല്ലേ, അത് മണിയാക്കി എടുത്ത് പിന്നെ കുട്ട കൊണ്ടുപോകുമ്പോ ചേറുമ്പോ കൂട്ടത്തിൽ ആരും പോവും. അല്ലെങ്കിൽ കുത്തിയിട്ട് നെല്ലില് മില്ലിൽ കൊണ്ടുപോയിട്ട് ഇട്ടാലും എന്ത് ചെയ്യും? അത് പുറത്ത് രണ്ട് കഷ്ണാക്കി പൊട്ടിയും മാറും എന്നല്ലാതെ എന്താവില്ല, അത് തൊലിഞ്ഞിട്ടൂല. കാരണം തൊലിയാനേല് ഒന്നുമില്ല, തൊലിയാനൊന്നുമില്ല. പിന്നെ മണി ഉണ്ടെങ്കിലല്ലേ തൊലിയുള്ളൂ, ഒന്നുമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? തന്നെ. അപ്പൊ ഒന്നാം ദിവസം തന്നെ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നവരെയൊക്കെ നിങ്ങളെ കൽബിന്ന് കളയണം. ഓല കൂട്ടത്തിൽ ഇരിക്കരുത്. പിന്നെ കോലം ചെയ്യലൊക്കെ നല്ലവരെ കൂട്ടത്തിൽ നിങ്ങൾ ഇരുന്നോളി. ഓരോ ദിവസം കഴിയുമ്പോൾ അവർ മോശത്തരാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മെല്ലെ ഒഴിവാക്കി നീക്കാൻ പോരണം. ഈ ഉള്ളിലേക്കാണ് പോരണം.
അവൻ നിനക്ക് നാട്ടിൽ അംഗീകരിക്കാൻ ചിലപ്പോ ഒരാളെ കിട്ടിയില്ല എന്ന് വന്നേക്കാം. വേണ്ട, ഒറ്റക്കുന്നാളാ. അതാണ് ഇനി അടുത്ത വാക്ക്. അസ്ലത്തുൽ ഔല ഇദാ ഫസദ സമൻ. കാലഘട്ടം ദുഷിച്ചു പോയാൽ പിന്നെ ഏകാന്തവാസമാണ് ഏറ്റവും നല്ലത്. അതിന് പറ്റൊരാളും ഇല്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യാ? ഒറ്റക്ക് എങ്ങനെ പോവുക? അതിന്റെ അർത്ഥം ഒറ്റക്ക് പോവുക പറഞ്ഞാൽ ഒറ്റക്ക് എന്നല്ല, അതിലൊരു ഇരട്ടക്കുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായില്ല. അതില് ഇരട്ടക്കുണ്ട്, എന്നാലും ഒറ്റക്കാണ്. ചില ആളുകൾ ഒറ്റക്ക് തന്നെയാണ്, എന്നാലും ഒരു ഇരട്ടക്കായിരിക്കും. നാട്ടിലൊക്കെ ഉണ്ടാവും, എന്നാ ഒന്നിലോട്ട് ഉണ്ടാവില്ല. ഖൈറായ സസിലൊക്കെ എന്ത് ചെയ്യും? കൂടും, കൂടുമ്പോഴത്തിന് കൂടും, ഇറങ്ങുമ്പോഴത്തിന് പോവും. മനസ്സിലായില്ല. അങ്ങനെ ഒരു തരം എന്ത് കളി ഇങ്ങനെ കളിക്കണ പിടുത്തം കിട്ടാത്തൊരു മുഴിന്റെ കളി കളിക്കണ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ട് കളിക്കണ്? ഇവരെ കൂട്ടത്ത് കൂടാൻ പറ്റൂല. എന്നാ അവരെ പ്രത്യക്ഷത്തിൽ നല്ലവരെന്നെ അതിലൊന്നും അവരിട്ടുണ്ടാവില്ല, എന്നാ അവര് എതിർക്കാനുണ്ടാവില്ല. അങ്ങനെ കളിച്ചെങ്ങനെ പോവും. മനസ്സിലായില്ലേ പറഞ്ഞത്? വല്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതെന്ന് പറ്റുള്ളൂ. കാരണം എന്താ? നമ്മൾ ആ കൂട്ടത്തിൽ കൂടി നമ്മളെല്ലാം ഈ ഈമാനോട് പോയി പോവും. പിന്നെ അതാണ് ഈമാൻ, നമ്മൾ മനസ്സിലാവും. അത് ഈമാനല്ല, അത് ദുന്യാവാണ്. ചില കൂട്ടങ്ങളിലും ചില യോഗങ്ങളിലും ഒക്കെ പങ്കെടുത്താല് അവിടുത്തെ ദുന്യാവ് ദീനാന്ന് നമ്മൾ വിചാരിച്ചോ. സത്യത്തിൽ അവിടെ ദീനുണ്ടാവില്ല. എന്തേ ഉണ്ടാവുള്ളൂ? എന്നാലും പോകാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ തിരിഞ്ഞു കളിക്കും. നല്ലാണ് ഇത് ജമാഅത്തും ചെയ്യും. ഏകാന്തവാസമാണ് ഈ കാലഘട്ടം ദുഷിച്ചു പോവുക എന്നൊരു സംഗതി ഉണ്ട്. ചില കാലങ്ങൾ ദുഷിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? അങ്ങനെ തന്നെ ദുഷിച്ച കാലം എന്ന് പറയുന്നത് എന്താന്നറിയോ? എന്നോ ദുഷിച്ചു എന്നാ. അപ്പൊ പിന്നെ ഇന്ന് ദുഷിച്ചോ എന്ന് ചോദിക്കേണ്ട ആവശ്യം ഇല്ല. ഇന്ന് ദുഷിച്ചോന്ന് ചോദിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, മുക്കുവന് മീന് മണക്കൂല. മുക്കുവന് മീന് മണക്കൂല. മനസ്സിലായില്ല? രാവും പകലും വെള്ളത്തിലും തോണിയിലും മീനിന്റെ വഞ്ചിയിലും വലയിലും കിടന്ന് കളിക്കണവനാണ് മുക്കുവൻ. മുക്കുവൻ എന്താവൂല? മീൻ മണക്കൂല. അതാണ് ഇപ്പൊ നമ്മളെ അവസ്ഥ. മനസ്സിലായില്ല? നമ്മക്കിപ്പൊ കാലം ദുഷിച്ചോന്ന് തോന്നാത്ത എന്തുകൊണ്ടാ? നമ്മൾ മുക്കുവനാണ്, നമ്മളതിൽ പെട്ടിട്ടുണ്ട്. നമ്മൾ വലയിലും വഞ്ചിയിലും വെച്ച് കളിക്കുകയാണ്. ഈ ദുഷിച്ച കാലഘട്ടത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്ത എന്തുകൊണ്ടാണ്? കാലം ദുഷിക്കാത്തോണ്ടല്ല, നമ്മളും എന്തിൽ പെട്ടുപോയി? ആ കൂട്ടത്തിലാണ്. അതിൽ നിന്ന് മാറുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതിൽ നിന്ന് മാറി വൃത്തികേട് ഒഴിവായാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് എന്ന് നമ്മളതിലങ്ങനെ കൂടി. ഒന്നാം ദിവസം ഗൾഫ് പോയി. അപ്പോൾ എന്തോ ഒരു ഈത്തപ്പനന്റെ പായം കൊടുത്തു. അറബി ഒരു ഈത്തപ്പന്റെ പായ കൊടുത്തു. ഒരു മസ്രായില് പിന്നെ ഒരു പണിക്കാരനൊപ്പം കൂട്ടിയും കൊടുത്തു. അപ്പൊ എന്തും ചെയ്ത് അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടി. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഗൾഫ് എന്നോ മനസ്സിലാക്കി. മനസ്സിലായില്ല? വലിയ ഉദ്യോഗമൊക്കെ വിവരമൊക്കെ ഉള്ള ആളാണ്. വലിയ ആളൊക്കെ തന്നെയാണ്. നല്ല വിവരവും അറിവൊക്കെ ഉള്ള ആൾ തന്നെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓന് എന്താന്നറിയോ? പിന്നെ നല്ലൊരു ജോലിയൊന്നും കിട്ടിയില്ല. നേരെ കൊണ്ടുപോയി അറബി മസ്റയെ കൊണ്ടുപോയി. അവിടെ ഈത്തപ്പന പായൊക്കെ കൊടുത്ത് അതിൽ കിടന്ന് ഇവന്റെ മോന് പിന്നെ ഇപ്പം മൂടിയമാതിരി ഇങ്ങനെ കൂടി എന്ന്. പിന്നെ അവന് ഗൾഫ് മനസ്സിലാകണമെങ്കിൽ അവിടുന്നൊക്കെ അവൻ രക്ഷപ്പെട്ടോ യഥാർത്ഥ നാഗരികതയിൽ ചേർന്ന് ഇവൻ വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. അതനുസരിച്ച് ജോലിയൊക്കെ കിട്ടി. അതിനനുസരിച്ച് ഫ്ലാറ്റും സൗകര്യവും ഭക്ഷണവും കാര്യവും കൂട്ടവും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ ആ മസ്റായ പഴയ കാലത്ത് 4 കൊല്ലോ 8 കൊല്ലോ പാർത്ത് ആ റൂമിൽ നോക്കാനോ ചിന്തിക്കാനോ അവിടെ പോയി മിനിറ്റ് ഇരിക്കാനോ കഴിയൂല. എന്നാ ഒന്നാം ദിവസം വന്നപ്പോൾ ഇപ്പം വിചാരിച്ച് ഗൾഫ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ്. അപ്പൊ നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിന് ഒഴിവാകണം. എന്നിട്ട് എന്ത് ചെയ്യണം? നല്ല കൂട്ടത്തിൽ കൂടി ഇരിക്കുമ്പോഴേ സത്യത്തിൽ നമ്മളിപ്പോൾ ചെന്നുപെട്ട വൃത്തികേട് എത്ര മോശപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്കിപ്പോൾ അത് മനസ്സിലാവൂല. നമ്മൾ ഇതൊക്കെ തന്നെയാണ് ഈ ദുനിയാവ് തന്നെ മനസ്സിലാക്കണം. നമ്മളിപ്പോ തിരുവനന്തപുരത്തെ കുറച്ച് തല്ലും UDF ആയാലും LDF ആയാലും രാവും പകലും ഇതിനു വേണ്ടി വാദിക്കലും ഇങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കുറ്റം തെറ്റൊന്നും ആയിട്ടല്ല ഇപ്പൊ പറഞ്ഞത്. നമ്മൾ തെറ്റായും കുറ്റായതുകൊണ്ടല്ല പറഞ്ഞത്. ഇതൊക്കെ തന്നെയാണ്. ഇതന്നെയാണ് ഇസ്ലാമിലും സ്വർഗത്തിൽ പോകാനൊക്കെ ഉള്ള വഴി നമുക്ക് മനസ്സിലാകണം. എന്തുവാണ് അതേത് മനസ്സിലാകലാണ്? ഈത്തപ്പനപ്പായി കിടന്ന് കക്കൂസ് പോയിട്ട് പൗതി കഴുകാതെയും പോലെ ആടിന്റെ മസ്റായിൽ ഇങ്ങനെ മറ്റേ ആട് ജീവിതം എന്ന് പറഞ്ഞ ബുക്കുണ്ട്. അതിൽ പറഞ്ഞ അക്വാലത്തിൽ ഇപ്പൊ ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോ ഇപ്പം വിചാരിക്കണത് എന്തെന്നെയാണ്? ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്താവുക. അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന്.
അങ്ങനെയൊക്കെയാണ് ഒക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ ഹോട്ടലിലെ മുതലാളി പ്ലേറ്റ് കഴുകുന്നവനോട് പറഞ്ഞ്, എന്ത് കണ്ടിട്ടില്ല ആ പെരിന്തൽമണ്ണി മണ്ണാർക്കാടൊക്കെ വലിയ വലിയ ബിൽഡിങ് ഞാൻ ഇങ്ങനെ പ്ലേറ്റ് കഴുകിയിട്ട് അതിൽ ഏകദേശമൊക്കെ ഞാൻ ഇങ്ങനെ പ്ലേറ്റ് കഴുകിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ആരോട്? മുതലാളി ആരോട് പറഞ്ഞ്? കഴുകുന്നവനോട്. അപ്പൊ ഉപ്പം പറഞ്ഞ് എന്താണെന്നറിയോ, ബാക്കിയും കുറച്ചും കൂടി അവിടെ ബാക്കി ഉണ്ടല്ലോ, ഞാൻ കഴുകണ്ട, അതും കൂടി നിങ്ങൾ ഇത് കഴുകാണ്ടാണ്ട് മൈകളിന്ന്. മനസ്സിലായി? അപ്പൊ എന്ന് പറഞ്ഞത് പോലെ ഇതിങ്ങനെ കൂടുമ്പം ഇവൻ എന്ത് വിചാരിക്കാന്നറിയോ, ഇങ്ങനെ കഴുകിയാലായിരിക്കും അതൊക്കെ പിന്നെ വാങ്ങാൻ കഴിയാന്ന് ഇവനൊരു കണക്കാക്കലാണ്. അതോന് മനസ്സിലാകണമെങ്കിൽ ഇത് ഇവിടുന്നൊക്കെ മാറിയിട്ട് വേറൊരു കൂട്ടത്തിൽ ഇരിക്കണം. അതാണ് മുജാലസാത്ത് സ്വാലിഹീനൽ ഫുള്ളല, സാലിഹ്യങ്ങളെ കൂടെ ഇരിക്കണം. ലാസ്റ്റ് പറയുന്നുണ്ട്, സാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോലം നല്ലൊരുന്നല്ല, ഉള്ള നല്ലൊരുന്നാ ലാസ്റ്റ് പറയും. പിന്നെ എന്താ പറഞ്ഞ അടുത്ത വാക്ക് എന്താ? അസ്ലത്തു ഏകാന്തവാസമാണ് അൽ ഔല ഏറ്റവും നല്ലത്. ഇതാ ഫസദ സമൻ കാലഘട്ടം ദുഷിച്ചു പോയാൽ ഏറ്റവും നല്ലത് ഏകാന്തവാസമാണ്. ദീനീയ മാർഗത്തിൽ ഉള്ള ഫിത്നയാൽ മുബിത്തല പരീക്ഷിക്കപ്പെടുമെന്ന് അവൻ ഭയപ്പെട്ടു. എന്നാലും ഏകാന്തത, അതായത് ദീനി മാർഗത്തിൽ പരീക്ഷിക്കപ്പെടുക. ആ ദീനി മാർഗത്തിൽ പരീക്ഷിക്കപ്പെടുക എന്നാൽ എങ്ങനെയെന്നറിയോ, കൂട്ടത്ത് കൂടിയ പ്രശ്നമായി. ഇതിന്റെ ആളാ, ഒന്നിന്റെ ആളാ, മനസ്സിലായില്ല. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ഉണ്ടല്ലോ. എന്ത് മനസ്സിലായില്ല? ഇപ്പോഴത്തെ അവസ്ഥയല്ലേ എന്ത്? ഏത് കൂട്ടത്ത് കൂടിയാലും മറ്റൊരുക്കെതിരായി, ഇത് കൂടിയാ മറ്റിനെതിരായി, മറ്റു കൂടിയാ ഇതിനെതിരായി. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായല്ലോ. ഔ ഖാഫ, അല്ലെങ്കിൽ അവൻ ഭയപ്പെട്ടു. മിൻ ഫിതനിൻ ബിദീനിൻ മുബ്തല, ദീൻ കാര്യം കൊണ്ട് ഉള്ള ഫിത്നയെ അവൻ ഭയപ്പെട്ടു. മുബ്തല, അതിനാൽ പരീക്ഷിക്കപ്പെടുന്നവനാവും എന്ന് അവൻ ഭയപ്പെട്ടാൽ പിന്നെ അവിടെ ഏറ്റവും നല്ലത് എന്താ? ഏകാന്തത, മാറിക്ക എന്ന്. മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ മാറി നിൽക്കലിന്റെ വിശദീകരണം ഉണ്ട് അടുത്ത വരി, അതും കൂടി പറഞ്ഞാൽ വിശദീകരിക്കാം. ഇപ്രകാരം തന്നെ ഹറാമോ ഹലാലോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിഷയത്തിൽ സംഭവിക്കുമെന്ന് ഭയപ്പെട്ടാലും മാറി നിൽക്കാൻ നല്ലത്. ഹറാമോ ഹലാലോ എന്ന് അറിയപ്പെടാത്ത, എന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ധനം, കാര്യങ്ങൾ, ഇതിലൊക്കെ സംഭവിക്കുമെന്ന്, അല്ലെങ്കിൽ തനിച്ച ഹറാമാണെന്ന്, ഹറാമിൽ സംഭവിക്കുമെന്ന് ഭയപ്പെടുക, അല്ലെങ്കിൽ ഹറാമാണോ ഹലാലോ എന്ന് തിരിച്ചറിയില്ല, അങ്ങനത്തെ സംഭവിക്കുമെന്ന് ഭയപ്പെടുക. എന്നാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് പോലെ അസ്ലത്തു ഏകാന്തതയാണ് ഔല ഏറ്റവും നല്ലത്. ഇതാ ഫസദ സമൻ കാലഘട്ടം ദുഷിച്ചു പോയാൽ ഏറ്റവും നല്ലത് ഏകാന്തവാസമാണ്. ഔ ഖാഫ മിൻ ഫിതനിൻ, അല്ലെങ്കിൽ ഫിത്നയാൽ അവൻ ഭയപ്പെട്ടു. ബിദീനിൻ, ദീൻ കാര്യം കൊണ്ട് ഫിത്ന ഉണ്ടാകലിനാൽ അവൻ ഭയപ്പെട്ടു. മുബ്തലൻ, പരീക്ഷിക്കപ്പെടുമെന്ന്. ദീൻ കാര്യം കൊണ്ട് ഫിത്നയായി പരീക്ഷിക്കപ്പെടുമെന്ന് അവൻ ഭയപ്പെട്ടാലും എന്താ നല്ലത്? മാറി നിന്ന് ഏകാന്തവാസം. പിന്നെ അത് പ്രകാരം ഏകാന്തവാസമാണ് നല്ലത്. ഇദാ ഖാഫ, അവൻ ഭയപ്പെട്ടാൽ അൽ വുഖൂഅ ബിശുബ്ഹത്തിൻ, ഹറാമാണോ ഹലാലാണോ തിരിച്ചറിയാത്ത വിഷയത്തിലോ, ഔ ഫി ഹറാമിൻ, അല്ലെങ്കിൽ ഹറാമാകുന്ന വിഷയത്തിലോ, അല്ലെങ്കിൽ ഇതിനോട് തുല്യമായതിലോ സംഭവിക്കുമെന്ന് ഭയപ്പെട്ടാലും നല്ലത് തന്നെയാണ് ഏകാന്തത. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഒരു ഉദാഹരണം പറയാം. വളരെ ഖാലിസായ ഹലാല് കഴിക്കാതെ ഒരിക്കലും ഇബാദത്ത് പൂർണ്ണതയിൽ എത്തൂല. വളരെ ഖാലിസായ ഹലാല് കഴിക്കാതെ ഇബാദത്ത് പൂർണ്ണതയിൽ എത്തൂല. ഒരിക്കലും എത്തൂല. ഒരിക്കലും നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകും എന്ന് വിചാരിക്കണ്ട. ഭക്ഷണത്തിൽ മോശം വന്നു പോയാൽ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവില്ല. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ പറ്റിയ ദിക്ർ പറഞ്ഞേരിന്ന് പറഞ്ഞ തലക്ക് പുണ്ണാക്കിയിട്ട് ഒരു കാര്യമില്ല. നിസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടാക്കാവുന്ന ഒറ്റ ദിക്റുമില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നിസ്കാരം എന്നത് അമലല്ലേ? അമൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? രക്തം തടിയിലൂടെ ഓടണ്ടേ? രക്തം എന്തിനാൽ ഉണ്ടാവുന്നു? ഭക്ഷണത്താൽ. അപ്പോൾ ഭക്ഷണം പൂർണ്ണമായും എന്താകണം? അള്ളാഹു അനുവദിക്കുന്ന ഭക്ഷണമായിരിക്കണം. ഹറാമായ സമ്പത്ത് കൊണ്ട് ഉണ്ടായ ഭക്ഷണം അത് നീ കഴിച്ചാൽ, ഇപ്പൊ ഏതായാലും കഴിക്കൂല, ഇജ്ജ് നല്ലാകാൻ തീരുമാനിച്ചു, നിന്റെ ഭക്ഷണത്തിൽ എന്തില്ല? ഹറാമില്ല. പക്ഷെ ഒരു സദ്യക്ക് നീ പോയാൽ ഹറാമായ ഭക്ഷണം കയറും. ഒന്നിരിക്കൽ തനി ഹറാമ്, അല്ലെങ്കിലോ ഹറാമാ ഹലാലോ എന്ന്
തിരിച്ചറിയാത്തത്? ഉദാഹരണം പറയാം. ഒരാൾക്ക് 2 ഏർപ്പാടുണ്ട്. ഒന്ന് ഹറാമുമാണ്, ഒന്ന് ഹലാലുമാണ്. അപ്പോൾ അവന്റെ ശുബഹത്താണ്. ഒരാൾക്ക് ഹറാമ മാത്രമാണ്, അപ്പോൾ അവന്റെ ഭക്ഷണം പൂർണ്ണമായ ഹറാമാണ്. മറ്റേ ശുബഹത്താണ്. ആദ്യം പറഞ്ഞ ശുബഹത്ത്, രണ്ടാമത്തെ ഹറാമ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? 2 കാര്യം പറഞ്ഞു. ശുബഹത്താണെങ്കിലും ശുബഹത്തിന്റെ ഭക്ഷണം കഴിച്ചാൽ എന്താവൂല? ഇബാദത്ത് സ്വീകരിക്കപ്പെടൂല. ഇബാദത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഭക്ഷണം എന്തായിരിക്കണം? എന്താ ഉറങ്ങണത്? എന്താണ് രാവിലെ വന്ന് ഉറങ്ങണത്? പറഞ്ഞത് മനസ്സിലായില്ല. ഒരു ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ ഭക്ഷണം പൂർണ്ണമായി ഹലാലാകണം. ഖുശൂ ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഖുശൂ ഉണ്ടാവില്ല? എന്തുകൊണ്ട് ഖുശൂ ഉണ്ടാവില്ല? എന്തുകൊണ്ട്? എത്ര 10-13 കൊല്ലങ്ങളിന്റെ ക്ലാസ് പങ്കെടുത്തിട്ട് എന്താണ് കാരണം? ഒരാൾ പറയും, എന്തുകൊണ്ടാണ് ഹറാമായ ഭക്ഷണം കഴിക്കുന്നവന് ഖുശൂ ഉണ്ടാവാത്തത്? ഖുശൂ എന്നാല് ഖൽബിലേക്കുള്ള അള്ളാഹുവിന്റെ നോട്ടത്തിൽ നിന്നാണ് ഉണ്ടാവുക. ആ നോട്ടം ഇവന് ലഭിക്കണമെങ്കിൽ മലായിക്കത്തിന്റെ ഹുദൂർ ഇവന് വേണം. മലായിക്കത്തിന്റെ ഹുദൂർ ഇവന് ഉണ്ടാകൂല. എന്തുകൊണ്ട്? ഇന്ന ശൈത്താനെ ബിനി ആദമ മജ്റദ്ദമി. ഹറാമായ ഭക്ഷണം കഴിച്ച സ്ഥിതിക്ക് ഇവന്റെ സിരകളിലൂടെ ആരാണ് നടക്കുന്നത്? ശൈത്താന്. ഷെയ്ത്താൻ സിരകളിലൂടെ നടക്കുന്ന ആ മനുഷ്യന് ഒരിക്കലും എന്തുണ്ടാവില്ല? അള്ളാന്റെ നോട്ടം കൽബിലേക്ക് ഉണ്ടാവില്ല. അള്ളാന്റെ നോട്ടം കൽബിലേക്ക് ഉണ്ടാകാതെ ഒരൊറ്റ പോയിന്റിൽ കൽബിനെ കൊണ്ടുവരാൻ കഴിയില്ല. വസ്വാസാവും. വസ്വാസ് എങ്ങനെ ഉണ്ടാവുകയാണ്? വസ്വാസ് എങ്ങനെ ഉണ്ടാവുക? അള്ളാന്റെ നോട്ടം എവിടേക്കില്ല? കൽബിലേക്കില്ല. അതുകൊണ്ട് ഒരു പോയിന്റിൽ കൽബിനെ കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? വസ്വാസ്. വസ്വാസ് ആരുണ്ടാക്കുന്നതാണ്? ഷെയ്ത്താന്റെ പേരെന്നെ വസ്വാസല്ലേ? അവനൊരു കാര്യത്തിൽ ഉറപ്പില്ല. ആർക്ക്? ശൈത്താന് ഉറപ്പില്ല. ഓനാസ്വാസിന്റെ ആള്. ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് അള്ളയാണ്. ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അള്ളാന്റെ നോട്ടം എവിടേക്ക് ഉണ്ടാവണം? ഇവന്റെ എല്ലാ ബ്ലഡ് സർക്കുലേഷന്റെയും കേന്ദ്രമാണല്ലോ കൽബ്, അല്ലേ? എന്താ ഉറങ്ങണത്? എല്ലാ ബ്ലഡ് സർക്കുലേഷന്റെയും ഒരു കേന്ദ്രമല്ലേ എന്ത്? കൽബ്. ഈ കൽബ് വഴി കൽബിലേക്ക് ആരെ നോട്ടം വേണം? അള്ളാന്റെ നോട്ടം വേണം. അള്ളാന്റെ നോട്ടം ഇവന് ഉണ്ടാവൂല. കാരണം ഇവന്റെ രക്തത്തിൽ ആരാണ് ഓടണത്? ഷെയ്ത്താൻ. ഷെയ്ത്താൻ ഓടാനുള്ള സൗകര്യം ഉണ്ടാക്കി. ചില ഷെയ്ത്താനെ രക്തം തന്നെ റിജക്ട് ചെയ്യും. എന്തുകൊണ്ട്? ആ രക്തത്തുമേൽ നിൽക്കാൻ ഷെയ്ത്താന് കഴിയില്ല. അത് ഖാലിസായ ഹലാലായിരിക്കും. അപ്പോൾ പിന്നെ എന്താണ് വിഷയം? 2 ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കൊണ്ട് നമുക്ക് ഇബാദത്ത് സ്വഹിയാവൂല. സ്വഹിയാവൂല എന്ന് പറഞ്ഞാൽ കൽബിലേക്ക് ഖുശൂ ഉണ്ടാവൂല. ഒന്നെന്ത്? ഹറാമ്. രണ്ടാമത്തെ എന്ത്? ശുബഹത്ത്. ഇന്ന് ഏകദേശം ഭക്ഷണം എല്ലാം ശുബഹത്താണ്. ഹറാം അല്ലെങ്കിലും എന്താണ്? ശുബഹത്താണ്. തിരിച്ചറിയാത്തത് എന്താണെന്ന് അറിയൂല. ചിന്തിക്ക് എന്ന്. അപ്പൊ അത് തന്നെ. അപ്പോൾ അവിടെ നല്ലത് എന്താ? പരമാവധി സദ്യകളിൽ പങ്കെടുക്കാതിരിക്കാം. അപ്പൊ ജനങ്ങൾ വെറുക്കൂലേ? ജനങ്ങൾ വെറുപ്പവന് വിഷയമല്ല. അവന് ആരെ വെറുപ്പ് വിഷയമുള്ളൂ? അള്ളാഹ് വെറുപ്പ്. ജനങ്ങളെ വെറുപ്പ് പഞ്ചായത്ത് മെമ്പർക്ക് പ്രശ്നമാവുള്ളൂ. ആർക്ക് പ്രശ്നമാവില്ല? മനസ്സിലായില്ല? ജനങ്ങൾ വെറുക്കുന്നതുകൊണ്ട് പ്രശ്നം ആർക്കാണ്? പഞ്ചായത്ത് മെമ്പർക്കാണ്. ഇവന് പ്രശ്നമൊന്നുമില്ല. ബിരിയാണി തിന്നാൻ പറ്റൂലെന്ന് എൻ്റെ അറിവില്ല. എനിക്കതിനെ പറ്റിയൊന്നും അറിവില്ല. എനിക്ക് കിട്ടിയ വിവരപ്പാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. എന്ത് രക്തം എന്തിന്നാണ് ഉണ്ടാവുക? പോഷകത്തിൽ നിന്ന്. പോഷകം ഭക്ഷണത്തിൽ നിന്ന്. ഭക്ഷണം ഹറാമിൻ്റെതായാൽ ഭക്ഷണത്തിലൂടെ ആര് വരും? ഷെയ്ത്താൻ വരും. ആ രക്തത്തിൽ പൂർണ്ണമായി ആരുടെ ആധിപത്യവും? ഷെയ്ത്താന്റെ. ഭക്ഷണം പൂർണ്ണമായി ഹലാലാക്കണം. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുന്ന നിർബന്ധമാണ്. ആണോ തങ്ങളെ ഫത്വ? ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ് തങ്ങളുടെ ഫത്വ. കേട്ടങ്ങള്? ഇനി മറുപടി കേട്ടോളൂ. നല്ല വാക്കാണ്. തങ്ങൾ അങ്ങനെ തന്നെ പറയണ്ട്. ഇനി മറുപടി കേട്ടോളൂ. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. ആരുടെ? ദീനിൽ ഒരു സജറുമില്ലാത്തവന്റെ,
ദീനിൽ അവന്റെ സദ്യയിലും ക്ഷണത്തിലും പങ്കെടുക്കുന്നതിൽ വിരോധമൊന്നും ഇല്ല. അത്തരം ആളുകളുടെ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നിർബന്ധമെന്നല്ല, ക്ഷണം സ്വീകരിക്കൽ ഹറാമായിരിക്കും. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? സലാം പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ്. ആരുടെ? അവന്റെ സലാം മടക്കൽ കൊണ്ട് അവൻ സമ്പൂർണമായ ഇസ്ലാമിയത്ത് സ്വീകരിച്ചവനാണ് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ അവൻ പലിശക്കാരനാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, സലാം മടക്കൽ നിർബന്ധമില്ല. എന്നാ സലാം മടക്കൽ നിർബന്ധമാണെന്ന് പൊതുവത്വം ഉണ്ടാവും, അത് ഇവിടെ ബാധകാവൂല. ഇവൻ ആരാണ്? പലിശക്കാരനാ. ഒരു സ്ഥലത്ത് സലാം മടക്കൽ നിർബന്ധമില്ല. ഒരു സ്ഥലത്ത്, പൊതുസ്ഥലത്ത് ജനങ്ങളിൽ അംഗീകരിക്കപ്പെടുന്ന ഒരാൾ സലാം മടക്കൽ ഹറാമായിരിക്കും. എന്തുകൊണ്ട്? നാട്ടിലെ പലിശക്കാരൻ പള്ളിക്കല മൂല്യരോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ മൂല്യർക്കൊക്കെ ചിരിച്ചുകൊണ്ട് വലൈക്കും സലാം കുട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ജനം എന്ത് മനസ്സിലാക്കും? എന്ത് മനസ്സിലാക്കും? അതൊക്കെ ഒരു വർത്താനന്നേ ഉള്ളൂ, അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, മൂല്യർ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അതൊരു 100 കൊല്ലം നാട്ടുകാർ പറഞ്ഞു കൊടുക്കും. 100 കൊല്ലം നാട്ടുകാർ ഇത് പറഞ്ഞു കൊടുക്കും. നമ്മളെ നാട്ടിൽ പലിശക്കാരായ ഒരു ആള്, ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരു സ്വാലിയായ മൂല്യരുണ്ടായി, സലാം അലൈക്കും എന്നാണ് മുമ്പ് സലാം അടക്കില്ല. അതിന്റെ പേരിൽ പിന്നെ പല പ്രശ്നം ഉണ്ടായി. അയിമല മുമ്പ് പോയത്, എന്നാലും മുമ്പ് സലാം അടക്കില്ല. ഓഹോ, അത് സാലിയങ്ങളൊക്കെ അങ്ങനെയാ. അപ്പൊ തീരുമാനമായി അല്ലെ? പറയും, മനസ്സിലായില്ല? തന്നെ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമായിരുന്നു. ആരുടെ? ഒരു വേലായുധം ക്ഷണിച്ചു, ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. എപ്പോൾ? മനസ്സിലായില്ല? എന്തുകൊണ്ട്? അത്തരം സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളുടെയും അന്യ സമുദായക്കാരുടെയും ഇടയിൽ അകൽച്ചയും വിദ്വേഷവും വർദ്ധിക്കുമെന്ന് ഭയപ്പെടുന്ന സന്ദർഭത്തിൽ, മനസ്സിലായില്ല, അവരുടെ ക്ഷണം സ്വീകരിച്ചൊന്ന് വരുത്തി തീർക്കൽ അത്തരം സാഹചര്യത്തിൽ വലിയ ആളുകൾക്ക് പ്രത്യേകിച്ച് നിർബന്ധമായിരിക്കും. അതൊക്കെ വരുത്തി തീർക്കുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നേരെ മറിച്ച് സ്വന്തം അഹിലുകാര് അങ്ങനെയല്ല, അതിനേക്കാൾ അകറ്റപ്പെടണം. നിങ്ങളെ അയൽവാസിയുടെ മകന് ഒരു തെറ്റ് ചെയ്ത്, ഏതോ ഒരാൾ ഒരു തെറ്റ് ചെയ്ത്, നിങ്ങളെ മകൻ ഒരു തെറ്റ് ചെയ്ത്, ഏതോ ഒരാൾ തെറ്റ് ചെയ്ത് നിങ്ങളൊന്ന് നോക്കി, നിങ്ങൾ പോയി. അയൽവാസിന്റെ മകൻ തെറ്റ് ചെയ്ത്, എന്താണ് കുഞ്ഞാപ്പോ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നിങ്ങളെ മകൻ തെറ്റ് ചെയ്ത്, എന്താ കുഞ്ഞാപ്പോ ചോദ്യം അവിടെ അല്ല, 4 അട കൊടുക്കും. ഭർത്താൻ തന്നെയല്ല, അങ്ങനെ തന്നെയല്ലേ? പറയും മനുഷ്യന്മാരെ, ഇതെന്താ? ഇത് 3 ബന്ധങ്ങളാണത്. ഏതോ ഒരു അന്യ നാട്ടുകാരെ തെറ്റ് ചെയ്ത് എല്ലാവരും നോക്കിയ പോലെ ഇജി ഒന്ന് നോക്കി, എനിക്കതിൽ ഇടപെട്ടിട്ട് വലിയ കാര്യമല്ല, ഇജി പോയി. എന്റെ അയൽവാസിന്റെ മകൻ തെറ്റ് ചെയ്താൽ ഇജി അവിടെ ഇടപെടും. എന്തുകൊണ്ട്? പക്ഷെ തല്ലലുണ്ട് ഇടപെടാൻ എനിക്ക് അപ്പോഴും പറ്റൂല. മനസ്സിലായില്ല? എന്ത് മനുഷ്യനാ ശരി ചെയ്യാൻ പാടുണ്ടോ എന്ന്. നേരെ മറിച്ച് അതേ തെറ്റ് എന്റെ മോൻ ചെയ്യുമ്പോഴോ നോക്കി നിൽക്കുവല്ല, ഉപദേശിക്കുവല്ല, പകരം എന്താ? 4 അട കൊടുക്കും. എന്താടാ വിചാരിച്ചു നിൽക്കും അല്ലെ? പറയും മനുഷ്യന്മാരെ, അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ വിരോധിച്ചത് ആരെയാണ്? സ്വന്തം ആളെയാണല്ലോ. കാരണം അവനിൽ വിരോധിച്ചത് ഇന്തിഫായ ഉണ്ടാവുള്ളൂ, മറ്റൊരു ഇന്തിഫായ ഇല്ല. ഇത് ഉപകരിക്കണമെങ്കിൽ ആരിൽ വിരോധിക്കണം? പറയ കുട്ടി, സ്വന്തത്തിൽ വിരോധിക്കുന്ന ശക്തി കൂട്ടണം, അപ്പോഴേ അവന് ഉപകാരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ അന്യ സമുദായക്കാരനായ ഒരാളെ കല്യാണത്തിന് ക്ഷണിച്ചാൽ, പ്രത്യേകിച്ച് സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാള് അതിൽ വരുത്തി തീർക്കെങ്കിലും വേണം, പങ്കെടുത്തു വരുത്തി തീർക്കെങ്കിലും വേണം. മനസ്സിലായോ പറഞ്ഞത്? നേരെ മറിച്ച് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ അവർ പരസ്യമായി ഹറാമ് ചെയ്യുന്നവരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ അതിൽ സാഹസിക്കൊണ്ട് ഗുണമായ ഫലം ഉണ്ടാവുമല്ല, വിപരീത ഫലം ഉണ്ടാവുക. സാഹസിക്കാൻ പാടില്ല. അപ്പൊ അതാണ് ഇവിടെ 3ാമത്തെ വിഷയമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. എന്ത്? നീ ആ വിഷയത്തിൽ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണ്ടേ? എന്തിന് ക്ഷണം സ്വീകരിക്കണം? ആരെ ക്ഷണം സ്വീകരിക്കേണ്ടത്? ക്ഷണം സ്വീകരിക്കണം എന്തൊക്കെ ഷർത്തുണ്ട്? ഒരു സദ്യയിൽ നമ്മൾ പങ്കെടുത്തു, മിസ്കിമാർക്ക് ഒരു സുപ്രയും ധനാഢ്യന്മാരൊരു സുപ്രയും ആണെങ്കിൽ ആ സദ്യ ബഹിഷ്കരിക്കൽ നിർബന്ധമാണ്. എന്താ പറഞ്ഞേ? മിസ്കിമാർക്ക് ഒരു സദ്യയും ഒരു സുപ്രയും ധനാഢ്യന്മാർക്ക് ഒരു സുപ്രയും ആണെങ്കിൽ ആ സദ്യ ബഹിഷ്കരിക്കൽ നിർബന്ധമാണ്.
ആ സദ്യ ബഹിഷ്കരിക്കൽ നിർബന്ധം. അവളുടെ ക്ഷണം സ്വീകരിക്കലല്ല നിർബന്ധം, ബഹിഷ്കരിക്കൽ നിർബന്ധം. പലിശക്കാരനാണ്, തമ്മാടിയാണ്, പലിശക്കാരനാണെങ്കിൽ, പരസ്യമായ ഹറാമിനെ വ്യാപിപ്പിക്കുന്ന ആളാണെങ്കിൽ അവന്റെ സദ്യ ബഹിഷ്കരിക്കൽ നിർബന്ധം. അപ്പോൾ അവനെ എന്തെങ്കിലും കാലത്ത് പോലുണ്ടാവും, അല്ലെങ്കിൽ അവന്റെ മക്കൾക്കെങ്കിലും പോലുണ്ടാവും. ബാപ്പാക്ക് ഏതായാലും നാട്ടുകാർ ഒരു പിന്തുണ ഉണ്ടായില്ല. ബാപ്പാക്ക് 40 കഴിച്ചപ്പോൾ 10 ആളെയും കൊണ്ടേ കുഴിച്ചിട്ടത്. നമ്മളേതായാലും അങ്ങനെ ആകാൻ പാടില്ല എന്നാര് തോന്നും? എത്രയോ മോശമായ തന്തമാരെ മക്കൾ സ്വാലിഹ്യങ്ങളായി ഇത്തരം വിഷയം കൊണ്ട് തീർന്നിട്ടുണ്ട് ഇല്ലേ? എനിക്കനുഭവമുണ്ട്. തന്തമാര് വളരെ മോശമായിട്ട് മരിച്ചുപോയി, മക്കൾ വളരെ സ്വാലിഹ്യങ്ങൾ. എന്തുകൊണ്ട്? നാട്ടുകാരെ ബഹിഷ്കരണം. അതിൽ 4 പാഠം ഉൾക്കൊണ്ടു, മക്കൾ പാഠം ഉൾക്കൊണ്ടു. മനസ്സിലായ പറഞ്ഞത്? അപ്പൊ ഇവിടെ വിഷയത്തിന്റെ മർമ്മ ഇതാണ്. എന്ത്? ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമല്ലേ എന്ന് വെച്ചാൽ നിർബന്ധമാണ്. അതെല്ലാം ഷർത്തൊത്തുക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ നിർബന്ധമല്ല. ചിലർക്ക് ക്ഷണം സ്വീകരിക്കൽ ഹറാമായിരിക്കും. അള്ളാഹു കാക്കട്ടെ. പിന്നെ വക്കത അതേപോലെ തന്നെ ഏകാന്തത മാറി നിൽക്കലും നല്ലതാണ്. ഇതാ ഖാഫൽ ബിശുബഹത്തിൻ, ശുബഹത്തിൽ സംഭവിക്കുമെന്ന് നീ ഭയപ്പെട്ടാൽ, അതായത് തിരിച്ചറിയാത്ത ഹലാലും ഹറാമും തിരിച്ചറിയാത്ത ഭക്ഷണത്തിലോ സദ്യയിലോ കൂട്ടത്തിലോ പെടുമെന്ന് ഭയപ്പെട്ടാൽ മാറി നിൽക്കാൻ നല്ലത്. ഔഫി ഹറാമിൻ, അല്ലെങ്കിൽ തനിച്ച ഹറാമിൽ സംഭവിക്കുമെന്ന് ഭയപ്പെട്ടാലും. സദ്യ ഒരു ഉദാഹരണം. ഇനി ഒരു കൂട്ടർ എന്ത് ചെയ്തു? ഒരു കൂട്ടർ ഒരു ഹൈറായ വഴിക്ക് പോകാൻ തീരുമാനിച്ച് 10 ആള് 25 ആള് 50 ആള് കൂടി ഒരു ബസ് ഏൽപ്പിച്ച് ഒരു പോവാണ്. ഒരു എന്ത് ചെയ്ത് ഒരു നാവൂരത്തെ ഷാവുൽ അമീൻ തങ്ങളെ സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. ആര്? നമ്മളെ നാട്ടിലെ കുറച്ച് കാരാക്കൂസ് കമ്പനി രിച്ചു കൊണ്ട. അവര് പോണത് എവിടേക്കന്നെ? നാവൂർ പാപ്പാനെ വലിയ മഹാൻ തന്നെ. നാവൂർ പാപ്പാനെ അവിടെ ഇരുത്തിയതും കാര്യങ്ങളെ അവരെ കൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. വലിയ ഷെയ്ഖുമാണ്, വലിയ മഹാനുമാണ്. എല്ലാ സന്ദർഭങ്ങളിലും ബഹുമാനപ്പെട്ട ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പോയി കണ്ടിരുന്നു എന്നാണ്. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമാണ് അവരവിടെ ഇരുത്തിയത്. അതാണ് ആര്? നാവൂർ ഷാവുൽ അമീർ വലിയ മഹാനാണ്. ദക്ഷിണേന്ത്യയിൽ, ഇന്ത്യയിൽ മൊത്തത്തിൽ അജ്മീർത്തെ ബഹുമാനപ്പെട്ട സുൽത്താൻ ഖാജ തങ്ങൾ എത്ര സ്ഥാനത്താണോ അതേ സ്ഥാനത്താണ് ദക്ഷിണേന്ത്യയിൽ ആര്? ഷാവുൽ ഹമീദ് വലിയ മഹാനാണ്. പക്ഷെ ഷാവുൽ ഹമീദിനെ സിയാർത്ത് ചെയ്യാൻ വേണ്ടി എന്റെ നാട്ടിലെ കാരാക്കൂസ് കമ്പനി 10, 25, 15, 20 ആള് ഒരു വണ്ടിക്ക് ആള് പോകാൻ തീരുമാനിച്ചാൽ അക്കൂട്ടത്തിൽ കയറാൻ പാടില്ല. അവർ പോണത് എവിടേക്കന്നെയാ? സിനിമക്കല്ല, എവിടേക്കന്നെയാ? പക്ഷെ ആ കൂട്ടത്തിൽ എനിക്ക് പോകുന്നതിൽ ഹൈറില്ല. എന്തുകൊണ്ട്? അവർ എന്തിന്റെ ആളുകളാ? ഗൗരവത്തെ നിസ്സാരവൽക്കരിക്കുകയും നിസ്സാരത്തെ ഗൗരവമാക്കുകയും ദീനിനെ ദീന അല്ലാതാക്കുകയും ചെയ്യുന്ന ആളുകൾ. ആ യാത്ര കഴിഞ്ഞു വരുമ്പോഴേ അവർ നന്നാവാൻ സാധ്യതയില്ല. എന്നാലോ അനക്ക് അവരോട് കൂടാം. അത് രണ്ടാമത്തെ മർത്തബ ഉണ്ടെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവരോട് കൂടാം. എപ്പോ കൂടാം? നിന്റെ അംറും ബിൽ മഅറൂഫ് കൊണ്ടും നിന്റെ നഹ്യുൻ അനിൽ മുൻകർ കൊണ്ടും ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് അവർ നന്നാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാ കൂടാം. മനസ്സിലായില്ല? ഒരു കൂട്ടത്തിൽ നിനക്ക് കൂടാം. എന്ത് കാരണം? നിനക്കാണ് സ്ട്രെങ്ത് ഉള്ളത്. ആടിന് നല്ല കരുത്തുണ്ട്, കയറിനും കരുത്തുണ്ട്. പക്ഷേ കെട്ടുമ്പോ എന്ത് വേണം? കുത്തി കരുത്തുണ്ടാവണം. കുറ്റിക്കും കൂടി കരുത്ത് വേണം. കുത്തിക്ക് കരുത്ത് ഇല്ലെങ്കിൽ കെട്ടിട്ടുണ്ട് ഒരു കാര്യമല്ല. ചേളാരി ചണ്ടിയിൽ നിൽക്കൂല ആട്, ആടെ ഒന്നും പോവും. മനസ്സിലായില്ല? എന്നാ കെട്ടിയാലോ എന്നറിയ. ആടിനെ കെട്ടിയ കുഞ്ഞാപ്പോ ആടിനെ രാവിലെ തന്നെ കെട്ടിയിട്ടുണ്ട് ഉമ്മ. എന്തിനാ കെട്ടിയേ? ആടവിടെ ഉണ്ടാകാന്. ആടവിടെ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? കുറ്റി ക്ലിയറില്ല. ആടും ക്ലിയറാണ്, കയറും ക്ലിയറാണ്. ആട് ക്ലിയർ അല്ലെങ്കിലും കുറ്റി ബലം കുറഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആട് ക്ലിയർ അല്ലെങ്കിൽ, നീച്ചാൻ വയ്യാത്ത ആടാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കുറ്റിന് കുറച്ച് ക്ലിയർ ഇല്ലെങ്കിലും വേണ്ടില്ല. ഇത് വലിയ കാര്യമായ ആടാ. ഉള്ളാഴ്ചക്ക് നിർച്ചാക്കേണ്ട ജയ്സേസ് വലിയ കൊറ്റനാടാ. നല്ല കയറും നല്ല ആടും. ഇനി എന്തും ക്ലിയർ ആകണം, കുറ്റി ക്ലിയർ ആകണം. എന്നാ പിന്നെ പറ്റും. അതാ പറഞ്ഞത്. നിനക്ക് ഇവരൊക്കെ കൂട്ടത്തിൽ കൂടാ. എപ്പോൾ? ആ ഒരു യാത്ര കൊണ്ട് ഇവരെല്ലാം അട്ടിമറിക്കാൻ നിനക്ക് കഴിയുമെന്ന്. അത്രയും വലിയ അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും നിനക്കുണ്ടെന്നും നിന്റെ ഹാല് മക്കാലും ഉണ്ട്. നിന്റെ ഹാല് വയറിൽ മാത്രം പോരാ. അവരെ കൂട്ടത്തിൽ കൂടി ഇജും ചാടി കളിക്കാൻ പാടില്ല. നിന്റെ ഹാല് മക്കാലും ഉണ്ട്. അവർ നിർത്താൻ പറഞ്ഞെടുത്തപ്പോൾ നിർത്താൻ പറ്റൂലടാ എന്ന് പറയാനുള്ള ഒരു ധൈര്യം കൂടി നിനക്ക് അവിടെ ഉണ്ടാകണം. തന്നെ അവരെ വിരോധിക്കുകയും അവരെ ഉപദേശിക്കുകയും ചെയ്ത് അവരെ മാറ്റപ്പെടുത്താൻ നിനക്ക് കഴിയുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? പോകാം. അല്ലെങ്കിൽ നിനക്ക് നല്ല എന്താ? മാറിക്കാം.
ഇല്ല. നിങ്ങൾ എവിടുക്കല്ലേ, നിങ്ങൾ പോരുന്നില്ലേ? ഞാൻ പിന്നെ വരാം, അപ്പണ് വന്നിട്ടുള്ളൂ, ഞാൻ പിന്നെ ആക്കാം, നമുക്ക് മറിക്കാനല്ലേ എന്ന്. അതാണ് ആ പറഞ്ഞർത്ഥം. എന്ന് എല്ലാം എല്ലാരൊപ്പം എല്ലാവർക്കും നല്ലതല്ല, എല്ലാം എല്ലാരെ കൂടെയും എല്ലാവർക്കും നല്ലതല്ല. പിന്നെ ശുഭത്തിൽ സംഭവിക്കുമെന്ന് ഭയപ്പെട്ടു. ഒരു കൂട്ടത്തിൽ കൂടിയതുകൊണ്ട് ശുഭത്തിൽ സംഭവിക്കുക. ശുഭത്ത് എന്ന് പറഞ്ഞാൽ ഹറാമാണെന്നോ ഹലാലാണെന്നോ തിരിച്ചറിയാത്ത കളികളോ വിനോദങ്ങളോ ഭക്ഷണങ്ങളോ സമ്പാദ്യങ്ങളോ രീതികളോ ഒക്കെ ഇവരെ കൂട്ടത്തിൽ കൂടിയാൽ എനിക്കും വന്നു ചേരുമെന്ന് ഭയപ്പെട്ടാൽ മാറി നിൽക്കലാണ് നിനക്ക് നല്ലത്. ഔഫി ഹറാമിൻ, അല്ലെങ്കിൽ തനിച്ച ഹറാമിൽ അവരെ കൂട്ടത്തിൽ പോയാൽ തനിച്ച ഹറാമിൽ പോയി വിട്ടു, അപ്പോഴും മാറിക്കലാണ് നല്ലത്. ഔബി ദാക്കമ മാസില, അല്ലെങ്കിൽ ഇതിനോട് തുല്യപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ അത്തരം കാര്യങ്ങളൊക്കെ വരാൽ വന്നു വരുമെന്ന് കണ്ടാൽ പിന്നെ അവരിന്നൊക്കെ മാറിക്കലാല്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ജനങ്ങളോട് സഹവസിക്കൽ ഫി ജുമാഇഹിം, അവരുടെ ജുമാഅകളിലും ജമാഅത്തുകളിലും ഔനഹബിദാലിക, ഇതുപോലത്തേലും ഫുദ്ദില, അത് ശ്രേഷ്ഠം തന്നെയാണ്. മനസ്സിലായിട്ടില്ല? മാറി നിൽക്കാൻ എന്ന് പറഞ്ഞാൽ എന്തുവരെ മാറണ്ട? ജുമാക്കും പോണില്ല, ഉപരി ജമാഅത്തിനും പോണില്ല, അങ്ങനെ വേണ്ട. മാറിക്കുന്നുണ്ട് എന്നാ എന്തിലുണ്ട്? ജമാഅത്തിനുണ്ട്. ജമാഅത്ത് കഴിഞ്ഞ ഉപര കാണൂല, ജമാഅത്ത് കഴിഞ്ഞ ഉപര അവിടെ ഉണ്ടാവില്ല. നമ്മളൊന്ന് ഇരുന്ന് പോകാറുണ്ട്, ഓൻ എവിടുന്നെങ്കിലും അവിടുന്ന് മാറും. കാരണം എന്തെങ്കിലും ഒരു വിപത്തോ നമീമത്തോ പറയാനായിരിക്കും ഇരിക്കുന്നത്. അവിടുന്ന് അവിടെ കളിക്കും, അവിടുന്ന് ഒഴിഞ്ഞു മാറും. മനസ്സിലായോ പറഞ്ഞത്? വലിയ സഹവസിക്കൽ ബിനാസിന, നമ്മുടെ ജനങ്ങളോട് സഹവസിക്കൽ. ഓര് എന്താണ് നോക്കിയിരിക്കുന്നത്? ഓര് ഫീ ജുമാഇഹിം, അവരുടെ ജുമാകളിലും പിന്നെ ജമാഅത്തിലും അവനഹബിദാലിക, അതുപോലത്തെ മറ്റു കാര്യങ്ങളിലും സഹവസിക്കൽ ഫുള്ളില ശ്രേഷ്ഠം തന്നെയാണ്. മാറി നിൽക്കൽ ശ്രേഷ്ഠാണ് കാരണം ഞങ്ങൾ ജുമായും ജമാഅത്തും ഒഴിവാക്കണം എന്നല്ല. മാറി നിൽക്കൽ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ ജുമായും ജമാഅത്തും ഒഴിവാക്കണമെന്നല്ല. എന്ത് ശ്രേഷ്ഠം തന്നെയാണ് ജുമായിലും ജമാഅത്തിലും. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു കൂട്ടരെ പറ്റി പറഞ്ഞില്ലേ? എന്ത് ഞങ്ങളുടനല്ലേ പറഞ്ഞത്? ഒരു കൂട്ടർ നാട്ടിൽ ജമാഅത്ത് നടക്കുമ്പോൾ അതിൽ കൂടൂല, അപ്പുറത്ത് ഓട്ടോറിക്ഷയിൽ വീട്ടിൽ നിന്നിരിക്കുന്ന ഒരു കൂട്ടരെ പറ്റി പറഞ്ഞില്ലേ? അത് പറ്റൂല, അത് നമ്മളെ രീതിയല്ല. ചിത്രീകത്തിലോ മറ്റോ ഒക്കെ കൂടിക്കോ, പക്ഷെ മുസ്ലിമീങ്ങൾ തന്നെയാണ്. അവരെ കൂട്ടത്തിലും അവരെ സുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴിക്കും പോയി അതിലൊക്കെ സഹവസിക്കലൊക്കെ അത് അതിന്റെ വഴിക്ക് തന്നെ പോകണം. എന്നാ നിനക്ക് നേരെ വേറെ ഔറാദും കാര്യമൊക്കെ ഉണ്ട്, അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ എന്തൊഴിവാക്കണ്ട? നാട്ടിൽ പ്രത്യേകമായി നിർത്തിയ ഇമാം തന്നെയാണ്, അയാളെ ജുമാക്ക് പങ്കെടുക്കണം. മനസ്സിലായി പറഞ്ഞത്? അവിടുത്തെ ജമാഅത്തിൽ പങ്കെടുക്കണം, ഒക്കെ എല്ലാം അവിടെ ചെയ്യണം. അതിൽ നിസ്സാരപ്പെട്ട കാര്യങ്ങളെ വലുതാക്കരുത്, നിസ്സാരപ്പെട്ട കാര്യങ്ങളെ പേര് പറഞ്ഞ് വലുതാക്കുക. ഉദാഹരണം പറയാം, ചില പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് പ്രസംഗം നടക്കും, ചില പള്ളിക്കൽ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമാണ് പ്രസംഗം. ഇത് പണ്ഡിതന്മാർക്ക് ഖിലാഫുള്ള വിഷയമാണ്. എന്നാലും ഹറാമാണെന്നും പൊതു അഭിപ്രായം മദ്ഹബിൽ ഇല്ല. മനസ്സിലായില്ല? അഫ്ളൽ എന്തെന്നെയാണ്? പറയടാ കുട്ടിയെ, അഫ്ളൽ എന്തെന്നെയാണ്? വഅള് എപ്പോഴാകലാണ് അഫ്ളൽ? ജുമാക്ക് ശേഷമാണ്. പക്ഷെ ഒരു നാട്ടിലെ ഉറൂഫ് അനുസരിച്ച് അവിടുത്തെ ഫുളലാവുമായും മറ്റും കൂടി ആലോചിച്ച് ആ നാട്ടിലെ കമ്മിറ്റി എന്താക്കിയിട്ടുണ്ടാവും? ജുമാന്റെ ശേഷം അത്യാവശ്യ കാര്യമായ 10 കാര്യം പറയാൻ അവിടെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാഹ്യവും പ്രത്യക്ഷവുമായ ഹറാം അല്ലതാനും. അപ്പോൾ പിന്നെ അതിന്റെ പേര് പറഞ്ഞ നാട്ടിലെ ജുമാ മുടക്കണ്ട. അല്ല, ഞാൻ ജുമാക്ക് വരില്ല, അങ്ങോട്ട് പരി നിസ്കരിക്കാം. എന്തേ കാരണം? ആ പ്രസംഗം നിർത്തട്ടെ. ഇതിവിടെ മദ്ഹബിൽ ഖിലാഫുള്ള വർത്താനം മാത്രമാണ്. പരസ്യമായും ഒരു ഖണ്ഡിതമായ ഹറാമായി അറിയപ്പെട്ട കാര്യമോട്ട് അല്ലേനും. ഫാളിങ്ങളായ ആളുകൾ തന്നെ ചില സ്ഥലത്തൊക്കെ നടത്തുന്നതായിട്ടുമുണ്ട്, ഇല്ലാത്തതുണ്ട്. അഫ്ളൽ എന്തെന്നെയാണ്? ശ്രേഷ്ഠം എന്തെന്നെയാണ്? ജുമാ കഴിഞ്ഞിട്ട് ഉണ്ടാകലാണ് അഫ്ളൽ. ഇങ്ങോട്ട് നോക്ക്, ആയത്തിന് അർത്ഥം പറഞ്ഞ കേട്ടോ. ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ഫളിൽ, നിങ്ങൾക്ക് പരക്കാം, നിങ്ങൾക്ക് ഫളിലിനെ ആഗ്രഹിക്കാം. എന്താ ഫളിൽ? ഫളുല്ലാഹി അൽ ഇൽമു, അല്ലാഹുവിന്റെ ഫളിൽ എന്താണ്? ഇൽമാണ്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫളിലും റഹ്മത്തും നിങ്ങൾ എടുത്തു പറയണം. ഫളുല്ലാഹി അൽ ഇൽമു വറഹ്മതുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഫളിലും റഹ്മത്തും 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഫളിലിന്റെ അർത്ഥം എന്താണ്? ഫളിൽ ഒന്നാമതായി എന്തെന്നെയാണ്?
ഇൽമാണ്. അപ്പോൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്ളൽ എന്തെന്നെയാണ്? അഫ്ളൽ എന്തെന്നെയാണ്? വഅദ് എപ്പോൾ തന്നെയാണ്? ഫൈദാ ഖുദിയത്തി സ്വലാത്ത്, നിസ്കാരം കഴിഞ്ഞിട്ടാണ്. എന്നാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ എന്റെ ജമാഅത്ത് അങ്ങനെയാണ്, അവിടുത്തെ എന്തൊരു പ്രത്യേക സാഹചര്യം വെച്ച് നാട്ടിലെ പാദരീങ്ങളോ ഫിഖ് അറിയുന്ന ആളുകളോ തൽക്കാലം അത് നടത്തിക്കൊണ്ടുപോകാൻ അവിടെ കൽപ്പന കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അതവിടെ അങ്ങനെ നടന്നും പോകുന്നുണ്ട്. അതിൽ എന്തെങ്കിലും വലിയ കാര്യം അവർക്ക് ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് അവർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ പേര് പറഞ്ഞ അത്തരം ജുമാകളിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ, നാട്ടിൽ ഫിത്ന ഉണ്ടാക്കാതെ. ഫിത്ന ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. ഫിത്ന ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായി കിടന്നപ്പോൾ പറഞ്ഞ്, ആളുകൾ എന്ന് ചോദിച്ചു അടുത്ത ഖലീഫ ആരാ? അപ്പോൾ പറഞ്ഞു ആരിഫോ, എനിക്കറിയില്ല. പിന്നെ ചോദിച്ചു അടുത്ത ഖലീഫ ആരാ? പലരും ചോദിച്ചു എനിക്കറിയില്ല. അവസാനം നിർബന്ധിച്ചപ്പോൾ കൊത്തുകൊണ്ട് കിടക്കുന്ന അവസാനം മരണാസന്നനായി കിടക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 6 ആളെ പേര് പറഞ്ഞു കൊടുത്ത്, നിങ്ങൾ അവരോട് അന്വേഷിക്കുക, അവർ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അത് തന്നെയാണ്, അയാൾ തന്നെയാണ് അടുത്ത ഖലീഫ. ഈ ആള് തമ്മിൽ ഭിന്നമായാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ സ്വീകരിച്ചോളി. 4ഉം 2ഉമായാൽ 4ന്റെ അഭിപ്രായം സ്വീകരിച്ചോളി. 1ഉം 5ഉം ആയാലും 5ന്റെ അഭിപ്രായത്തെ സ്വീകരിച്ചോളൂ. അപ്പോൾ പറഞ്ഞു സാവോ ബൈനഹും, അവർ തമ്മിൽ ഒരുപോലെയാണെങ്കിലോ, അതായത് 3 ആണെങ്കിലോ, അപ്പോൾ പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഈ 6ൽ ഉണ്ട്, അദ്ദേഹം ഉള്ള ജാനിബിനെ തെരഞ്ഞെടുത്താൽ അദ്ദേഹം അശറത്തുൽ മുബശ്ശറയാണെന്ന് റസൂൽ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. 3 ആയാൽ ആരുള്ള ഭാഗം തെരഞ്ഞെടുക്ക? അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ഭാഗത്തെ തെരഞ്ഞെടുക്ക. അപ്പോൾ പിന്നെ അവര് 5ഉം 1ഉം ആയാലോ എന്ന് വെച്ചു. ഫഖത്തുൽ വാഹിദ, ഒരുത്തരാണ് കൊന്നാളിനാണ്. നിങ്ങൾ ഇവിടെ എന്തോ ആവോ, അവര് 5ഉം 1ഉം ആയാൽ എന്താന്ന് വെച്ചു. ഫഖത്തുൽ വാഹിദൻ, ഒരുത്തരം തലനൊട്ടിക്കാണ്. ആരെ തലനൊട്ടാണ്? സ്വഹാബിയുടെ. ഏത് സ്വഹാബി? മിനൽ മുസ്തശാരീനൽ സിത്ത, മുഷാവറക്ക് യോഗ്യന്മാരായ 6ൽപ്പെട്ട ഒരാളെ തലവട്ടാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പറഞ്ഞത് എന്തായാലും എന്തുണ്ടാകരുത്. ഇതെന്താ ഉറങ്ങണ? ഇതാരുടെ വാക്കാ? മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ആൾ നടപ്പിലായി കിടന്നു. ഒരുത്തനാണെങ്കിലും താല വെട്ടികൾ ഓനാണ് വലിച്ചിട്ടായിരുന്നാണ് നന്മല്ല. ആര് പറഞ്ഞു? സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവിടെ ഒരിക്കലും ഫിത്ന ഉണ്ടാകാൻ പാടില്ല. ചില കാര്യങ്ങൾ കൊണ്ട്, ചില നിസ്സാരപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് ബോധി വീർപ്പിട്ട് ചില ആളുകൾ മഹലുകളിൽ എന്തുണ്ടാക്കും? ഫിത്ന ഉണ്ടാക്കും. ഒരു വലിയ ആളുകളായിട്ടും ചമഞ്ഞ് മാറി നിൽക്കും. അത് പാടില്ല. മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ ആ മാറി നിൽക്കണം എന്നതുകൊണ്ട് ഫിത്ന ഉണ്ടാകാൻ പാടില്ല എന്ന അർത്ഥത്തിലാണ് ഈ വരി. എന്ത് മാറി നിൽക്കലൊക്കെ മറ്റു കാര്യങ്ങളിലൊക്കെയാണ്, അല്ലാതെ എന്തിലല്ല. ജുമഅയിലും ജമാഅത്തിലല്ല. നോക്ക്, നമ്മുടെ ജനങ്ങളോട് സഹവസിക്കൽ, കൂടിക്കലരൽ, സഹവസിക്കൽ. പിന്നെ ജനങ്ങളോട് സഹവസിക്കൽ, കൂടിക്കലരൽ, ബിനാസിന, നമ്മുടെ ജനങ്ങളോട് കൂടിക്കലരൽ, സഹവസിക്കൽ, ഫി ജുമഅഹിം, അവരുടെ ജുമഅകളിലും, ജമാഅത്തുകളിലും, അവനഹ്ബിദാലിക, അതുപോലത്തെ മറ്റു കാര്യങ്ങളിലൊക്കെ കൂടുതലും സഹവസിക്കലും. അത് ഫുള്ളില, അതെന്തെന്നെയാണ്? ശ്രേഷ്ഠം തന്നെ. അതുപോലത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് പൊതുവായ കാര്യങ്ങൾ. ഇപ്പൊ നാട്ടിലൊരു എന്ത് നടക്കുന്നുണ്ട്, നാട്ടിലെല്ലാവരും മഹല്ലിലൊക്കെ യോജിച്ച് എല്ലാവരും കൂടിയൊരു ദുആ നടത്താൻ തീരുമാനിച്ചു. അതിലെന്ത് എന്താ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ വേണ്ട, മാറിക്കണ്ട. അവരൊക്കെ കൂടി കൊടുക്കണം, അവർക്ക് എല്ലാത്തിനും നമ്മൾ കൂടണം. ചിലപ്പോൾ ഇതിലൊന്നും അവന് താല്പര്യം ഉണ്ടായിക്കോണമെന്നില്ല. ആ ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ആളോട് അവന് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിക്കോണമെന്നില്ല. എന്നാലും അവിടെ എന്ത് ചെയ്യണം? കൂടി കൊടുക്കണം. കാരണം അവന്റെ മാറി നിൽക്കൽ കൊണ്ട് ഇവിടെ മനസ്സിൽ സമുദായത്തിന്റെ ഖൈർ പൊളിയും. അത് പൊളിയാൻ പാടില്ല. ഓക്കെ. സഹവസിച്ചു നിൽക്കൽ ലിമൻ ബിൽ ഉറുഫി യഖ്ദുറു യഉമുറു, ലിമൻ ഒരാൾക്ക്, ബിൽ ഉറുഫി നന്മ കൊണ്ട്, യഖ്ദുറു യഉമുറു അവൻ കഴിവുള്ളവനായ, ഉമുറു കൽപ്പിക്കാൻ, നന്മ കൊണ്ട് കൽപ്പിക്കാൻ കഴിയുന്നവൻ കൂടിക്കലരിൽ തന്നെയാണ് നല്ലത്.
വഅനിൽ മനാക്കിരി ചീത്തകളെ കൊണ്ട് ഖദ് നഹ അവന് വിരോധിക്കാനും കഴിയും. മുത്തഹമ്മിലൻ എല്ലാ പ്രശ്നങ്ങളെയും സഹിച്ചുകൊണ്ട് ചീത്തയെ വിരോധിക്കാനും നല്ലതുകൊണ്ട് കൽപ്പിക്കാനും കഴിയുന്ന ഒരാളാണെങ്കിൽ കൂടിക്കലരലാണ് നല്ലത്. അത് ഞാൻ ഇടക്ക് പറഞ്ഞു ഓർത്താണ്. ഏത് ആ ബസ് പോൽ നിനക്ക് പറ്റും. എപ്പോൾ പറ്റും? ആ ബസ് പോയി തിരിച്ചു വരുമ്പോഴത്തേന് അവരെ മനസ്സൊക്കെ മാറ്റാൻ നിന്റെ ഉപദേശത്തിന് കഴിയുമെങ്കിൽ. അപ്പൊ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ജനങ്ങളോടാണ്. ചില ശ്രേഷ്ഠന്മാരായ ആളുകൾ അവിടെ എന്തിനു വേണ്ടിയത് ഇടപെടുകയാണ്. വഹാദാ കൂടിക്കലരൽ. നോക്ക് 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 നോക്ക്. വഹാദാ കൂടിക്കലരൽ ലിമൻ ഒരാൾക്ക് പറ്റും. ബിൽ ഉറുഫി നന്മ കൊണ്ട് യഖ്ദിറു അവൻ കഴിവുള്ളവനാണ്. യഅ്മുറു കൽപ്പിക്കാൻ. പിന്നെ വഅനിൽ മനാക്കിരി ചീത്തകളെ തൊട്ട് ഖദ് നഹ അവൻ വിരോധിക്കും. മുതഹമ്മിലൻ എല്ലാ പ്രയാസങ്ങളും സഹിച്ചിട്ട്. എങ്കിൽ അവന് നല്ലവൻ തന്നെയാണ്. കൂടി പലരെ പറയാ കുട്ടി, അവന് നല്ലവൻ തന്നെയാണ് കൂടിക്കലരം. കാരണം ഇവന്റെ നന്മ കൊണ്ട് കൽപ്പിക്കലും ചീത്ത വിരോധിക്കലും ആയിട്ട് മറ്റുള്ളവരെന്താവും അവിടെ ആ യാത്ര കഴിയുമ്പോഴത്തേന് ഒരളവോളമൊക്കെ എന്താവും? നന്നാവും. ഒരളവോളം നന്നാവും. പിന്നെ സൊബറാൻ അലാ കുല്ലിൽ അതാ. സൊബറാൻ ക്ഷമിച്ചിട്ട് അലാ കുല്ലിൽ അതാ എല്ലാ പ്രയാസങ്ങളുടെ മേലും. അത്തരം ഒരു കൂട്ടത്തിൽ കൂടുമ്പോൾ അത് പരിചയമില്ലാത്ത ഒരാൾക്ക് എന്തുണ്ടാവും? പ്രയാസം ഉണ്ടാവും. അക്കൊന്ന് ക്ഷമിക്കാനും തയ്യാറാകണം. ഇടയിൽ അവരെ കൂട്ടത്തിൽ കൂടിപ്പോകരുത്. കടിഞ്ഞാണം വല എത്ര ദൂരത്തേക്കും എറിയ വലന്റെ തലക്കിൽ ഒരു കയറുണ്ടാവും. വീശുവല എന്ന് പറഞ്ഞ വല ഉണ്ട്. നിങ്ങളാരെയും വീശിയിട്ടുണ്ടോ? വീശാൻ കഴിയുന്ന ആളുകൾക്ക് കൈവക്കാം. വീശുവല തോളത്തിടും. പുഴയിലിങ്ങനെ നിൽക്കും, തോളത്തിടും. മനസ്സിലാക്ക നല്ല കല്ലുമണിയുള്ള അതന്നെ തോളിട്ടിട്ട് ഒറ്റ വീശലാണ് കൊടുക്കും. വെള്ളം മുഴുവൻ എവിടെ ഇരിക്കും? വെള്ളത്തിൽ. ഇപ്പൊ വെള്ളത്തേക്ക് ഇറങ്ങൂല. ഇവന്റെ കയ്യിൽ എന്തുണ്ടാവും? കയറുണ്ടാവും. ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ആട്ടി 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 ഒറ്റ കൊടുക്കലാണ് കൊടുക്കും. ഇത് കയർ എന്റെ കയ്യിലുണ്ടാവും. അങ്ങനെ തന്നെ. അതൊരു പ്രത്യേക വീശലാണ്. ഒരു പ്രത്യേക വീശ. അങ്ങനെ കൃത്യമായിട്ടാണ് പോയി ചാടും. കൃത്യമായി ചാടും. പിന്നെ എന്ത് ചെയ്യാ? ഇവന് വെള്ളം നനയാതെ കാല് നനയാതെ മീൻ പിടിക്കാം. ഇവന്റെ കയ്യിൽ എന്തുണ്ട്? കയറുണ്ട്. ഇങ്ങനെ പിടിച്ചാണ് പോന്നോളൂ. മീനും പോരും, എല്ലാം പോരും, വലയും പോരും. ഒരു പ്രശ്നമില്ല. അപ്പൊ അവനെ പരിധിക്ക് അപ്പുറത്തെ എറിയാനോട്ട് പാടില്ല. അവൻ തന്നെ വലിച്ചെറിയണ മാതിരി വല എറിഞ്ഞ് എന്താവില്ല. ഇനി ആ വല കിട്ടൂല. കയത്ത് പോയി കയറ് കൈ പിടിച്ചിട്ട് കയറിന്റെ പരിധിയിലൊക്കെ എന്താ പറ്റുള്ളൂ? വലയിടാൻ പറ്റുള്ളൂ. എന്നതുപോലെ പിന്നെ നോക്ക്. ജനങ്ങളോട് കൂടിക്കലരൽ ലിമൻ ഒരാൾക്ക് ബിൽ ഉറുഫി നന്മ കൊണ്ട് യഖ്ദിറു അവൻ കഴിവുള്ളവനാണ്. യഅ്മുറു ഉപദേശിക്കാൻ കൽപ്പിക്കാൻ. പിന്നെ വഅനിൽ മനാക്കിരി ചീത്തകളെ തൊട്ട് ഖദ് നഹ അവൻ വിരോധിക്കും. മുതഹമ്മിലൻ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് വിരോധിക്കാനും കഴിയുമെങ്കിൽ അവൻ നല്ലത് എന്തെന്നെയാണ്? കൂടിക്കലരാണ്. അല്ലാത്തവരൊക്കെ മാറി നിൽക്കണം. പിന്നെ സൊബറാൻ ക്ഷമിച്ചുകൊണ്ട് അലാ കുല്ലിൽ അതാ എല്ലാ പ്രയാസങ്ങളുടെ മേലും ക്ഷമിച്ചുകൊണ്ട് അവൻ കൂട്ടത്തിൽ കൂടണം. അവരുടെ ആഘോഷവേളകൾ കൊണ്ട് അവന്റെ ദോഷം സംഭവിക്കുമെന്ന് അവന്റെ വിചാരത്തിൽ ഉണ്ടാവുന്നില്ല എങ്കിൽ, അതായത് ഇവരെ കൂട്ടത്തിൽ കൂടി ഇവനും എന്താവും? നാശാവും തോന്നിയാലോ കൂട്ടത്തിൽ കൂടാനോട്ട് പാടില്ല. മികക്കുകയില്ല. അവന്റെ ഭാവനയിൽ മികക്കുകയില്ല, അധികരിക്കുകയില്ല. ഐസിയാനുഹു അവന്റെ ദോഷം ബിമഹാഫില അവരുടെ കൂട്ടത്തിലെ ആഘോഷങ്ങളിൽ കൂടൽ കൊണ്ട്, അവരുടെ ആഘോഷവേളകളിൽ പങ്കെടുക്കൽ കൊണ്ട് അവന്റെ ഭാവന പ്രകാരം അവന്റെ ദോഷം അധികരിക്കൂല എന്നവന് ഉറപ്പുണ്ടെങ്കിൽ കൂടാ. എന്നിട്ട് രണ്ട് കാര്യം: ഇവന്റെ ദോഷം അവന്റെ കൂട്ടത്തിൽ കൂടി ഉണ്ടാവുകയുമില്ല. അവന്റെ കൽപ്പന കൊണ്ട് ഇവർ ധാരാളം ആളുകൾ നല്ല വഴിക്ക് വരുമെങ്കിൽ അത്തരം ആളുകൾക്ക് കൂടാം. ബാക്കിയുള്ളവർ കാലഘട്ടം ദുഷിച്ചാൽ ജമാഅത്തിലൊക്കെ കൂടി മറ്റുള്ളതൊക്കെ പരമാവധി ഇങ്ങനെയാണ് ഒഴിഞ്ഞു നിൽക്കലാണ് നല്ലത്. ഇതാണ് ആ കാലം. ഈ കാലത്ത് തന്നെ. പിന്നെ
ലാക്കിൻ യഖൂലുൽ ബഅദു മിൻ മുതഅഖിരിൽ ഫുളലായി അസ്ലത്തു സമാനി മുഫള്ളില. ലാക്കിൻ എങ്കിലും യഖൂലുൽ ബഅദു മിൻ മുതഅഖിരിൽ ഫുളലായി ശ്രേഷ്ഠന്മാരായ പിൻഗാമികളായ ചില മുതഅഖിരീങ്ങളായ ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് അസ്ലത്തു സമാനി ഈ കാലഘട്ടത്തിൽ വെടിഞ്ഞു നിൽക്കൽ മുഫള്ളല ശ്രേഷ്ഠമാക്കപ്പെട്ടതാണ്. ആരാണെങ്കിലും ഈ കാലത്ത് നല്ലത് റൂമിൽ വന്നവരോട് പറഞ്ഞു കൊടുക്കാൻ നല്ലത് ബസ് കരിയൊന്നും പോകണ്ട എന്നും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. മനസ്സിലായില്ല? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അവരെ നന്നാക്കാൻ വേണ്ടി എന്തായി ബസ് കയറിപ്പോയി. എന്നാൽ ചില പണ്ഡിതന്മാർ ആ അഭിപ്രായവും സ്വീകരിക്കൂല. എന്തുകൊണ്ട്? ആ ബസ് കയറി പോക്കില് പൊയ്യ് കൂടണ്ട, അതുകൊണ്ട് ഹൈറില്ല. കാരണം ഈ കാലം എന്താണെങ്കിലും എന്താണ് മോശം തന്നെ എന്ന് മുതഅഖിരീങ്ങളായ പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ട്. ഇത് എഴുതിയിട്ട് 500 കൊല്ലായി. നിങ്ങൾ പൊടിച്ചിരുന്നോളി. ഈ കാലം വളരെ മോശമാണെന്ന് പിൻഗാമികളായ പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ട് എന്ന് എഴുതിയിട്ട് എത്ര കൊല്ലായി? 500 കൊല്ലായി. അതായത് ഇപ്പോഴത്തെ കാലം അവർ കണ്ടാൽ തന്നെ ബോധം കിട്ടുപോകും. അവരെ കാലത്താണ് എന്ത് പറഞ്ഞത്? കാലഘട്ടം ദുശ്യനി. ഇപ്പൊ നല്ലത് ഏകാന്തതയാണ്. എത്ര കൊല്ലം മുമ്പ്? 500 കൊല്ലം മുമ്പ്. എന്ന് 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 ലക്കിൻ യഖൂലുൽ ബഅദു മിൻ മുതഅഖിരിൽ ഫുളലായി അസ്ലത്തു സമാനി മുഫള്ളലാ. ലക്കിൻ യഖൂലുൽ ബഅദു എങ്കിലും ചിലർ പറയുന്നു. ആരിൽപ്പെട്ട ചിലർ മിൻ മുതഅഖിരിൽ ഫുളലായി പിൽക്കാലത്ത് ശ്രേഷ്ഠരായി വന്നിട്ടുള്ള പല മഹാന്മാരും പറയുന്നത് അസ്ലത്തു സമാനി ഈ കാലത്ത് ഏകാന്തതയിലും വേറിട്ടും നിൽക്കലാണ് എല്ലാവർക്കും മുഫള്ളല ശ്രേഷ്ഠമാക്കപ്പെട്ടത്. ആരും മോശപ്പെട്ട കൂട്ടത്തിലൊന്നും ഈ കാലത്ത് കൂടണ്ട. അവർ നന്നാവെന്ന് വിചാരിച്ചിട്ടും കൂടിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. പിന്നെ എന്തുകൊണ്ട് ഇത് നാദിറുൻ ഹഖൻ ഖുലൂഉ മഹാഫിലിൻ അൻ ഹൗബത്തിൻ ഫൻദുർ ലിനഫ്സിക ആഖില. എന്തുകൊണ്ട് ഇത് നാദിറുൻ വളരെ 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 ദുർലഭമാണ്, വളരെ ദുർലഭമാണ്, വളരെ അപൂർവമാണ്. ഹഖൻ യഥാർത്ഥത്തിൽ വളരെ അപൂർവമാണ്. ഖുലൂഉ മഹാഫിലി ആഘോഷവേളകൾ ഒഴിവാകൽ അൻ ഹൗബത്തിൻ മോശത്തരങ്ങളെ തൊട്ട്. ഈ കാലത്ത് മോശത്തരങ്ങളെ തൊട്ട് ഒരു ആഘോഷവേളകൾ ഒഴിവാകുക എന്നത് വളരെ അപൂർവമാണ്. ഏത് കൂട്ടത്തിൽ ജനങ്ങൾ കൂടിയാലും കൂടുതലും ആളുകൾ എന്തിലേക്കാണ് പോവുക? തെറ്റിലേക്കാണ് പോവുക. അതുകൊണ്ട് ഈ കാലത്ത് നല്ലത് പിൽഗാമികളായ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം കഴിവുള്ളവർ പോലും അത്തരം കൂട്ടത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഉപദേശിക്കാന്നല്ലാതെ അങ്ങോട്ട് കൂട്ടത്തിൽ കൂടി ഒന്നും പോകണ്ട എന്നാണ് പല പണ്ഡിതന്മാരുടെയും ഇക്കാലത്തെ അഭിപ്രായം. എന്ന് എത്ര കൊല്ലം മുമ്പ് പറഞ്ഞു? 5 കൊല്ലം മുമ്പ്. നോക്കി ഇത് നാദിറുൻ ഹഖൻ ഖുലൂഉ മഹാഫിലിൻ അൻ ഹൗബത്തിൻ ഫൻദുർ ലിനഫ്സിക ആഖില. ഇത് എന്തെന്നാൽ നാദിറുൻ വളരെ അപൂർവമാണ്, ഹഖൻ യഥാർത്ഥത്തിൽ, ഖുലൂഉ മഹാഫിലിൻ ആഘോഷവേളകൾ യാത്രകൾ സംഘങ്ങൾ ഒഴിവാവുക, അൻ ഹൗബത്തിൻ ചീത്ര കാര്യങ്ങളെ തൊട്ട്. അതുകൊണ്ട് ഫൻദുർ ലിനഫ്സിക നീ നിന്റെ നഫ്സിലേക്ക് നോക്ക്, ആഖിലൻ ബുദ്ധിമാനായ നിലക്ക് ശരിക്ക് ചിന്തിച്ചോ. എന്നിട്ട് കൂട്ടത്തിൽ കൂടാൻ പറ്റാത്തിലൊന്നും ഈ കൂടണ്ട, നിന്റെ അമല് വെറുതെ നശിപ്പിച്ച് കളയണ്ട എന്നർത്ഥം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കുല്ലുൽ മആസി കർരിബ വകഗീബത്തിൻ ഔ നഹവി ദാലിക ബിഖ്തിലാതിക ഹുസ്സില. കുല്ലുൽ മആസി എല്ലാ ചീത്തകളും, കർരിബ പലിശ പോലെ, വകഗീബത്തിൻ ഗീബത്ത് പോലെ, ഔ നഹവി ദാലിക റിബ എന്ന് പറഞ്ഞാല് മാലിൽ ഉണ്ടാവുന്ന ദോഷം, ഗീബത്ത് എന്നാല് നഫ്സിൽ ഉണ്ടാവുന്ന ദോഷം. മനസ്സിലായില്ലേ? ഒന്ന് മാല് കൊണ്ടുണ്ടാവുന്ന ദോഷം, ഒന്ന് ബദന് കൊണ്ടുണ്ടാവുന്ന ദോഷം. അതിന്റെ ഓരോ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതെല്ലാം ഔ നഹവിദാലിക അതുപോലത്തെ മറ്റു കള്ളികളും ബിഖ്തിലാത്തിക ജനസഹവാസം കൊണ്ട് ഹുസ്സില കരസ്ഥമാക്കപ്പെടുന്നതാണ്. ഇന്നത്തെ കാലത്ത് പരമാവധി നല്ലത് മാറിക്കണം, പരമാവധി നല്ലത് മാറിക്കണം എന്ന് പരമാവധി നല്ലത് എന്ന് അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെ റിയാന്നല്ലേ? ചിലതിൽ റിയാന്നുമുണ്ട്, ചിലതിൽ റിയാന്നുമുണ്ട്. കുല്ലുൽ മാസ് റിയാ ആണെങ്കിൽ അവൻ പറ്റും. ഗീബത്ത് തന്നെ അതുപോലത്തെ എല്ലാം ബിഖ്തിലാത്തിക നിന്റെ സഹവാസം കൊണ്ടാണ് ഹുസ്സില
കരസ്ഥമാക്കപ്പെടുക. റിയാ, ഗീബത്ത് അതൊക്കെ തന്നെ ഈ നാശായിത്തീരും. ലോകമാന്യം നന്നിലും ചെന്ന് ചേരും. ലോകമാന്യം റിയാ ആണ് അവിടെ ഒന്നും കൂടി നല്ല വാക്ക്. റിയാ, ഗീബത്ത്. ജനങ്ങളോട് സഹവസിച്ചാൽ നെന്നല് ഇല്ലാത്ത പലതോണം ഉണ്ടായിത്തീരും, ഇത് നാശാവും എന്ന്. കൂട്ടത്ത് കൂടി നാശാവും എന്നറിയും. കൂട്ടത്ത് കൂടിയിട്ട് ചിലപ്പോൾ മനുഷ്യന്മാർ നാശാവും എന്ന്. ഞാനൊന്നും അല്ല പറയാ, ഞാൻ നിങ്ങളൊന്നും അല്ല പറയാ. ഉദാഹരണം പറയാം, ഒന്നിനുമില്ലാതെ നിസ്കാരം ജമാഅത്തൊക്കെ നിസ്കരിക്കുന്ന ഒരാളെ ഒരുത്തൻ എല്ലാവരും കൂട്ടിയിട്ട് എന്ത് ചെയ്ത് പള്ളി കമ്മിറ്റിക്ക് നിർബന്ധിച്ചിട്ട് നോക്കുക, നല്ല കാര്യം തന്നെ. പിന്നെ അവിടെ നടക്കെന്താണെന്നറിയോ? പിന്നെ അവിടെ നടക്കൽ കുറച്ചു കാലം കഴിയുന്നതോടുകൂടെ ഈ കമ്മിറ്റിയിൽ ഇവൻ വരിക എന്നുള്ളത് അവനൊരു വിത്വാനത്തിൽ പിന്നെ അവിടെ വളർന്നു വരും. അവർക്കോ ഈ കമ്മിറ്റിയിൽ ഇവൻ വരലെന്താവും? നിർബന്ധവും. പിന്നെ പ്രസിഡന്റാൽ നിർബന്ധവും, സെക്രട്ടറിയാൽ നിർബന്ധവും. പിന്നെ അതിനൊരു അഭീഷ്ട വൃന്ദം ഉണ്ടാവും. പിന്നെ അവര് അത് പിടിച്ചു വാങ്ങും. മനസ്സിലായോ? പിന്നെ അവന്റെ പണി മുഴുവൻ എന്തിനു വേണ്ടിയാവും? ഇവിടെ പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റി അംഗം ആകാൻ വേണ്ടി ആവും. അപ്പൊ എന്താണെങ്കിലും കാലഘട്ടം ചെല്ലുന്നതനുസരിച്ച് ഇത് നിനക്ക് ഗുണമല്ല ഉണ്ടാവുക, ദോഷമാണ്. വിശന്ന് പൊരിഞ്ഞ 2 ചെന്നായ്ക്കളെ ആട്ടുംകൂട്ടത്തിലേക്ക് കയറി വിട്ടാൽ സ്ഥാനമാനത്തോടും ധനത്തോടും കൊതിയുള്ള ആളുകൾ എന്റെ സമുദായത്തെ കേടുവരുത്തുന്ന അത്രയൊന്നും ചെന്നായ്ക്കൾ ആടുകളെ കേടുവരുത്തൂല റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? വിശന്ന് പൊരിഞ്ഞ് 2 ചെന്നായ്ക്കളെ ആട്ടുംകൂട്ടത്തിലേക്ക് കയറൂരി വിട്ടാൽ ധനത്തോടും സ്ഥാനമാനത്തോടും ആർത്തിപ്പൂണ്ട മനുഷ്യന്മാര് എന്റെ സമുദായത്തെ കേടുവരുത്തുന്ന അത്ര ചെന്നായ്ക്കൾ പോലും ആടിനെ കേടുവരുത്തില്ല. ഹബീബ റസൂൽ പറഞ്ഞു, ഹൽ യഖദുറു അഹദുക്കും യംശി അലൽ മാഇ ബില തബ്തല്ല ഖദമാഹു. കാലുമ്മൽ വെള്ളം തൊടാതെ വെള്ളത്തിന്റെ മേലെ നടന്നു വല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയോ എന്ന് സ്വഹാബികളോട് നബി ചോദിച്ചു. എന്ത് 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 ഹൽ യംശി ഹൽ ഹൽ മിൻ അഹദിക്കും യംശി അല വജ്ഹിൽ മാഇ ബില അൻ തബ്തല്ല ഖദമാഹു. അവന്റെ 2 കാലുമ ഒരു തുള്ളി നനവ് പറ്റാതെ വെള്ളത്തിന് മേലെ കൂടെ നടന്നു പോകാൻ അങ്ങാർക്ക് ആർക്കെങ്കിലും കയ്യോന്ന് റസൂൽ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ലാ റസൂലുള്ളാഹ്, അത് നടക്കില്ല നബിയൻ. ഫഖാലിക അഹ്ലു ദുനിയ, അങ്ങനെ ഇരിക്കും ദുനിയാവിന്റെ അതിലേര്. അതിന്റെ കൂട്ടത്തിൽ കൂടിയാൽ നനവ് പറ്റന്നെയും മാറി നള. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. വെള്ളത്തിന്റെ മേലെ നടക്കുകയാണെങ്കിൽ എന്താവും? കാലുമാന് വരും. അതുകൊണ്ട് ദുനിയാവിന്റെ അഹങ്കാരം കൂട്ടത്തിൽ കൂടിയാൽ നിന്റെ ഉള്ള അമലും ഇല്ലാതെയാവും, കൂടണ്ട. അങ്ങനെ എല്ലാരും വിചാരിച്ചാ പിന്നെ അവിടെ പള്ളി ആരും നോക്കും. അങ്ങനെ എല്ലാരും വിചാരിക്കൂല. വിചാരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെ എല്ലാരും വിചാരിക്കൂല. അതിന് വേഗാറാണ്ട വിചാരിക്കൂല, ഒന്നും വിചാരിക്കൂല. അങ്ങനെ വിചാരിച്ചാൽ ഇവിടെ എന്ത് വരുന്നു വിചാരിക്കണ്ട. ഇവിടെ അങ്ങനെ ഇവിടെ വിചാരിക്കൂല. പള്ളി ആരും നോക്കുന്നൊന്നും ബേജാറാണ്ട. പള്ളി ഉണ്ടാക്കിയോ കമ്മിറ്റി ഉണ്ടാവും, ബേജാറാകണ്ട. ഉണ്ടാക്കാത്ത പള്ളിക്ക് വരെ കമ്മിറ്റി ഉണ്ടായിട്ടില്ലേ നാട്ടില്? ഉണ്ടാവില്ല, ഒരു കാലത്തുണ്ടാവില്ല. ആദ്യം കമ്മിറ്റി പള്ളിക്ക് വരെ കമ്മിറ്റി ഉണ്ട്, വോട്ടുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഉണ്ടാകാത്ത പള്ളിക്ക് വരെ. പിന്നെ ഇത് നാദിറുൻ ഹഖൻ ഖുലൂ മഹാഫിലിൻ അൻ ഹൗബത്തിൻ ഫൻദുർ ലിനഫ്സിക അഖില. ഇത് നാദിറുൻ അപൂർവമാണ്. എന്തുകൊണ്ടെന്നാൽ അപൂർവമാണ്. ഹഖൻ അതല്ലേ കഴിഞ്ഞോ? കുല്ലുൽ മആസി കദിയാഇ വഖൈബത്തിൻ ഔ നഹദ ദാലിക ബിഖ്തിലാതിക ഹസ്ന. ആ കൂട്ടത്തിൽ കൂടി ഇജു എന്താവും? നാശാവും. ഇതൊക്കെ പറ്റുന്ന ഇയാൾ വിചാരിക്കും, അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ്. വസ്രിഫ് ഇല ത്വാഅത്തി വഖതക കുല്ലഹു ലാ തത്റുകന്ന വഖതൻ സുദൻ മുതസാഹില എന്ന്. വസ്രിഫ് ഇല ത്വാഅത്തി, വസ്രിഫ് ഇല ത്വാഅത്തി, കാലം വസ്രിഫ്, നീ ചെലവഴിക്കുക. ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ അറിയാതെ വന്നു പോകും. ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ അറിയാതെ പലതും വന്നു പോകും. അതൊക്കെയുള്ള നമ്മളെ അമലുകളെയൊക്കെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് വളരെ സൂക്ഷിക്കണം. എല്ലാ കാര്യവും വളരെ സൂക്ഷിക്കണം. വസ്രിഫ്, നീ ചെലവഴിക്കണം. ഇല ത്വാഅത്തി, ത്വാഅത്തിലേക്ക്. വഖതക കുല്ലഹു, നിന്റെ സമയത്തെ മുഴുവനും. ലാ തത്റുകന്ന, നീ ഒരിക്കലും ഒഴിവാക്കരുത്. വഖതൻ, ഒരു സമയവും. സുദൻ, നിരുത്തരവാദിയായി. മുതസാഹിലൻ, കാര്യങ്ങളെ നിസാരവൽക്കരിച്ച് നിരുത്തരവാദിയായി അങ്ങനെ കിടക്കുക, അങ്ങനെ ഉറങ്ങുക, അങ്ങനെ കിടക്കുക, അങ്ങനെ ഉറങ്ങുക. അതെനിക്ക് പറ്റൂല. നമ്മൾ നോക്ക്. വസ്രിഫ് ഇല ത്വാഅത്തി വഖതക കുല്ലഹു
ലാ തത്റുകന്ന വഖ്തൻ സുദൻ മുതസാഹിലാ. വസ്രിഫ് നീ ചെലവഴിക്കുക ഇല ത്വാഅത്തുകളിലേക്ക്, വഴിപാടുകളിലേക്ക്. വഖത്തക നിന്റെ സമയത്തെ, കുല്ലഹു നിന്റെ മൊത്തം സമയത്തെ നിന്ന് ത്വാഅത്തിലേക്ക് ചെലവഴിക്കണം. ലാ തത്റുകൻ ഒരിക്കലും നീ ഒഴിവാക്കരുത്, വഖ്തൻ ഒരു സമയത്തെ, സുദൻ നിരുത്തരവാദിയായിട്ട്. സുദൻ എന്നൊരു വാക്ക് ഖുർആനിലൊരു സ്ഥലത്തുണ്ടല്ലോ. എവിടെയാണ് ആയത്ത്? ഖിയാമയിലിരിക്കുന്നാന്ന് തോന്നുന്നത്. കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى أيحسب الإنسان أن يترك سدى. അയഹ്സബുൽ ഇൻസാൻ മനുഷ്യൻ വിചാരിക്കുന്നുവോ അൻ യുത്രക സുദൻ ഇങ്ങനെ നിരുത്തരവാദിയായിട്ട് അവനെ ഉപേക്ഷിച്ച് കളയുമെന്ന്? വെറുതെ വിടൂല. സുദൻ നിരുത്തരവാദിയായിട്ട് ഒരു ഉത്തരവാദിത്തത്തിനും പെട്ടിട്ടില്ലെങ്കിലും ഒരു വൈറു മസ്ഊൽ ഒരു കാര്യം അവനോട് ചോദിക്കപ്പെടാതെ അവനെ അങ്ങനെ ഒഴിവാക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനുഷ്യനാണ്, മനുഷ്യൻ ഭയങ്കര ചോദ്യം ഉണ്ടാവും ഓരോ സെക്കൻഡും. അപ്പോൾ ഓരോ സെക്കൻഡിലും ഒരു പ്രശ്നമുണ്ട് എന്ന്. അതാണ് വസ്രിഫ് നീ ചെലവഴിക്കണം ഇല ത്വാഅത്തുകളിലേക്ക്, വഖത്തക നിന്റെ സമയത്തെ, കുല്ലഹും മൊത്തത്തെ. അതിനെന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മൊത്തം സമയത്തിന് ടൈം ടേബിൾ ഉണ്ടാക്കണം, അല്ലാതെ നന്നാവൂല. ടൈം പാസിന് വേണ്ടി അങ്ങനെ പ്രയോഗമുണ്ട്. അത് ടൈം പാസിന് വേണ്ടി, അത് ടൈം പാസിനാണ് അങ്ങനെ പ്രയോഗമുണ്ട്. ടൈം പാസിന് എന്നൊരു പ്രയോഗമുണ്ട്. അത് കാരംസ് കളിച്ച് ടൈം പാസിനാണ്, വർത്താനം പറഞ്ഞ് ടൈം പാസിനാണ്. അങ്ങനെ സംഗതി മനുഷ്യന്മാർക്ക് ഉണ്ടാവൂല. ആ ക്ഷീണിച്ചാൽ അവന് വിശ്രമിക്കാം, അല്ലാതെ ഒന്നും സംഗതിയില്ല. ടൈം പാസിന് വേണ്ടി ഒഴിവാക്കുന്ന സംഗതിയും ഇല്ല. കാരണം ഓരോ സെക്കൻഡ് മസ്ഊലാണ്, ചോദ്യം ചെയ്യപ്പെടും. ഓരോ സെക്കൻഡ് ചോദ്യം ചെയ്യപ്പെടും. കാരണം ഇവിടെ ആകെ കുറഞ്ഞ സമയമുള്ളൂ. എന്നെന്നും നീണ്ടു കിടക്കുന്ന ഒരു സ്വർഗം അവന്റെ മുന്നിലുണ്ട്. ആ സ്വർഗം ഈ സമയത്തിന് പകരാണ്. അതുകൊണ്ട് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. മനുഷ്യന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ മുത്തിആയ മനുഷ്യന്റെ ഉദാഹരണം, മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം ഐസ് കച്ചവടക്കാരനായ പോലെയാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഐസ് വെക്കുന്ന ഒരാളെ ഞാൻ ബസറയിലെ ചന്തയിൽ കണ്ട്. അയാൾ ഇങ്ങനെ ഐസ് വിൽക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് എന്ത് മൂലധനം നഷ്ടപ്പെടുന്ന ഒരാളോട് ഇർഹമു കരുണ ചെയ്യി, ഒന്ന് പാഞ്ഞു വരി എന്നിങ്ങനെ പറയുന്നുണ്ട്. മനസ്സിലായില്ല? ഒരാൾ എന്ത് ചെയ്യാ? ഐസ് വെക്കുക. ഐസ് വെക്കുന്ന ഒരാള് ജനങ്ങളോട് വിളിച്ചു പറയാ, ജനങ്ങളെ നിങ്ങൾ മറ്റ് സാധനമൊക്കെ പിന്നെ വാങ്ങിയാലും വേണ്ടില്ല, ഇത് വേഗം വാങ്ങി. കാരണം മൂലധനം നഷ്ടപ്പെടുന്ന ഒരാളോട് കരുണ ചെയ്യി. മറ്റുള്ളവർക്കൊന്നും മൂലധനം നഷ്ടപ്പെടുന്നില്ല, എനിക്കിവിടെ മൂലധനം നഷ്ടപ്പെടുക. ഓരോ സെക്കൻഡിലും ഇതിങ്ങനെ ഉരുകി അവസാനം കോല് മാത്രം വയ്ക്കോ. ഒന്ന് പാഞ്ഞു വരി, മറ്റോ പച്ചക്കറി ഇറച്ചിയൊക്കെ നിങ്ങൾക്ക് പിന്നെ വാങ്ങാം, ആദ്യം നിങ്ങൾ ഐസ് വാങ്ങി. അപ്പോഴാണ് എനിക്ക് സമയത്തെ പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇമാം റാസി റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് മനസ്സിലാവേണ്ട പറഞ്ഞത്? കാരണം ഇവിടെ എന്താണ്, ഇതന്നെ മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യന്റെ ഓരോ സെക്കൻഡും എന്താണ്? ഓന്റെ മൂലധനാണ്. അത് അലിഞ്ഞിങ്ങനെ പോവാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് വെറുതെയാക്കാൻ പാടില്ല, നഷ്ടപ്പെടും. മൂലധനാണ്. അതാണ് വസ്രിഫ് നീ ചെലവഴിക്കോ ഇല ത്വാഅത്തി വഴിപാടുകളിലേക്ക്, വഖത്തക നിന്റെ സമയത്തെ, കുല്ലഹും മൊത്തത്തെയും. ലാ തത്റുകൻ ഒരിക്കലും നീ ഒഴിവാക്കരുത്, വഖത്തൻ ഒരു സമയത്തെയും, സുദൻ നിരുത്തരവാദിയായിട്ട്, മുതസാഹിലൻ എല്ലാ ഗൗരവത്തെയും നിസാരവൽക്കരിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടാ. അങ്ങനെയാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച് എന്താ പറയാ, മനിൽ കയ്യീസു, ബുദ്ധിമാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, അല്ലാഹു റസൂലു അലൈഹി. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, കയ്യീസ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി. മനസ്സിലായില്ല? തന്റെ നഫ്സിനെ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ വഴിപ്പെടുത്തിയിട്ട് അവൻ എന്ത് ചെയ്ത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്ത്, അമൽ ചെയ്തു വെച്ചു. അവനാണ് ആര്? ബുദ്ധിമാൻ.
നല്ല കാര്യത്തിന് വേണ്ടി അവൻ നഫ്സിനെ ഒരുക്കി. എന്നിട്ട് അവൻ ആ മരണത്തിന് ശേഷമുള്ള കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്ത് അമൽ ചെയ്ത് അവനാണ് ബുദ്ധിമാൻ. അതദറൂന മാനിൽ കയ്യിസു അതദറൂന. പിന്നെ ഒരു ചോദ്യമുണ്ട്, അതദറൂന മനിൽ അജിസു അതദറൂന മനിൽ അജിസു. ഒന്നിനും കഴിയാത്തവൻ, ഒന്നിനും പറ്റാത്തവൻ, അവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് സ്വഹാബികളോട് ചോദിച്ചു. അല്ലാഹു റസൂലുഹു അലം. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് അല്ലദീ അത്ബഅ നഫ്സഹു ഹവാഹ, നഫ്സിനനുസരിച്ച് അങ്ങനെ ജീവിച്ചു, വതമന്ന അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ കൊതിക്കുകയും ചെയ്തു. മനസ്സിലായില്ല? അല്ലാഹ് എനിക്ക് സ്വർഗം തരാതിരിക്കൂല, ഞാൻ സ്വർഗത്തിൽ കടക്കാതിരിക്കൂല, ഞാൻ ഖബറിൽ അങ്ങനെ കുഴങ്ങൊന്നുമില്ല, ഞാനങ്ങനെ സിറാത്ത് പാലത്തുനിന്ന് ചാടൊന്നുമില്ല, ഞാനങ്ങനെ മീസാന്റെ അടുക്കൽ കുഴങ്ങൊന്നുമില്ല, നിന്നെ കാണുമ്പോ നബി അങ്ങനെ അബ്ദുൽ കൗസർ തരാതെ ഇരിക്കൊന്നുമില്ല, ഞാനങ്ങനെ നബി പോകുമ്പോ സ്വർഗത്തിൽ പോകാതെ ഇരിക്കൊന്നുമില്ല. നഫ്സിനെ ഹവയോട് തുടർത്തി മനസ്സിന് തോന്നുമ്പോൾ ജീവിച്ചു. പിന്നെ ആരമേൽ ആഗ്രഹിച്ച്? അള്ളാഹിന്റെ മേൽ ആഗ്രഹിച്ച്. ഇവൻ വല്ല പണിയെടുത്തോ? പറ, ഇവൻ വല്ല പണിയെടുത്തോ? പണി എടുത്തിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഓക്കെ, പണിയെടുത്തോ? ഇല്ല, നഫ്സിനെ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ ജീവിച്ച് ആരമേൽ ആഗ്രഹിച്ച്? അള്ളാഹിന്റെ മേൽ. അത് പറ്റൂല, അത് പറ്റൂല. അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞ കുറ്റം എന്ന് പറഞ്ഞത്. അതാണ് അവൻ എന്ത് ചെയ്യണം? അവന്റെ സമയം വരപ്പെട്ടതാണ്, നിസ്സാരവൽക്കരിച്ചൊരു സമയവും കളയാൻ പാടില്ല. പിന്നെ ഹലാലായ സമയം പോലും ആയിത്തീരും. ബിനിയ്യത്തിൻ മസ്റൂഫത്തിൻ അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? മസ്റൂഫത്തൻ അല്ലേ? ഹലാലായ സമയം പോലും ആയിത്തീരും. മുബാഹിന്റെ സമയം, അതായത് മുബാഹിൽ ഹലാലിൽ ചെലവഴിച്ച സമയം ആയിത്തീരും. ബിനിയ്യത്തിൻ നല്ല നിയത്തോടു കൂടി ആയിത്തീരും. മസ്റൂഫത്തൻ ഫിൽ ഖൈരി ഖൈറിലേക്ക് ചെലവഴിക്കപ്പെട്ടതായിത്തീരും. അതുകൊണ്ട് ഫസ്ഹു, നീ നിന്റെ നിയത്തിനെ നന്നാക്കിക്കോ. ബിലത്തില, ഒരു തെറ്റിനോടും ഒരു മോശത്തിനോടും ഇണങ്ങിച്ചേരാതെ നീ നിന്റെ നഫ്സിനെ നിയത്തിനെ നന്നാക്കിക്കോ. മനസ്സിലായില്ല? ഇങ്ങോട്ട് കച്ചവടം വാജിബാണോ? കച്ചവടം ചെയ്യൽ വാജിബാണോ? പറയാ മനുഷ്യ, വാജിബാണോ? അല്ല. സുന്നത്താണോ? അല്ല. പിന്നെന്താ? ഹലാല. പൂളക്കളക്കൽ, തെങ്ങിന് കളക്കൽ വാജിബാണോ? കൃഷി ചെയ്യൽ പറയാ മനുഷ്യ വാജിബാണോ? അല്ല. സുന്നത്താണോ? അല്ല. പിന്നെന്താ? ഹലാല. പക്ഷേ നിയ്യത്ത് നന്നാക്കിയാൽ അതും ഖൈറിലേക്ക് ചെലവഴിക്കപ്പെട്ടതായി തീർക്കാൻ കഴിയും. അതുകൊണ്ട് ഈ അവിടെ എന്ത് ചെയ്യണം? ഇപ്പൊ രാവിലെ സുന്നത്ത് സ്കരിച്ചാൽ അത് സുന്നത്താ, ഫർള് സ്കരിച്ചാൽ ഫർളാ. പിന്നെ ദിക്ർ ചൊല്ലിയാൽ അതും സുന്നത്താ. അത് കഴിഞ്ഞ് ഇനി പാടത്തേക്ക് ഇറങ്ങിയാൽ സുന്നത്തുമല്ല വാജിബുമല്ല, പിന്നെ അതെന്താ? ഹലാല. പക്ഷെ അതും നിനക്ക് എന്താവും? മസ്റൂഫത്തൻ ഇല്ലൽ ഖൈറാക്ക. അതുകൊണ്ട് നീ എന്തുദ്ദേശിച്ചാൽ മതി? നിയ്യത്ത് നന്നാക്ക. ഇതിന് ഇറങ്ങിയാൽ മാത്രമേ എന്റെ കുട്ടിയൊക്കെ ഹലാലായ ഭക്ഷണം കൊടുക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ കുട്ടികളെ ഹറാമ് തിന്നും, അല്ലെങ്കിൽ എരന്ന് തിന്നും, രണ്ടാണെങ്കിലും മോശം. അപ്പൊ ഞാൻ പാടത്ത് പണിക്കുക. അപ്പോൾ ഇവ ഈ പാടത്ത് പണിക്കോകൽ എന്തായി മാറി? മസ്റൂഫത്തിന് ഇല്ല ഖൈറായി. മനസ്സിലായില്ല? ഖൈറിലേക്ക് തിരിച്ചുവിട്ട സുന്നത്തായി. എപ്പോൾ നിയ്യത്ത് നന്നാക്കിയപ്പോ. കച്ചവടത്തിന് പോയി, കച്ചവടത്തിന് പോലും നല്ലതാ, ഞാൻ പീടിക തുറന്ന്. അപ്പൊ രണ്ട് നിയ്യത്തൊക്കെ. ഒന്ന്, കച്ചവടം ചെയ്താലേ എന്റെ കുട്ടിയൊക്കെ ഹലാലായ ഭക്ഷണം കിട്ടും. ഒന്ന്. രണ്ട്, ഞാൻ കച്ചവടം ചെയ്താലേ മാന്യമായൊരു വിലക്ക്, വല്ലാതെ അധികമായ അല്ലാതെ മാന്യമായൊരു വിലക്ക് ഈ നാട്ടുകാർക്ക് സാധനം കിട്ടുള്ളൂ. പറഞ്ഞത് മനസ്സിലായില്ലേ? സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ പീടിക തുറന്ന്. ആളൊന്നും ഇപ്പൊ വരൂല. എന്നാലോ ഏതെങ്കിലും വീട്ടിൽ ആട്ടല്ലാതെ കുട്ടികൾ കരഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലോ അപ്പൊ അവൻ എന്ത് ചെയ്ത്? ഏതോ കൊല്ലത്തിൽ ഒരു കുട്ടി മാത്രമേ അങ്ങനെ ആട്ട തെരഞ്ഞു വന്നുള്ളൂ. എന്നാലോ കൊല്ലം മൊത്തം ഇബാദത്തായി. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? സുബഹി നിസ്കരിച്ചപ്പോ എന്തായി? നിസ്കാരം കഴിഞ്ഞ് എന്ത് ചെയ്ത്? പീടികക്ക് താക്കോലോട് വെച്ച് തുറന്ന്. ആളൊന്നും വരൂല. ഇവനെ ഓതി അവിടെ കുത്തരുന്ന്. എന്നാലും ഇവിടെ നല്ലതന്നെ. എന്തുകൊണ്ട്?
ഇന്നലെ വൈകുന്നേരം ആട്ട വാങ്ങാതെയോ, മനസ്സിലായില്ല, സാധനങ്ങൾ വാങ്ങാതെയോ, ഏതെങ്കിലും പുരയില് കുട്ടികൾ മദ്രസക്ക് പോകൂല, ചായയും കടിയും കിട്ടാതെയോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടോ എങ്കിൽ അപ്പൊ ആ കുട്ടിയൊക്കെ ഒരു വിശ്വാസം, ആ ഉമ്മാക്കൊരു വിശ്വാസം, അല്ലല്ല അമ്മൂട്ടിക്കാരുടെ കടപ്പ തുറക്കും, ഒരു സുബൈ നിസ്കരിച്ചാൽ തുറക്കും, പോയി വാങ്ങിക്കൊണ്ടിരും കുട്ടികളെ, അവർ വാങ്ങിക്കൊണ്ടിരുന്നു. കുട്ടികൾ മദ്രസയിൽ പോകുന്നതിന് ചായയും കടി ആയി കൊടുത്ത് കുട്ടികൾ അത് കുടിച്ച് അള്ളാഹിനെ പറ്റി പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇബാദത്തായി. ഈ ബാത്തിനെ കൂലി ഇവിടെ ആർക്ക് കിട്ടി? കച്ചവടക്കാരന് കിട്ടി. കച്ചവടം എന്താണേനും ഹലാല, പക്ഷെ നിയത്തുണ്ട്, ഹൈറായ നിയത്തുണ്ടായി. അപ്പോൾ തുറക്കുന്നതിൽ ഹൈറുണ്ട്, ആ കച്ചവടം ചെയ്യുന്നതിൽ ഹൈറുണ്ട്. ഇല്ലേ? പറയും ഇതിലൊക്കെ ഇയാൾക്ക് എന്തുണ്ട്? ഹൈറായത്. അതുകൊണ്ട് ഇത് സുന്നത്തും വാജിബും പോലെയാണ്. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഇവൻ ഇത് മുഴുവനും എന്തായി? അവന്റെ ജീവിതത്തിൽ ഹൈറല്ലാത്തൊരു സംഗതി ഇല്ല, മൊത്തം നന്നായി. അള്ളാഹു നന്നാക്കി തരട്ടെ എല്ലാം. അത് രാവിലെ തന്നെ ഒരു മനുഷ്യൻ എന്ത് ചെയ്ത്, ഒരു ഓട്ടോറിക്ഷ ഓടിക്കണ ആളാ, ഓട്ടോറിക്ഷ കൊണ്ടോ രാവിലെ പുറത്തിറങ്ങി അങ്ങനെ ചുറ്റി. ഏതെങ്കിലും ഒരു മനുഷ്യൻ ബസ്സൊന്നും വരാതെ കഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്ടി കാത്തിരിക്കുന്ന കുഴങ്ങുണ്ടോ ആവോ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളെ കണ്ട് ബസ് വരാൻ ഇനിയും 3/4 മണിക്കൂർ കഴിയണം. ഓട്ടോറിക്ഷ ഇവന്റെ കയ്യിലുണ്ട്, അവിടെ നിർത്തി. റെയിൽവേ സ്റ്റേഷനിൽ 3 കിലോമീറ്റർ എത്രയെന്ന് ചോദിച്ചു. 100 റുപ്യ. മനസ്സിലായില്ല? അവിടെ എന്തല്ല മനസ്സിലായില്ല. അവിടെ 25 റുപ്യന്റെ ചാർജ് മതി. മനസ്സിലായോ? ഇവിടെ ഈ 25 റുപ്യ കൊണ്ട് ഇയാളെ ഓട്ടോറിക്ഷയിൽ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ എത്തിച്ചു കൊടുത്താൽ ഈ യാത്ര കൊണ്ട് ഇവനെ എന്തുറക്കും? സ്വർഗം ഉറക്കും, അല്ലെങ്കിൽ 100 റുപ്യ ഉറക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിൽ എന്തുറക്കൂല? എന്തുറക്കൂല? സ്വർഗം ഉറക്കൂല. കിട്ടുന്ന അവസരം മുതലാക്കൊന്നുമില്ല. ചില ആളുകൾക്ക് സ്വഭാവമുണ്ട്, രാത്രി 10 മണി വരെ പീടികയിൽ ഒരു ചാർജും 10 മണി കഴിഞ്ഞാൽ വേറെ ചാർജും. ഇത് ഇങ്ങനല്ലേ? ഓട്ടോറിക്ഷ നിങ്ങൾക്ക് പീടിയെല്ലാം തോന്നുന്നു. നിങ്ങൾ പറയേ ഇതില്ലേ? ഇതുണ്ടോ? എന്താ നിങ്ങൾ ഉറങ്ങണില്ലേ? ഇല്ലേ? പീടികയിലുണ്ട്. പരിസരത്ത് പീടികയിൽ മുഴുവനും സാധനം അടച്ച നേരാണ് എങ്കിൽ, പ്രത്യേകിച്ച് പഴക്കച്ചവടക്കാര് 10 റുപ്യ കിലോ കൂട്ടും. രാത്രിയായാലും 10 മണി കഴിഞ്ഞാൽ. നിങ്ങൾക്കതിന് വല്ല അന്തമുണ്ടോ? നിങ്ങൾ വൈകുന്നേരം 6 മണിയാവണോടെ കിടന്നുറങ്ങണം. നിങ്ങൾക്ക് ഈ ദുന്യാവിൽ ഇവിടെ എന്താ നടക്കണമെന്ന് വല്ല അന്തമുണ്ടാ? ഇല്ലേ? ഉണ്ട്. രാത്രി കഴിഞ്ഞാലോ അത് മീനായിരിക്കും. കുറച്ച് വിൽക്കണമുണ്ട്, നല്ല വർത്താന. കുറച്ച് വിൽക്കണമുണ്ട്, അത് ചെലവാകാത്ത മീനായിരിക്കും കുറച്ച് വിൽക്കണം. അത് തെറ്റ് ശരി നല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ എന്താന്ന് ഞാൻ പറഞ്ഞെന്നറിയോ? അവിടെ എന്ത് ചെയ്യരുതോൻ മുതലാക്കരുത്. അവൻ സാധാരണ ആളുകളെ ഇടപെടുക. സാധാരണ ആളുകൾ ഇടപെടുമ്പോൾ ഇടപെടുക. അങ്ങനെ അത് ഏത് കാര്യം അങ്ങനെ. കൂലിപ്പണിക്ക് 2 ആള് വിളിച്ച് ആദ്യം വിളിച്ചോണം എപ്പം പോവാ. മനസ്സിലായോ പറഞ്ഞത്? ഒരാളെ ആദ്യം വിളിച്ച് പണിക്ക് വരാന്ന് പറഞ്ഞ്, മറ്റും വിളിച്ച് ഒരു ദിവസത്തെ കൂലിപ്പണിക്ക്, സാധാരണ കൈക്കോട്ട് പണിക്ക് നമ്മളെ നാട്ടിൽ എത്ര? 700 റുപ്യ. അത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്ന് വിളിച്ച് ഉറപ്പിച്ച്, ഞാൻ തെങ്ങിന് തടന്നുറക്കാൻ നാളെ വരാമെന്ന് പറഞ്ഞ് ഉറപ്പിച്ച്. പിറ്റേന്ന് രാവിലെ കാറും കൊണ്ട് വേറൊരു മുതലാളി വന്ന്, എനിക്ക് 4 ദിവസത്തെ പണിയുള്ളൂ, ഗൾഫ് പോകണം എന്ന്, നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് പോയിന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് പറയാ, ഞാൻ നമ്മളെ അലവിക്കുട്ടിക്ക് ഒരു പണി ഏറ്റിരിക്കുക, ഇജന്നെ പോയിട്ട് ഒന്ന് പറയാം. അയാൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പൊ മറ്റേ മുമ്പ് പറഞ്ഞേ, ഞാൻ 800 റുപ്യ തരാം. മനസ്സിലായില്ല? ഇവിടെ എന്ത് ചെയ്ത് ഒരു 100 റുപ്യ 50 റുപ്യ പിന്നെ എന്തായി കൂട്ടി അധികം പറഞ്ഞ് ഇപ്പം പണിക്കാൻ പാടില്ല. കാരണം മറ്റൊരുത്തനെ മേലെ അവൻ എന്ത് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ 100 റുപ്യ അവനോട്ട് ഉപകരിക്കില്ല. അത് എല്ലാ സംഗതിയിലും അതുണ്ട്, എല്ലാ കാര്യത്തിലും അതുണ്ട്. ഒരു മൂല്യരാണ്. ഇപ്പൊ ഞാൻ നിന്റെ കാര്യം പറയാം, അങ്ങനെ കൂലിപ്പണിക്കാരെ മാത്രം തലയിൽ കൂടി കയറിയെന്ന് വേണ്ട. ശാബ മാസത്തിൽ ഏകദേശം മൂല്യന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ശാബ മാസത്തിൽ നിങ്ങൾ നമ്മളെ നാട്ടിൽ കൊല്ലം ജോലി ചെയ്യും, നിങ്ങൾക്ക് നമ്മൾ 10,000 റുപ്യ ശമ്പളം നേരെ മാസത്തിൽ ആയിക്കോട്ടെ അൽഹംദുലില്ലാ ഉറപ്പിച്ച്. അങ്ങനെ ഉറപ്പിച്ച് പോകാൻ നിൽക്കണ സമയത്ത് എന്തായിന്നറിയോ? 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വേറെ ഒരു പറമ്പിൽ ബസാറുകാർ വന്ന്, അല്ലെങ്കിൽ പള്ളിക്കൽ ബസാറുകാർ വന്ന്, ഏതോ നാട്ടുകാരോ ബസാറുകാരോ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നമ്മളൊപ്പം പോയി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞങ്ങനെ പാട്ടേരോട് ഒത്തതാണ്, ഏറ്റതാണ്. അപ്പൊ പിന്നെ മറ്റൊരു വേഗം എന്ത് ചെയ്ത്, ഏത് ഉറപ്പിനെയും പണത്തിന് അളക്കാൻ കഴിയും. നമ്മളൊരു 10-15 റുപ്യാണ് കഴിഞ്ഞ കൊല്ലം വരെ കൊടുത്ത്, ഇക്കൊല്ലം നമുക്ക് എന്തെങ്കിലും കൂട്ടിയെടുക്കാന്നറിയാം. അപ്പൊ പിന്നെ ഇവരോട് എന്ത് പറയാ?
തൽക്കാലം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് സംസാരിക്കാന്നറിയാം. എന്നിട്ട് മറ്റോരോട് എന്ത് പറയാ, എനിക്ക് കൊല്ലം അങ്ങനെ തൽക്കാലം അവിടെ വന്ന് നിൽക്കണ്ടെന്ന് പെണ്ണുങ്ങളോടൊക്കെ മുഷാവറ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ഇസ്തിഹാർത്ത് നിസ്കരിച്ചപ്പോൾ ആ വൈക്കൊരു പണിക്ക് പോകണമെന്ന് എനിക്ക് രാഹത്ത് കിട്ടിയില്ല, ഞമ്മക്ക് പിന്നെ ആ കങ്ങൾ വേറെ ആരെയും വിളിച്ചോളൂ എന്നറിയാം. മനസ്സിലായില്ല? ഈ ബാക്കി കിട്ടിയ പൈസ ഈ മൂല്യർക്കും ഉപകരിക്കൂല. അപ്പുറത്തേക്ക് മാറി എത്രയോ എനിക്കറിയാം. നമ്മളൊരു കുറ്റം പറയല്ല, അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഈമാന്റെ ഉറപ്പിന്റെ കമ്മിയാണ്. അതൊക്കെ ഉറപ്പിച്ച് അടുത്ത ഷാബാൻ വരെ, അടുത്ത ഷാബാൻ അമ്പവരോട് പറയാ, എന്ത് നിങ്ങൾ തൽക്കാലം നല്ലൊരാളെ നോക്കി അസ്സലാമു അലൈക്കും, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ പറ്റും. അതാ പറഞ്ഞത്. ഏതൊരു പണിയെടുക്കുമ്പോഴും എന്ത് ചെയ്യാം, അങ്ങനെ എത്രയോ ഉണ്ട്. തല്ല് വരെ ഉണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട്, തല്ലുണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തെ സംഭവത്തിൽ അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. കാരണം റസ്സാഖായ ആൾ ആരാണ്? അള്ളാഹുവാണ്. ഏതൊരു അമലാണെങ്കിലും ഒരു പ്രത്യക്ഷമായ ഭൗതികമായ കാര്യമാണെങ്കിൽ പോലും അതിൽ എന്ത് നന്നാക്കണം? നിയ്യത്ത് നന്നാക്കുക, എന്നിട്ട് അതും അമലാക്കി മാറ്റുക. അതെന്തും ഒരു ബാർബർ ഷാപ്പും ഒക്കെ അമൽ തന്നെ ആയിരിക്കും. അതിലെ നിയ്യത്ത് നന്നാക്കിയാൽ മതി. നോക്ക് അവനവന്റെ പണി. ഓരോരുത്തർക്കും പണി ഉണ്ടാവും. ഈ പണി ഓരോന്നും. നിങ്ങളെ പണി എന്താ? കച്ചവടം. അങ്ങനെ തിരക്കടില്ലല്ലോ. നിങ്ങളെ പണി കച്ചവടം. നിങ്ങളെ പണി എന്താ? മുഅദ്ദിനാണ്. നോക്കി നിങ്ങള്. അത് പ്രത്യക്ഷത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴിയാ. എന്നാൽ ഇത് പ്രത്യക്ഷത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലെങ്കിലും ഇതും സ്വർഗത്തിലേക്കുള്ള വഴിയാ. മനസ്സിലാക്കണം. അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യിന വസിദ്ദീഖീൻ അൽ മുഅദ്ദിനൂന അത്വലുൻ നാസി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ബാങ്ക് കൊടുക്കണവര് തല ഉയർത്തി പിടിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് നേരിട്ട് സ്വർഗത്തിലേക്കുള്ള വസീല താഴത്താണ്. എന്നാ കച്ചവടം നേരിട്ട് വസീലത്തുള്ള താഴത്തല്ല. പക്ഷെ അത്താജിറു അസ്സദൂഖു അൽ അമീൻ, സത്യവാനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ മഅൻ നബിയ്യിന യൗമൽ ഖിയാമ, നബിമാരുടെ കൂടെയാണ് എവിടെ വരിക? മഹ്ശറിക്ക് വരിക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആര്? സത്യസന്ധനായ കച്ചവടക്കാരൻ. അപ്പൊ കച്ചവടം എന്നതൊരു പ്രത്യക്ഷ ഭൗതികമായ കാര്യമാണെങ്കിൽ പോലും നിയ്യത്ത് നന്നാക്കിയാൽ ഇവനും ആരെ കൂടെ പോകാം? നബിമാരെ കൂടെ പോകാം. പറഞ്ഞത് മനസ്സിലായില്ലേ? ഏത് പണിയും ബാബുട്ടിക്ക് പണി ഗൾഫ് പോക്കാണ്. ഓരോരുത്തർ അനക്ക് എന്താ പണി പറയടാ, ഞാൻ സ്വർഗത്ത് കാക്കി തരാം. പറയടാ എന്റെ പണി പറയാൻ. ഡ്രൈവിങ് നല്ല കാര്യം, നല്ല കാര്യം. അതിന് ഹലാലും ഹറാമും സൂക്ഷിച്ചാൽ മതി, നിയ്യത്ത് നന്നാക്കിയാൽ മതി. എന്തിനാ ഡ്രൈവ് ചെയ്യണത്? എത്രയോ ആളുകളെ ഹൈറായ കാര്യത്തിലേക്ക് ചേർത്ത് കൊടുക്കാനല്ലേ. മനസ്സിലായ പറഞ്ഞത്? അതന്നെ. അവിടെ തന്നെ പിന്നെ തണുപ്പ് നോക്കി നിൽക്കരുത്. ഉദാഹരണം പറയാം, ബീവറേജിന്റെ മുന്നിൽ പോയി നിൽക്കുക ഓട്ടോറിക്ഷയും കൊണ്ട്. മനസ്സിലായില്ല? എന്താണെങ്കിലും കുപ്പി വാങ്ങി വരുന്നവര് പെട്ടെന്ന് കഴിച്ചിലാണെന്ന് ബോധമുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായില്ല? തന്നെ ഉദാഹരണം പറഞ്ഞുതരാം. ഇത് ഞാൻ സ്വർഗത്തും നരകത്തും ഉപ്പാക്കി തരാം. മനസ്സിലായ പറഞ്ഞത്? ഈ പണി ബീവറേജിന്റെ അടുത്ത് പോയി നിൽക്കാം, പള്ളിന്റെ അടുത്തും പോയി നിൽക്കാം. മനസ്സിലായില്ലേ? ബീവറേജിന്റെ അടുത്ത് പോയി നിന്നാൽ രണ്ട് കാര്യമുണ്ട്. എന്ത്? ഒന്ന്, ഇത് കയ്യിൽ കിട്ടിയ ആൾക്ക് പെട്ടെന്ന് മറ്റൊരു വേറെ അപ്പുറത്തേക്ക് എരിപെരി കൊണ്ടിട്ട് അങ്ങനെ പള്ള ബേജാറായി നിൽക്കായിരിക്കും. ആര്? ഇതിനൊരു വിത്താനത്തുണ്ടല്ലോ, പറയടാ, ഇതിനൊരു അഹില് വിത്താനത്തില്ലേ, അവരിവിടെ എരിപെരി കൊണ്ട് ഇരിക്കായിരിക്കും. ആ സമയത്ത് ഇവരെന്താ? ഒന്ന്, ഓട്ടം ഉറപ്പായിട്ട് കിട്ടും. രണ്ട്, പറഞ്ഞ പൈസയും കിട്ടും. ഇത് വേഗം കുടിക്കണം എന്നുള്ള നിയത്തിൽ പാഞ്ഞു പോകുമ്പോ അവർ കയ്യില് ഒരു 10 റുപ്യക്ക് ഒരു തർക്കിക്കൂല. മനസ്സിലായ പറഞ്ഞത്? അതിന് പോകണ്ട. സിനിമാളിന്റെ മുന്നിൽ പോയി നിൽക്കണ്ട. സെക്കൻഡ് ഷോ ഇടുന്ന സമയം നോക്കി നിന്നാൽ നല്ല ഓട്ടം കിട്ടും, പള്ളർച്ച് പൈസയും കിട്ടും. ശരി, അവിടെ പോയിക്കണ്ട. ഇവര് മാസി കണ്ടുവരികയാണ്. ഇവരെന്ത് കഴിഞ്ഞ് വരികയല്ല, ഹൈർ കഴിഞ്ഞ് വരികയല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചു പോയാൽ വിരോധമൊന്നുമില്ല. സ്വാഭാവികമായി സംഭവിച്ചു പോയി വിരോധമൊന്നുമില്ല. അങ്ങനെ വിൽക്കുന്ന ആളുകളുണ്ട്. കള്ള് ഷാപ്പിന്റെ മുന്നിൽ എരിവും പൊളിയും നിൽക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഹറാമിന് കൂട്ടുനിൽക്കുന്നവരാണെന്ന് മാത്രമല്ല, ഒരാൾ കള്ളു കുടിക്കുമ്പോഴത്തേന് ആ കള്ളിന് മാധ്യമമായത് കൊണ്ട് 10 വിഭാഗം ആളുകളെങ്കിലും നരകത്തിൽ പ്രവേശിക്കുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് മദ്യം കഴിക്കുമ്പോഴത്തിന് 10 വിഭാഗം ആളുകളെങ്കിലും നരകത്തിൽ പ്രവേശിക്കുമെന്ന് പുണ്യനബിയുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം അതിന് ഹാക്കടങ്ങളെന്ന് നോക്കിക്കോളി. ഓരോരുത്തരുടെ പണി. ഇപ്പൊ ഞാൻ മൂല്യരാണ്, വയറിൽ പറയും,
അത് സ്വാഭാവികമായി വയറു പറഞ്ഞാൽ എന്തെങ്കിലും മനുഷ്യന്മാർ കൊടുക്കും. ഇതൊക്കെ അതിന്റെ സ്വാഭാവികമാണ്. അന്ന് മുതൽ ഇന്ന് വരെ നടക്കുന്ന കാര്യം തന്നെയാണ്. അത് എല്ലാ കാലത്തും എല്ലാവർക്കും. പക്ഷെ അതുമേൽ എന്താവരുത്, അതുമേലൊരു കൂട്ടിപ്പിടുത്തം, അതുമേലൊരു ഭൗതികമായ മാത്രം ഉദ്ദേശം അതൊരു ആലിമിനുണ്ടാകാൻ പാടില്ല. അതിലൊരു ദുന്യാവിനെ ഉദ്ദേശിക്കുക അത് പാടില്ല. അള്ളാഹു എന്നാലോ ഈ മനുഷ്യന്റെ ദുന്യാവൊക്കെ ഇതുമേൽ എല്ലാ ദുന്യാവും അതിന്മേൽ കഴിഞ്ഞും പോവും, ഒക്കെ ഉറപ്പ് തന്നെയാണ്. പക്ഷെ അതിമ തന്നെയാണ് കൂടുക. ആ ദുന്യാവിന്റെ ഒരു വസീലത്തിലേക്ക് ഒരു മാധ്യമമാക്കുക. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാം ഏത് പണിയും വയറു പറഞ്ഞാലും സ്വർഗത്തിൽ കിടക്കൂല, പള്ളിക്ക് ബാങ്ക് കൊടുത്തോണ്ട് സ്വർഗത്തിൽ കിടക്കൂല, കച്ചവടം ചെയ്തുകൊണ്ട് നരകത്തിലും കിടക്കൂല. നിയ്യത്ത് ഉണ്ടാക്കണം, നന്നാക്കണം. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. പിന്നെ 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 മനസ്സിലായില്ലേ? സൂചി കൊണ്ട് ഒരു മനുഷ്യൻ എന്തേ പറയാം. അശറത്തുൻ ഓതിയതല്ല, ഹദീസാണ് മോനെ. അശറത്തുൻ തദ്ഖുലുൻ നാറ ഫിൽ ഖംരീൻ. അശറത്തുൻ തദ്ഖുലുൻ നാറ ഫിൽ ഖംരി. 10 വിഭാഗം ആളുകൾ മദ്യപാനത്തിന്റെ വിഷയത്തിൽ അല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് നരകത്ത് കിടക്കുമെന്ന് പുണ്യം നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വതസീറു ഔഖാത്തുൽ മുബാഹി, ഹലാലിൽ ചെലവഴിക്കപ്പെടുന്ന സമയം ആയിത്തീരും. ബിനിയത്തിൻ, നല്ല നിയത്തോടുകൂടി ആയിത്തീരും. നല്ല നിയത്തോടുകൂടി അത് ഹറാമിൽ ചെലവഴിച്ചാൽ ആ സമയവും ആയിത്തീരും. മസ്റൂഫത്തൻ ഫിൽ ഖൈരി, ഖൈറിലേക്ക് ചെലവഴിച്ചതായിത്തീരും എന്ന്. നിസ്സംശയം നീ നിന്റെ നിയ്യത്തിനെ നന്നാക്കിക്കോ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പിന്നെ നീ ഭാഗിക്കുക. അള്ളാഹുവിന്റെ സഹായത്തോടുകൂടെ നീ ഭാഗിക്കുക. വഖതക, നിന്റെ ഒരു ദിവസത്തെ സമയത്തെ നീ ഭാഗിക്കണം. അപ്പൊ ഒരു ടൈം ടേബിൾ അവനവന്റെ വീട്ടിൽ എന്ത് വേണം? ടൈം ടേബിൾ വേണം, നിർബന്ധമായിട്ട് വേണം. അത് സ്കൂളിലെ കുട്ടിയേക്കാൾ ടൈം ടേബിൾ വാപ്പാണ്ടത് ആർക്കാണ്? ബാപ്പാക്കാണ്. ടൈം ടേബിൾ കൃത്യമായിരിക്കണം. നോക്ക് നീ ഭാഗിക്കുക. വഖതക, നിന്റെ സമയത്തെ. അള്ളാഹുവിന്റെ സഹായത്തോടുകൂടെ നീ ഭാഗിക്കുക. അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി നീ ഭാഗിക്കുക. വഖതക, നിന്റെ സമയത്തെ. വസ്രിഫൻ കുല്ലൻ വസ്രിഫൻ, എന്നിട്ട് നീ ചെലവഴിക്കുക. കുല്ലൻ, ഓരോ സമയത്തെയും. ബിമാ ഹുവ ലായിഖുൻ, അതതിനോട് യോജിച്ച ഏറ്റവും നല്ല കർമ്മത്തിൽ. സുബൈന്റെ വാങ്ങ് കൊടുത്താൽ ഏറ്റവും നല്ല കർമ്മം സുബൈസ്കരിക്കല്. സുബൈസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും നല്ല കർമ്മം ഖുർആൻ ഓതല്. മനസ്സിലായില്ലേ? സൂര്യൻ ഉദിച്ചാൽ ഏറ്റവും നല്ല കർമ്മം ഇശ്റാഖ് നിസ്കരിക്കല്. ഇശ്റാഖ് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പിന്നെ ഏറ്റവും നല്ല കർമ്മം കൃഷിയോ കച്ചവടോ അധ്വാനോ ഏതെങ്കിലും ഒരു പണിയെടുക്കല്. പറഞ്ഞ മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു നമ്മൾ പോലത്തവർക്ക് ഏറ്റവും നല്ലത് പിന്നെ അവിടെ ഒരു പണിയെടുക്കല്. മനസ്സിലായ പറഞ്ഞത്? 2 റുമഹിന്റെ ഖദർ പൊന്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നല്ലത് ളുഹ നിസ്കരിക്കല്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പോവുക. ളുഹറിനോട് അടുത്ത് കഴിഞ്ഞാൽ ഇത് തഹജ്ജുദ് നിസ്കരിച്ച ആളാണ് എങ്കിൽ പിന്നെ അവിടെ നിലക്കുന്നത് അരമണിക്കൂറെങ്കിലും കൈലൂടെ തുടങ്ങല്. അരമണിക്കൂറെങ്കിലും കൈലൂടെ തുടങ്ങും. എന്തിനു മുമ്പ്? ളുഹറിന് മുമ്പ്. പിന്നെ ളുഹറിന് ബാങ്ക് കൊടുത്തു. ളുഹറിന് ബാങ്ക് കൊടുത്താൽ ഏറ്റവും നല്ലത് ളുഹർ നിസ്കരിക്കല്. ഇങ്ങനെ ഒരു ടൈം ടേബിൾ എല്ലാവർക്കും ഒരു അറിയൊരു ടൈം ടേബിൾ. പീടിയൊക്കെ ഒന്ന് അടിച്ച്, പീടിയക്കാരനാണ്, 2 ആളുകൾ പീടിയിലുണ്ട്, കച്ചവടം സഹായിക്കാൻ ഒരു കൃത്യം അത് ഉണ്ടാവുക. ഇത്ര മണിക്ക് പീടിയിൽ വരും, ഇന്നതൊക്കെ നോക്കും, ബാക്കി കംപ്ലൈന്റും ഫോൺ ചെയ്യും, വരുത്തേണ്ടത് വരുത്തും. മനസ്സിലായില്ലേ? ഹോൾസെയിൽ മാർക്കറ്റ് എല്ലാം ക്ലിയർ ആക്കി വെക്കും. ഫാത്തൂറ കൊടുക്കേണ്ടതെല്ലാം ഏതെങ്കിലും വണ്ടിക്കാർക്ക് പൈസ കൊടുക്കാണെങ്കിൽ അതെല്ലാം കൊടുക്കും. അപ്പോഴത്തിന് 12 മണിയാവും. 12 മണിയായ മുമ്പ് നേരെ പീടിയന്റെ ബാക്കിൽ ചായ്പുണ്ട്, ഒരു കട്ടിലുണ്ട്, അവിടെ പോയി അരമണിക്കൂർ കിടക്കും. അപ്പോഴത്തിന് ളുഹറിന് വാങ്ങി കൊടുക്കും, പിന്നെ കൊടുക്കും, നേരെ അവിടെ പോകും. ജമാഅത്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ട് നിനക്ക്. നോക്ക്, നീ ഭാഗിക്കണം. വഖതക ബിഔനില്ല, അള്ളാന്റെ സഹായത്തോടുകൂടെ നീ ഭാഗിക്കണം. വഖതക, നിന്റെ സമയത്തെ. വസ്രിഫൻ കുല്ലൻ, എന്നിട്ട് എല്ലാ സമയവും നീ ചെലവഴിക്കണം. ബിമാ ഹുവ ലായിഖുൻ, അതാത് സമയത്തോട് ഏറ്റവും യോജിച്ചതിനോട് ചെലവഴിക്കണം. വസ്രിഫൻ, എല്ലാ സമയത്തെയും നീ ചെലവഴിക്കണം.
കുല്ലൻ എല്ലാ സമയത്തെയും നീ ചെലവഴിക്കണം, ബിമാ ഒന്നുകൊണ്ട് ചെലവഴിക്കണം, ലായിക്കുൻ ഹുവ ലായിക്കുൻ ആ ഒന്നാണ് അവിടെ ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? ഏതൊരു കാര്യമാണോ ആ സമയത്ത് ഏറ്റവും നല്ലതെങ്കിൽ നിങ്ങൾക്ക് നോക്കി പറഞ്ഞത് മനസ്സിലായോ? അവിടെ ഏറ്റവും നല്ലത് എന്താണോ അത് അവിടെയാണ് ചെയ്യുക. അസറിന്റെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ് എന്ത് ചെയ്തു, പിന്നെ എന്ത് ചെയ്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചു. ആ പൊരിക്കൊഴിഞ്ഞ ഒരു റാഹത്തുള്ള സമയമാണ്. നാട്ടിലൊരു രോഗിയുണ്ട്, അപ്പൊ എന്ത് ചെയ്ത് ആ രോഗിയെ കാണാൻ പോയി. എന്നൊക്കെ പറഞ്ഞത് മനസ്സിൽ ഇങ്ങനെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരു കുഴഞ്ഞ ആളുണ്ട്, ഇന്നൊരാളെടുത്ത് പോയി, നാളെ വേറൊരാളെടുത്ത് പോയി, അവിടെ 10 100 റുപ്യ കൊടുത്ത് 500 റുപ്യ കൊടുത്ത് എന്റെ കഴിവനുസരിച്ച് കൊടുത്തു പോന്നു. മകരിബായി, അപ്പൊ പിന്നെ ഇതൊന്നും മറക്കൂല. മകരിബായ പിന്നെ രോഗിനെ സന്ദർശിക്കാൻ പോകുന്ന നേരമല്ല, അത് പിന്നെ എന്താണ് പള്ളി കയറുന്ന നേരം. പിന്നെ ഇശ കഴിയാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. ഇങ്ങനെ നീ ഭാഗിക്കുക. നോക്ക് നോക്ക് ഇതൊക്കെ ഇപ്പൊ എന്താ പറയുന്നറിയോ? ഇത് ശരിയാകാതെ നമ്മൾ ശരിയാവൂല. നീ ടൈം ടേബിൾ വരാൻ പോകുന്നുണ്ട്, നീ കൃത്യം ടൈം ടേബിൾ ഇവിടെ പറയും. എന്തില്? ഈ കിതാബിലെ വലിയ പ്രത്യേകതയാണ്, രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ മൊത്തം ടൈം ടേബിൾ ഈ കിതാബ് പറയുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതോരോന്ന് ഞാൻ പറഞ്ഞുതരാം. അതനുസരിച്ചാണ് നീങ്ങിയാൽ ഭയങ്കര കൃത്യമായിരിക്കും. നീ ഭാഗിക്കുക. ഒരു ടൈം ടേബിൾ വെക്കണം. അത് ഇന്നാലിന്ന വീട്ടിലെവിടെ, അമ്മക്കെവിടെ, അമ്മക്കെവിടെ പോയി എന്ന് വീട്ടിൽ അന്വേഷിച്ച് വന്നാൽ പുരക്കാരത്തിക്ക് പറയാൻ കഴിയണം. മനസ്സിലായില്ല? അല്ലെങ്കിൽ അയൽവാസിക്ക് അറിയാൻ കഴിയണം, നാട്ടുകാർക്ക് പറയാൻ കഴിയണം. ആ എന്ത് ഇപ്പൊ പോയിക്കോ, ഇപ്പൊ വെളിയിലുണ്ടോ, ഇപ്പൊ പോയിക്കോ, ഇപ്പൊ പൊരയുണ്ടോ, ഇപ്പൊ പോകണ്ട. മൂപ്പര് ഹോൾസെയിൽ മാർക്കറ്റ് പോണ നേരാണെന്ത്, ഇപ്പൊ പോകണ്ട, ഇപ്പൊ അവിടെ നിന്നളാ. മൂപ്പര് ഏതെങ്കിലും രോഗികളെ സന്ദർശിക്കാൻ പോണ നേരാണ്, ഇപ്പൊ ഇന്ന് ആരെയെ കാണാൻ പോയി എന്ന് അറിയണ്ട. ഏതായാലും പള്ളിന്റെ മുന്നിൽ കാത്തുന്നോ, മകര് നിസ്കരിക്കാൻ അവിടെ വരും. മനസ്സിലായി പറഞ്ഞത്? മൂപ്പര് എവിടെ പോയി, മൂപ്പര് എവിടെ വന്ന് അറിയില്ല. അങ്ങനെ ആകാൻ പാടില്ല. ഓരോന്നിനും കൃത്യത വേണം. ഇപ്പൊ പാടത്ത് പോയിപ്പോ കൈക്കോട്ടുണ്ട് അറ്റങ്ങലായി വെള്ളം കിട്ടുന്നുണ്ടാവും. ഇപ്പൊ മൂപ്പര് എല്ലാ തെങ്ങിന്റെ മറ്റൊക്കെ നടന്നു നോക്കണ നേരം തോട്ടത്തിലുണ്ടാവും. എന്നൊക്കെ പറഞ്ഞ് ഇതന്നെ അതൊരു കൂലിപ്പണിക്കാരനുണ്ടാവുമല്ലോ, ഒരു കൂലിപ്പണിക്കാരനുണ്ടാവുമല്ലോ. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണെങ്കിലും എന്ത് പറയാ, ഇപ്പൊ മൂപ്പര് ഓട്ടോറിക്ഷയും കൊണ്ട് പോയ നേരാണ്. നോക്കണ്ട, മൂപ്പര് അത്യാവശ്യമാണെങ്കിൽ ഒരു 9-9:30 മണി 10 മണിന്റെ ഉള്ളിൽ ബദർപള്ളിന്റെ മുന്നിൽ കാത്തുന്നോ, അവിടെ വന്നാ മൂപ്പര് ലോയ നിസ്കരിക്കല്. എന്ത് അങ്ങനെ പറയാൻ കഴിയുമല്ലോ, അങ്ങനെ പറയാൻ കഴിയുമല്ലോ. ഓട്ടോറിക്ഷ കൊണ്ട് പോയാൽ എവിടെയൊന്നും അറിയില്ല. പക്ഷെ ഒരു 9-10 ഇടയിൽ അവിടെ നിന്നാളാ. ചിലപ്പോ ഓട്ടോ ഇല്ലെങ്കിൽ വേഗം വരും. ഏതെങ്കിലും ട്രിപ്പ് പോയതാണെങ്കിൽ നേരം വൈകും. എന്നാലും 10 മണിന്റെ ഉള്ളിൽ മൂപ്പര് ലോയ നിസ്കരിക്കാനേ ബദറുള്ളിന്റെ അവിടെ വരും. അവിടുന്ന് ലോയ നിസ്കരിക്കാറുണ്ട്, അവിടെ വരും, അവിടെ കാത്തുന്നു. ഇങ്ങനെ പറയാൻ കഴിയുമല്ലോ അല്ലേ? പറയാ അങ്ങനെ പറയാൻ കഴിയില്ലേ എന്നത് ഒരു കൃത്യമുണ്ട്. ഉപരി എവിടെ പോയി അറിയില്ല, എങ്ങോട്ടെ പോയി അറിയില്ല, എപ്പോഴാ വരിക അറിയില്ല, എന്റെ ഉപര കാര്യം അറിയില്ല. അങ്ങനെ ഞാൻ പാടില്ല. നീ ഭാഗിക്കുക. നോക്ക്, അള്ളാന്റെ സഹായം കൂടി. ഈ ഗൾഫിലൊക്കെ പോയ ആളുകൾക്ക് ഭയങ്കര കൃത്യത ഉണ്ടല്ലോ അല്ലേ? അവിടെ പറയും അല്ലേ, അവിടെ ഓരോ പണിക്കും കൃത്യത അല്ലേ? ഇന്നാലിന്നത് സമയമൊക്കെ അവിടെ ഒരു കൃത്യത ഉണ്ടല്ലോ. എന്ത് ആ കൃത്യത ഇവിടെ വരാഞ്ഞു? ഇവിടെ ആ ഒരു കൃത്യത കൊണ്ടുവരിക. നീ ഭാഗിക്കുക. ഓരോന്നിനുണ്ട് ഒരു സമയത്തിന് പറ്റുന്നത്, അല്ലാത്ത സമയത്ത്. ഉദാഹരണം പറയാം, പകൽ ഉറക്കം കൂടിയ ആരോഗ്യം ക്ഷയിക്കും. പകൽ ഉറക്കം കൂട്ടിയാൽ ആരോഗ്യം ക്ഷയിക്കും. ഉറക്കം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഉറക്കം എത്ര മണി വരെയാ? എത്ര മണി വരെയാ പ്രധാനപ്പെട്ട ഉറക്കം? എത്ര മണി വരെയാ പറയും? പ്രധാനപ്പെട്ട ഉറക്കം എത്ര മണി വരെയാ? 10 ലാസ്റ്റ് ഒരു 9, 9:30. ഇനി 10 മുതൽ 1:30, 1:30 അതാ നല്ല ഉറക്കം. അല്ല ഞാൻ നിങ്ങൾക്ക് ഞാൻ വലിയ ശാസ്ത്രം പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഞാൻ വലിയ സൂഫിയായി പറയല്ല, ഇതിലൊരു ശാസ്ത്രം ഉണ്ട് എൻ്റെ കയ്യിൽ. കേരളം കണ്ട ഏറ്റവും വലിയ കള്ളൻ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടോ? കേരളം കണ്ട ഏറ്റവും വലിയ കള്ളൻ കള്ളത്തരം നിർത്തിയെന്ന് അയാൾ വാദിക്കുന്നു. ഇപ്പോൾ അയാൾ തന്റെ തസ്കര ജീവിതം എന്നൊരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ഏറ്റവും നല്ല കള്ളന്റെ ജീവിതാനുഭവങ്ങൾ. ഇവിടെ ഈ DC ബുക്സ് വിൽക്കുന്നത്, ഞാൻ ഇവിടുന്ന് വാങ്ങിയ പുസ്തകം വായിച്ചിട്ടുണ്ട്. അതിലും പോയി പഠിക്കാണ്ട്. ഇവിടെ ഈ DC ബുക്സ് പ്രസിദ്ധീകരിക്കേണ്ട ഒരു കള്ളന്റെ ആത്മകഥ.
കേട്ടിട്ടില്ലേ? പഠിച്ചോ നിങ്ങൾ വല്ലോ കേട്ടിട്ടുണ്ടാ? അതിൽ പാടുണ്ട്, അതിൽ പാടുണ്ട്. ഭയങ്കര പാടാ, അതിൽ ഭയങ്കര. ഞാൻ ഇതിൽ നിന്ന് പഠിച്ച പാഠം ഭയങ്കര. അതായത് പിന്നെ ഈ കള്ളന് മണിയമ്പിള്ള എന്നാണ് അയാളെ പേര്. കേരളത്തിലെ ഏറ്റവും വലിയ ഭവന ഭേദനം നടത്തിയ കള്ളനാണ് ആര്? മണിയമ്പിള്ള. 30 വർഷത്തെ അയാളുടെ കളവ് ജീവിതം. ഇപ്പൊ അയാൾ റിട്ടയർമെന്റ് ഒക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞ് ജീവിക്കാം. അപ്പൊ അതിൽ അയാൾ ഭയങ്കര വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കള്ളന് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കള വിജയിക്കൂല. കള്ളത്തരത്തിന് കക്കാൻ പോകുന്ന ആള് അയാൾ കക്കാൻ കേറുന്ന വീട്ടിൽ മദ്യം കണ്ടാൽ പോലും കുടിക്കരുത്. സത്യത്തിൽ ഈ മോഷ്ടിച്ച പണം അയാൾക്ക് മദ്യപാനത്തിന് ചെലവാക്കാനാണെങ്കിലും അയാൾ ഇവിടുന്ന് കുടിക്കരുത്. കാരണം ഒന്നിൽ 2 ഉദ്ദേശിച്ചു എങ്കിൽ പളിപ്പോവും. ഭയങ്കര വർത്താനാണത്. അതന്നെയല്ലേ നേരത്തെ കഴിഞ്ഞ ആഴ്ച ഓതിയ എന്ത് ഒരു വരി ഓതിയാലോ നമ്മള്? എന്ത് എന്താ ഓതിയത്? ഒരു ആരാധന കൊണ്ട് മറ്റൊരു കാര്യത്തെ ഉദ്ദേശിക്കാൻ ഓതിയില്ലേ? മണിയമ്പിള്ള പറയാം. അല്ല, അതിന്റെ കുറച്ച് മുമ്പ് ഓതിയിട്ടുണ്ട്. എന്താണ് ഈ താഴത്ത് കൊണ്ട് മറ്റൊരു കാര്യം ഉദ്ദേശിക്കാൻ? അതെ, മറ്റൊരു കാര്യം ഉദ്ദേശിക്കാൻ പാടില്ല. ഇങ്ങോട്ട് നോക്കി. അവിടെ നിനക്ക് വ്യഭിചരിക്കാനുള്ള വീട്ടിൽ വ്യഭിചരിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും നീ വ്യഭിചരിക്കാൻ പാടില്ല. മണിയമ്പിള്ള പറയാ, കേരളം കണ്ട ഏറ്റവും വലിയ കള്ളന്റെ ആത്മകഥ. അയാൾ പറയാ, ഈ പൈസ കൊണ്ടുപോയ കള്ളനത് എന്തിനായിരിക്കാം? വ്യഭിചരിക്കാനായിരിക്കാം. എന്നാലും ഈ വീട്ടിൽ വ്യഭിചരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? വ്യഭിചരിച്ചാൽ പളിപ്പോവും. കാരണം ഒന്നിൽ 2 ഉദ്ദേശിച്ച്. നീ എന്തൊക്കെ സൗകര്യം അവിടെ നഗ്നരായ മനുഷ്യരും അതേപോലെ തന്നെ മദ്യ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായാലും അതൊന്നും ഉപയോഗിക്കാതെ കട്ടിട്ട് പോരണം. ഒന്നിൽ 2 ഉദ്ദേശിച്ച പളിപ്പോവും. 1. 2, ഏറ്റവും നല്ല കള്ളൻ 1-1:30 മണിയാകുമ്പോഴത്തിന് കളവ് നടത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഇല്ലെങ്കിൽ കളവ് പാളിപ്പോവും. കാരണം ഉറക്കത്തിന്റെ സമയം, ഗാഠമായ ഉറക്കത്തിന്റെ സമയം അത് മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഉറക്കം മുറുകില്ല. കാരണം പ്രകൃതിയും ശരീരവും തമ്മിൽ ബന്ധമുണ്ട്. അത് കഴിഞ്ഞാൽ ഉറക്കം മുറുക്കാൻ കഴിയില്ല. മനുഷ്യന് പെട്ടെന്ന് ശബ്ദം കേട്ടാൽ ഉണർന്നു പോകും. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ 2ാം ലെയറിലേക്ക് കിടക്കും ഉറക്കത്തിന്റെ. അപ്പോൾ വന്ന് കിടക്കുന്നതിനും ഗാഠമായ ഉറക്കത്തിലേക്ക് കയറാൻ കഴിയില്ല. മനസ്സിലായില്ല? ആ വീട്ടിൽ ഏതെങ്കിലും ഒരാൾ എന്തുണ്ടാവും? ഉറങ്ങാറുണ്ടാവും. നേരെ മറിച്ച് 1ാമത്തെ ഉറക്കത്തിൽ ഉറങ്ങിപ്പോവും. 1-1:30 മണിയാകുമ്പോഴത്തേന് കട്ട് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലേ, കളവ് പാളിപ്പോവും എന്ന്. അത് വായിച്ചതിന് ശേഷം ഞാൻ വളരെ കള്ളം പറയാണല്ലോ, മനസ്സിലായില്ല? ഇതിൽ പാടുണ്ട്, ഇതിൽ ഭയങ്കര പാഠമുണ്ട് എന്നതുപോലെ ഞാൻ ഇതെന്തിനാ പറയുക? ഓരോ സമയത്തിനും ഓരോന്നാ, ഓരോ സമയത്തിന്റെയും പ്രത്യേകത ഓരോന്നാ. അപ്പൊ അത് തന്നെ രാത്രി എന്റെ തുടക്ക ഭാഗത്ത് എന്ത് ചെയ്യണം? ഉറങ്ങണം. ആ സമയത്ത് കളിച്ചടക്കാൻ പാടില്ല. നേരം വൈകിയ ഭയങ്കര പ്രശ്നമാണ്. നേരം വൈകിയിട്ട് ഉറങ്ങാത്ത ജന്തു ആരാ? നായ. ഞാനിവിടെ ഈ മാവ് റോഡുമേൽ നായ പിന്നാലെ കൂടി മിനിഞ്ഞാന്ന് രാത്രി 2:30 മണിക്ക് ഞാൻ ഇതിലെ യാത്ര ചെയ്യാം. വെസ്റ്റ് കോസ്റ്റിന് 2:15 വെസ്റ്റ് കോസ്റ്റിന് വന്നിട്ട് മൂത്തയിടത്തേക്ക് പോകുമ്പോൾ വണ്ടിക്ക് നായ പിന്നാലെ കൂടി ഇവിടുന്ന് ഈ മാവൂർ റോഡിന്ന് മാവൂരിലേക്ക് അടുപ്പിച്ച്. നായ എന്നാണ് വലിയ വലിയ നായക്കള്. അപ്പോൾ രാത്രി 2:45 അപ്പോഴും ആരും ഉറങ്ങിയിട്ടില്ല. ബഹുമാനപ്പെട്ട നായ. മനസ്സിലായില്ല? ഇനി അവന്റെ മിസിലുകാരും ആ നേരത്തെ ഉറങ്ങൂല. ഇനി ഓനെ ഉറങ്ങൽ എപ്പോഴാ? ബാങ്ക് കൊടുക്കാൻ നേരായ ഓനാണ്ട് ഉറങ്ങും. പിന്നെ അങ്ങനെ ഉറങ്ങും, ഒരു 10 മണി വരെ ഉറങ്ങും. ആര്? നായ. മനുഷ്യന്മാര് എണീക്കണ നേരായി, നായ ഉറങ്ങണ നേരമായി. നായനെ പോലത്തോരും ഉറങ്ങണ നേരായി. അപ്പൊ ഓരോന്നിനും മനുഷ്യന്മാർക്ക് എന്തുണ്ട്? നേരം വെളുത്ത ഉറങ്ങാൻ പാടില്ല. നേരം വെളുത്ത ഉറങ്ങിയാൽ കനം കൂടും. അത് നിങ്ങളെ നായ മാത്രല്ല, ലോകത്തെ മൊത്തം നായകളും ചരിത്രാതീത കാലം മുതലേ ബഹുമാനപ്പെട്ട നായകൾ അങ്ങനെയാണ്. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്ക്, ഓരോരുത്തരും സമയം. നേരം വെളുത്ത് ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയാൽ ഏറ്റവും നല്ല അഷ്റഫായ സമയമാണ് ഏത്? ഏറ്റവും അഷ്റഫായ സമയം എപ്പോഴാണ്? ഫജ്റിന്റെയും സൂര്യോദയത്തിന്റെ ഇടയിൽ ഉറങ്ങാൻ പാടില്ല. കാരണം ആ സമയത്തെ കൂടി സത്യം ചെയ്തിട്ടുണ്ട്. സത്യം ചെയ്ത് ഏത്?
വസ്സുബ്ഹി ഇലാ സനസ്തനഫസ്, ഉറക്കിൽ നിന്ന് ഉണർന്ന് ശ്വാസം വിട്ട് പുറത്തു വരുന്ന സുബഹ് നേരം, രാത്രിയൊക്കെ അവസാനിച്ച് വെളിച്ചത്തിൽ കുളിച്ച് ഇങ്ങനെ വരികയാണ്. ഈ നേരത്തെ ഉറങ്ങാൻ പാടില്ല. അല്ലാഹു തആല വെളിച്ചവും ഉണർച്ചയും കൊണ്ട് സത്യം ചെയ്ത നേരമാണ് ഏത്? സുബഹ്. ആ നേരത്തെ ഉറങ്ങാൻ പാടില്ല. വസ്സുബ്ഹി ഇലാ തനഫസ്. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ഓരോന്നിനും പടച്ചോൻ നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നേരം വൈകിയ അല്ലാഹ് ആദ്യത്തെ ഉറക്കം അതന്നെ ഉറക്കം. ആ ഉറക്കത്തിലെ സ്വപ്നം അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ആ ഉറക്കത്തിലെ സ്വപ്നത്തിന് പ്രാധാന്യമുണ്ട്. ഗാഠമായ ഉറക്കമാണ്. മറ്റേ അല്ലാഹു അഹ്ലമാണ്, ഇങ്ങനെ പലതും കണ്ടുകൊണ്ടേയിരിക്കും, ഇങ്ങനെ കാണും. അതല്ല, മറ്റേ നല്ല ഉറക്കമാണ്, ഗാഠമായ ഉറക്കം. ആ നേരത്തെ ഉറങ്ങണം. അപ്പൊ പൂർണ്ണമായി എല്ലാം മുറിച്ച് അള്ളാഹുവിൽ ലയിച്ചവനായ നിലയിൽ ഏതൊരു പണിയെടുക്കുമ്പോഴും അത് ആത്മാർത്ഥമായി ചെയ്യാം. അതാത് സമയത്ത് ചെയ്യേണ്ടത് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ആത്മാർത്ഥമായി ചെയ്യാം. മനസ്സിലായി? ഇപ്പൊ തെങ്ങിന് തടന്നുറക്കണ നേരാണ്. ഞാൻ ഈ ആഴ്ച എനിക്ക് സൗകര്യം കിട്ടിയപ്പോഴൊക്കെ, കുറച്ച് സമയം സൗകര്യം കിട്ടിയപ്പോഴൊക്കെ കൈക്കോട്ടെടുത്ത് കളിച്ച്. നിങ്ങൾ കണ്ണു നോക്കണം ഇതന്നെ. അതുകൊണ്ട് ശരീരത്തിന് ഭയങ്കര ഗുണമാണ്. ഞാൻ ഭയങ്കര കളച്ചിരുന്നു ഒരു കാലത്ത്. കൃഷി മുഴുവൻ ഞാൻ തന്നെ നോക്കിയിരുന്നു. പിന്നെ അതിന് സമയം കിട്ടിയില്ല. അതുകൊണ്ട് തടി നാശമായി. ഈ ആഴ്ച ഞാൻ എന്ത് ചെയ്ത്? ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച ഞാൻ എന്ത് ചെയ്ത്? ചേളാരി ചന്തയിൽ പോയിട്ട് വിത്ത് വാങ്ങി. കാരണം നമ്മൾ പച്ചക്കറി കൃഷിന്റെ ഫള് പറഞ്ഞാൽ പോരല്ലോ, നമ്മളത് വാങ്ങണ്ടേ. അപ്പൊ എന്ത് ചെയ്ത്? കഴിഞ്ഞ വർഷമൊക്കെ അത് പണിക്കാരെ ഏൽപ്പിക്കലായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ വാപ്പാക്ക് കുറച്ച് കഴിഞ്ഞിരുന്നു. ഇപ്പൊ വാപ്പാക്ക് പറ്റ വയ്യ. അപ്പൊ ആ ഉത്തരവാദിത്തം കൂടി എന്റെ തലയിലായി. അപ്പൊ ഞാൻ അതിന് ലേശനം നിന്ന്. അതുകൊണ്ട് ഭയങ്കര ഹൈറുണ്ടായി. ഈ നമ്മൾ ഒരു പച്ചക്കറി നട്ടിട്ട് അതിങ്ങനെ മുളക്കണ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് മനസ്സിൽ. ഫാലിഖുൽ ഹബ്ബി വന്നവാ, കുരുവിനെയും വിത്തിനെയും പൊട്ടിച്ചു തരുന്നവനാണ് അല്ലാഹു. ഭയങ്കര ഖുർആന്റെ ആയത്താ ഫാലിഖുൽ ഹബ്ബി വന്നവാ. ഭയങ്കര സന്തോഷം. ഇതിങ്ങനെ പൊട്ടിന് വരും. അത് ഭയങ്കര ഒരു സന്തോഷം. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മൾ ചെയ്യണം. ഓരോന്നിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ആത്മാർത്ഥത വേണം. അതിലൊരു പുൽച്ചാടി കഴിച്ചാൽ നമുക്ക് അല്ലാഹു പുറത്തു തരും. ഒരു മത്തൻ കുഴിച്ചിട്ട് ആ മത്തൻ ഇങ്ങനെ വന്ന് അതിലുള്ള എന്ത് ചെയ്ത് അതിൽ ഇല വരുമ്പോ ആ ഇല ആര് തിന്നും? പുൽച്ചാടി തിന്നും. കണ്ടിട്ടില്ലേ? മത്തന്റെ കുമ്പളത്തിന്റെ ഒക്കെ ഇലമ്മൽ ഇങ്ങനെ പൊട്ട് ഇതാര് തിന്നതാണ്? പുൽച്ചാടി തിന്നതാ. അല്ലാഹു ആ അളവിൽ നട്ടു വളർത്തിയാണ് അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരും. എന്തൊക്കെയാണ്? അപ്പൊ അതൊക്കെ ഏതൊരു പണിയെടുക്കുമ്പോഴും മുത്തബത്തില മറ്റതിൽ നിന്ന് മുറിച്ച് ഇതിലേക്ക് ഒരുങ്ങിയവനായ നിലയിൽ, മറ്റവരിലേക്ക് നിന്ന് മുറിച്ച് ഇതിലേക്ക് മനസ്സിലായില്ല. മുത്തബത്തിലൻ. എന്താ മുത്തബത്തിലിന്റെ അർത്ഥം? നേരത്തെ ഉള്ളതിൽ നിന്ന് മുറിഞ്ഞ് ഇതിലേക്ക് ഇറങ്ങിനാണ് എന്ത് പറയാ? മുത്തബത്തില. അങ്ങനെയാണ്. ഒരു പുതിയാപ്പള സൽക്കാരം കഴിഞ്ഞ് കൈക്കോട്ടെടുത്ത് വൈകുന്നേരമായ അസറിന് ശേഷം മറ്റേ പുതിയാപ്പള സൽക്കാരത്തിന് പോകുന്ന ആൾക്ക് കൈക്കോട്ടെടുക്കാതിരിക്കാനുള്ളത്. കാരണം ഓൻ എപ്പോഴും എവിടെ നോക്കും? സൂര്യനിലേക്ക് നോക്കും, ബസ് വരുമെന്ന് നോക്കും. ഇത് അതല്ല. ഇത് ഒന്നെന്ന് കഴിഞ്ഞാൽ അത് മുറിച്ചിട്ട് മറ്റതിലേക്ക് ഇറങ്ങുക. കച്ചവടം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി എന്തെന്നെ കച്ചവടം. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആത്മാർത്ഥമായി കുട്ടികളെ പഠിപ്പിക്കാം. ഓരോന്നും മുത്തബത്തില, അതൊന്നും ആത്മാർത്ഥമായി. ഈ പിന്നെ മിനായിലുണ്ടൊരു മുടി പഠിക്കല്. അത് നമ്മൾ വേറെ പഠിച്ചിട്ടില്ലെങ്കിൽ തലേന്ന് മുടി പോകില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആളെ മനസ്സിലെ പഠിക്കുന്ന ഓൽക്ക് എന്താവുള്ളൂ ഉദ്ദേശം. ഓരെന്നെ പറയുന്നത് പോയി പിന്നെ ശരിക്കും പിന്നെ പഠിച്ചാൽ മതി. ഇവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എന്താവൂല. ഇത് 10 റിയാല് 5 റിയാല് വാങ്ങും, ഒരു 4 പടി ഇങ്ങനെ പഠിച്ച് യള്ളമായ സ്ഥലം. അത് നടക്കൂല. മനസ്സിലായില്ല? ഇത് ആത്മാർത്ഥമായി ചെയ്താൽ അതനുസരിച്ച് എന്തുണ്ടാവും? ചെയ്തോണം. അതാണ് മുത്തബത്തില. ഒന്നിൽ നിന്ന് മുറിച്ച് മറ്റതിലേക്ക് ആത്മാർത്ഥമായി ഇറങ്ങി പണിയെടുക്കുക. അതാണ് മുത്തബത്തില. പിന്നെ കഴിഞ്ഞു. എന്ന് കഴിഞ്ഞില്ലേ? متدبرا لقراءة ومكملا وجهد لتحضر في صلاتك قلبك
ജഹ്ദൻ ബലീഗൻ കൈനലാല ഫളായില ഫിദാ ബദാ ഫജ്റുൻ ഫജ്ർ സാദിഖ് വെളിവായി കഴിഞ്ഞാൽ ഫസല്ലി നീ 2 റക്അത്ത് നിസ്കരിക്കണം തഖശ്ശുഅൻ വളരെ ഖുശൂഅോടുകൂടി മുതദബ്ബിറൻ ലിഖറാഅത്തിൻ ഓടുന്ന ഓത്തിനെ ചിന്തിച്ചുകൊണ്ടും വമുകമ്മില സുന്നത്തുകൾ മുഴുവനും പൂർത്തിയായി എടുത്തുകൊണ്ടും എന്ന് ടൈം ടേബിൾ പറയാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫിദാ ബദാ ഫജ്റുൻ ഒറ്റ വാക്ക് അവസാനിപ്പിച്ചു. فإذا بدا فجر فصل تخشعا متدبرا لقراءة ومكملا وجهد നീ അധ്വാനിക്കണം ലിതഹ്ളുറ നീ ഹാജരാക്കാൻ ഫീ സ്വലാത്തിക നിസ്കാരത്തിൽ ഖൽബക നിന്റെ ഹൃദയത്തെ. അപ്പൊ നിസ്കാരത്തിൽ ഹൃദയം വിട്ട് വരാൻ വേണ്ടി പരമാവധി എന്ത് ചെയ്യണം? അധ്വാനിക്കണം. ജഹ്ദൻ ബലീഗൻ ശക്തമായ അധ്വാനിക്കണം. അപ്പോഴേ കൽബ് എന്തോടുകൂടെ നിൽക്കുള്ളൂ? നിസ്കാരത്തോടുകൂടെ. അടുത്ത ആഴ്ച പറഞ്ഞാൽ കുറച്ചുണ്ട്. അള്ളാഹു കൈതനാല ഫളായില എല്ലാ ശ്രേഷ്ഠതയും നീ നേടാൻ വേണ്ടി നീ അധ്വാനിക്കണം. ഇനി ടൈം ടേബിൾ പറയാൻ പോവാണ്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി. ബറാഅത്ത് ലൈലത്തുൽ ബറാഅ വളരെ പ്രധാനപ്പെട്ടതാണ്. ബിത്തിഫാഖിൽ അഇമ്മത്തിൽ അർബഅ 4 ഇമാമിങ്ങൾക്കും തർക്കമില്ലാത്ത പ്രധാനപ്പെട്ടതായ രാത്രിയാണ്. 5 രാത്രികളിൽപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. 5 രാത്രി, ഒരു 5 രാത്രി ഹയാത്താക്കിയാൽ സ്വർഗ്ഗം ഉറപ്പാണ് എന്നതിൽപ്പെട്ട രാത്രിയാണ് ഏത്? രാത്രി. സംശയിക്കണ്ട. ഖുർആൻ ബഹുമാനപ്പെട്ട ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു തആല ഇറക്കിയത് ബഹുമാനപ്പെട്ട ലൈലത്തുൽ ബറായിലാണെന്നാണ് പ്രമുഖമായ അഭിപ്രായം. പിന്നെ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ലൈലത്തുൽ ഖദ്റിൽ ഭൂമിയിലേക്ക് ഇറക്കി. ആ ചൊവ്വാഴ്ച അസ്തമിച്ച രാത്രി. അതിനോടൊക്കെയുള്ള നന്ദിയായിട്ട് ബുധനാഴ്ച നോമ്പ് നിൽക്കുന്ന പതിവും മുസ്ലിമീങ്ങളിൽ ഉണ്ട്. മുഅക്കദായ സുന്നത്തായ നോമ്പൊന്നും അല്ലെങ്കിൽ പോലും, മുഅക്കദായ സുന്നത്തായ നോമ്പിലൊന്നും അത് പെടൂല എങ്കിൽ പോലും മുഅ്മിനീങ്ങൾ സാലിഹീങ്ങൾ പഴയ കാലം മുതലേ നോമ്പ് നോറ്റ് വരുന്ന ഒരു അമലാണത്. ആ രാത്രി പ്രധാനപ്പെട്ടാണെന്ന കാര്യത്തിൽ തർക്കേയില്ല. നോമ്പിന്റെ കാര്യത്തിൽ മാത്രമേ ചെറിയ തർക്കമുള്ളൂ. ആ രാത്രി പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇമാമിങ്ങൾക്കിടയിലില്ല. അത്രയും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ചൊവ്വാഴ്ച രാത്രിയാണ്. അള്ളാഹു അതിനെ ഹയാത്താക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതെല്ലാവരും ഹയാത്താക്കണം എന്ന് അറിയിക്കുന്നു. യാസീൻ ഓടുക. ഖൈറിന് 3 യാസീൻ ഓടുക. അതൊക്കെ പഴയ കാലം മുതലേ നടപ്പുള്ള കാര്യമാണ്. അതൊക്കെ ചെയ്യുക. സൂറത്തുൽ ദുഖാൻ ഓടുക, റഹ്മാൻ ഓടുക, സൂറത്തുൽ വാഖിയ ഓടുക. ഇതൊക്കെ പഴയ കാലം മുതലേ നടപ്പുള്ളതാണ്. 3 യാസീൻ ഓടുക. അർസാഖിന് വേണ്ടി, ആജാലിന് വേണ്ടി, ഭക്ഷണം അള്ളാഹു നിലനിർത്തി തരാൻ വേണ്ടി, ആയുസ് വർദ്ധിക്കാൻ വേണ്ടി, കുടുംബത്തെ മരിച്ചവർക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെ വേണ്ടി യാസീൻ എന്ന സമ്പ്രദായം ഉണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഇവിടെ ആ ഭാഗം നടപ്പിലാക്കിയതാണ്. അതിന്റെ നന്ദി സൂചകമായി പിറ്റേന്ന് നോമ്പ് നടത്താറുണ്ട് മുഅ്മിനീങ്ങൾ. അല്ലാഹു തആല ഇതൊക്കെ റാഹത്തായി പൂർത്തിയാകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ ദുആ ചെയ്യാണ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا أعداءك أعداء الدين وأعلِ كلمتك إلى يوم الدين. اللهم بدد شملهم وفرق جمعهم وفل حدهم وأقلل عددهم واجعل الدائرة عليهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين واجعلنا من أهل الجنة ولا تجعلنا من أهل النار. പടച്ചവനെ ഇവിടെ മരിച്ചുപോയ പല ആളുകളെയും പേര് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് നിന്റെ വാസിഅത്തായ റഹ്മത്തിനെ നീ ചൊരിഞ്ഞു തരണമേ റബ്ബേ. അല്ലാഹുവേ പ്രയാസങ്ങളെ നീക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളെ നല്ലവരിൽ പെടുത്തണമേ റബ്ബേ. ഞങ്ങളെ ഉമ്മക്കും ഉപ്പക്കൊക്കെ നീ പൂർത്തു തരണമേ റബ്ബേ. അല്ലാഹുവേ ഈ കൊല്ലത്തെ റമളാൻ നിന്റെ പൊരുത്തത്തിലായ റമളാനാക്കി തരണമേ റബ്ബേ. ഈ കിതാബിൽ പറഞ്ഞതുപോലെ ഞങ്ങളെ വഖത്തുകൾ തൗസിഅ ചെയ്ത് ഭാഗിച്ച് കൃത്യമാക്കി നല്ലതിന് ചെലവഴിക്കുന്ന ഒരു റമളാനാക്കി തരണമേ റബ്ബേ. സമയത്തിന് ടൈം ടേബിൾ വെക്കാത്ത ഒരാൾക്ക് അള്ളാഹുവിലേക്ക് അഭയം തേടാൻ കഴിയൂല എന്നാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പാഠം. ഒരു സമയത്തിന് ഒരാൾക്ക് ടൈം ടേബിൾ ഉണ്ടാവണം. അത് കൃഷിപ്പണിയാണെങ്കിലും കച്ചവടമാണെങ്കിലും മറ്റ് താഴത്തും എല്ലാം പൊതുസമ്പർക്കവും കുടുംബ ബന്ധവും എല്ലാമായിട്ട്
ഒരു തൗസിയ വേണം. നീ തൗഫീഖ് നൽകണമേ റബ്ബേ. സമയങ്ങളെ ബിമാഹുവല കുല്ലൻ ബിമാഹുവല യകുൻ എന്ന് പറഞ്ഞതുപോലെ അതാത് സമയത്തെ കാര്യമായ അതാത് സമയത്ത് അത്യാവശ്യമായ വിഷയത്തിലേക്ക് നീക്കി ചെലവഴിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങളെ നൊന്ത് പ്രസവിച്ച ഞങ്ങളെ ഉമ്മാക്കും അന്നം തേടിയ ഓടിയ ഉപ്പാക്കും നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ ഒരുപാട് കുട്ടികൾ വലിയ പാഠശാലകൾ മദ്രസകളിൽ പരീക്ഷയിലാണ്. ബഹുമാനപ്പെട്ട സമസ്തയടക്കം പരീക്ഷ നടക്കുകയാണ്. പൊതുപരീക്ഷ നീ വിജയിപ്പിക്കണമേ റബ്ബേ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ രോഗിയായി പ്രയാസത്തിലാണ്. ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ റബ്ബേ, ഷിഫ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, പ്രയാസങ്ങൾ, ആലിമീങ്ങളുടെ വിഷമം, രോഗം, മരണം ഇതൊക്കെ സമുദായത്തെ ബാധിക്കുമെന്നാണ്. ഇതെല്ലാം തൊട്ടെല്ലാം നീ കാത്ത് നീ ഖൈറിലും ബറക്കത്തിലും ആക്കി തരണമേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. നാളെ ഭൗതിക പാഠശാലകളിലേക്ക് 1-ാം തീയതി ജൂൺ 1-ാം തീയതി സാധാരണ പോലെ ഞങ്ങളെ കുട്ടികൾ പാഠശാലകളിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യമായി പാഠശാലയിൽ ഇറക്കുന്ന കുട്ടികൾ വരെ ആ കൂട്ടത്തിലുണ്ട്. അവരെല്ലാം നീ ഖൈറിന്റെ മക്കളാക്കി വളർത്തി തരണം. അവർക്ക് നല്ല അധ്യാപികമാരെ കൊടുക്കണമേ റബ്ബേ. അവരെ പാഠശാല അവർക്ക് നല്ലത് പഠിപ്പിക്കണമേ പടച്ചോനെ. എല്ലാ കശ്മല കണ്ണുകളിൽ നിന്നും ഞങ്ങളെ കുട്ടികളെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാക്കണമേ പടച്ചോനെ. അവർക്ക് നല്ല ജീവിതം ഈ ലോകത്തും നാളെ പരലോകത്തും നൽകണമേ റബ്ബേ. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.